യെസ്, ഷാർപ്പ് 7:30 ആരംഭിക്കുമെന്നാണ് നമ്മൾ അറിയിച്ചത്. അപ്പൊ ഷാർപ്പ് 7:30 തന്നെ നമുക്ക് ആരംഭിക്കാം. അപ്പൊ എല്ലാവർക്കും ഈ സായം സന്ധ്യയിലേക്ക് സുസ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഈ ആദ്യ മുതൽ പങ്കെടുക്കുന്ന, അതിപ്പോൾ ശ്രദ്ധാപൂർവം ഈ സെഷൻ പങ്കെടുക്കുന്ന എല്ലാവർക്കും അത് ലൈഫ് ചേഞ്ചിങ് ആയിരിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. അത് ഒരു വെറും ഉറപ്പല്ല എന്നുള്ളത് ഈ സെഷൻ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. എന്റെ പേര് PS തോമസ്. കേരളത്തിലെ ഏറ്റവും ലീഡിംഗ് സ്റ്റോക്ക് മാർക്കറ്റ് സ്ഥാപനമായ സ്റ്റോക്ക് മാർക്കറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനായ SMT അക്കാഡമിയുടെ കേരളത്തിലെ ഏറ്റവും ലീഡിംഗ് സ്റ്റോക്ക് മാർക്കറ്റ് സ്ട്രാറ്റജിസ്റ്റ്, ഏറ്റവും ലീഡിംഗ് സ്റ്റോക്ക് മാർക്കറ്റ് കോച്ച് സന്തോഷ് മാധവന്റെ ക്ലാസ്സുകളിൽ ട്രേഡിംഗ് സൈക്കോളജി എടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. എന്റെ പേര് PS തോമസ്. ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്. അപ്പോ സന്തോഷ് മാധവൻ സാറ് നമ്മോടൊപ്പം ഉണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്തതിനു ശേഷം നമുക്ക് സന്തോഷ് മാധവൻ സാറിന്റെ ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. അപ്പൊ ഇന്ന് ഷാർപ്പ് 7:30 നാം ആരംഭിക്കുകയാണ്. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, ഈ സെഷൻ ആദ്യാവസാനം ശ്രദ്ധാപൂർവം കേൾക്കുന്ന, സ്റ്റോക്ക് മാർക്കറ്റ് ഒരു കരിയറായി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന, സീരിയസ് ആയി ആഗ്രഹിക്കുന്ന, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഒരു ഉപോൽപ്പന്നമേ ലഭിക്കാനുള്ളൂ, അത് പണമാണ്. നമ്മൾ പ്രോഫിറ്റ്, സക്സസ് എന്നൊക്കെ പറയുമ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കാനുള്ളത് പണമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുതൽ മുടക്കുമുണ്ട്, നിങ്ങളാൽ കഴിയുന്ന മുതൽ മുടക്കുമുണ്ട്. എത്ര ചെറിയ ക്യാപിറ്റൽ കൊണ്ട് പോലും ഇനി അങ്ങോട്ടുള്ള ആയുഷ്കാലം മുഴുവൻ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥിര വരുമാനം നേടാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനും പഠിപ്പിക്കാം. 100% ഉറപ്പായി തന്നെ. വീണ്ടും ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു, ആ 100% ഉറപ്പ് എന്ന് പറഞ്ഞത് അതിനൊരു സാങ്കത്യമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ സെഷൻ മുന്നോട്ട് പോകാൻ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഈ കേൾക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഇപ്പോൾ മുതൽ കേൾക്കുന്ന കാര്യങ്ങൾ ഒരു പരസ്പര റെസ്പെക്റ്റോടെ, ഒരു പരസ്പര ബഹുമാനത്തോടെ ഈ കേൾക്കുന്ന കാര്യങ്ങൾ നാം പ്രതീക്ഷിച്ചവയാണോ, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നവയാണോ, നമുക്ക് ഇഷ്ടപ്പെടുന്നവയാണോ എന്ന് നോക്കാതെ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ യാഥാർത്ഥ്യമാണോ എന്ന് അവനവന്റെ വിവേകം ഉപയോഗിച്ച്, സ്വന്തം സാമാന്യ ബുദ്ധി ഉപയോഗിച്ച്, സ്വന്തം മനസാക്ഷി ഉണർത്തി വെച്ചുകൊണ്ട് എല്ലാ മുൻവിധികളും നമ്മുടെ എല്ലാത്തരം മുൻവിധികളും മാറ്റിവെച്ചുകൊണ്ട് വളരെ സത്യസന്ധമായ മനസ്സോടെ ഇന്നത്തെ ഈ സെഷനെ സമീപിക്കുക. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും സാമ്പത്തികം നേടാനും സ്ഥിര വരുമാനം നേടാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനും കഴിയുക തന്നെ ചെയ്യും. ഒരിക്കൽ കൂടെ വൈകി വന്നവർക്ക് വേണ്ടി ഒരിക്കൽ കൂടെ ഗുഡ് ഈവനിങ്. ഈ സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെരി ഗുഡ് ഈവനിങ്. ജനനം, മരണം, അതിനിടയിലുള്ള ഭാഗം, അതാണ് ജീവിതം. അതിൽ ജനനത്തിന്റെയും മരണത്തിന്റെയും കാര്യത്തിൽ നമുക്ക് ശാസ്ത്രീയമായി തെളിയിക്കുന്നത്രയും കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ, നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും നിരക്കുന്നത്രയും കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ നമ്മുടെ നിയന്ത്രണത്തിലുള്ളവയൊന്നും തൽക്കാലമില്ല ജനനത്തിന്റെയും മരണത്തിന്റെയും കാര്യത്തിൽ. പക്ഷെ ജീവിതം, അതിൽ നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളുമുണ്ട്, നിയന്ത്രണത്തിൽ ഇല്ലാത്ത കാര്യങ്ങളുമുണ്ട്. അതിൽ നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സന്തോഷ് സാർ, എന്തൊരു മെസ്സേജ്, അതൊന്ന് മാറ്റാമോ? ഞാൻ ഡിക്ലൈൻ ചെയ്യണോ, ടേൺ ഓഫ് കൊടുക്കണമോ? ഒന്നും ചെയ്യണ്ട സാറേ, ഡിക്ലൈൻ ചെയ്തത് കൊടുത്തേക്കത്. ഓക്കെ, സോറി ഫോർ ദ തടസ്സം. ഓക്കെ, അപ്പം ജനനത്തിന്റെയും മരണത്തിന്റെയും കാര്യത്തിൽ നമുക്ക് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളൊന്നും ജനനത്തിന്റെയും മരണത്തിന്റെയും കാര്യത്തിലില്ല. പക്ഷെ ജീവിതം, അതിൽ നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളുമുണ്ട്, നിയന്ത്രണത്തിൽ ഇല്ലാത്ത കാര്യങ്ങളുമുണ്ട്. അതിൽ നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു മനുഷ്യായുസ്സിലെ എല്ലാ ജീവിത ലക്ഷ്യങ്ങളിലും സ്റ്റോക്ക് മാർക്കറ്റിലൂടെ നിങ്ങൾ ഉന്നമിട്ട സാമ്പത്തിക ശേഷിയും 100% ഉറപ്പായി നേടാൻ കഴിയും. ഞാനിപ്പോ 3 പ്രാവശ്യമായി ആവർത്തിക്കുന്നു, അത് 100% ഉറപ്പായി എന്നുള്ളത്. അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം നമുക്ക് സന്തോഷ് മാധവൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാം. നാം ആദ്യം മനസ്സിലാക്കേണ്ടത്, നാം എന്തിനാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത്? ഒരുപക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാത്ത നിരവധി ആളുകളുള്ള ഈ ലോകത്ത്, ഈ രാജ്യത്ത് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞതിന് ഒരു ഭാഗ്യം. അതിൽ പലരും സ്റ്റോക്ക് മാർക്കറ്റിൽ ഉള്ളവരുമുണ്ട്. പക്ഷെ ആദ്യം നാം പരിശോധിക്കേണ്ടത്, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നാം എന്താണ് ഉന്നമിടുന്നത്, എന്താണ് ലക്ഷ്യമിടുന്നത്, എന്താണ് നമുക്ക് നേടാനുള്ളത്, എന്താണ് നമ്മുടെ ആവശ്യം. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു കാര്യമേ നമുക്ക് നേടാൻ കഴിയൂ, അത് പണമാണ്. നമുക്കത് സ്ഥിര വരുമാനമെന്നോ കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് എന്നോ സക്സസ് എന്നോ എന്തെല്ലാം പറഞ്ഞാലും അത് പണമാണ്. പിന്നെ നാം ആദ്യം പരിശോധിക്കേണ്ട വിഷയം, ഏറ്റവും ആദ്യം പറഞ്ഞതുപോലെ ഒന്നുകൂടെ വൈകി വന്നവർക്ക് വേണ്ടി ഒന്നുകൂടെ ചെറുതായിട്ട് ആവർത്തിക്കുന്നു, ഈ കേൾക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണോ, നാം പ്രതീക്ഷിച്ചതാണോ, നാം ആഗ്രഹിച്ചതാണോ? നാം ആഗ്രഹിച്ച കാര്യങ്ങൾ കേൾക്കാനേ നാം തയ്യാറാവുകയുള്ളൂ. പക്ഷേ നമുക്ക് ആഗ്രഹിക്കുന്ന പണം നേടാൻ കഴിയും, നാം ആഗ്രഹിച്ച വഴിയിലൂടെ ആവണമെന്നില്ല.
നാം ആഗ്രഹിച്ച പണം, സ്റ്റോക്ക് മാർക്കറ്റിലും നാം ആഗ്രഹിച്ച പണം നേടാൻ കഴിയും. പക്ഷെ നാം ആഗ്രഹിച്ച വഴിയിലൂടെ ആകണമെന്നില്ല. അതിന് അതിൻ്റെതായ വഴികളുണ്ട്. അത് പണം ഉണ്ടാക്കാനുള്ള വഴികൾ നടപ്പാക്കിയെങ്കിലേ അതിൽ പണം ഉണ്ടാവുകയുള്ളൂ. അത് റോങ് മെത്തഡുകളാണ് നാം ചെയ്തതെങ്കിൽ അതിൽ പണം ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ നാം ആഗ്രഹിക്കുന്ന മാർഗത്തിലൂടെയല്ല പണം ഉണ്ടാക്കാൻ കഴിയുക, അതിനാവശ്യമായ പണം ഉണ്ടാക്കാൻ ആവശ്യമായ മാർഗത്തിലൂടെ ചരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പണം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നാം ഉന്നമിടുന്നത് പണമാണ്. അപ്പോൾ ആദ്യം പരിശോധിക്കേണ്ടത് ഈ പറയുന്ന കാര്യങ്ങൾ ഓരോ പോയിന്റുകളും സത്യമാണോ, യാഥാർത്ഥ്യമാണോ, സ്റ്റോക്ക് മാർക്കറ്റ് ജീവിതത്തിൽ ബാധകമാണോ, നമ്മുടെ സാമ്പത്തിക ജീവിതത്തിൽ ബാധകമാണോ എന്ന് വളരെ സത്യസന്ധമായ മനസ്സോടെ എല്ലാ മുൻവിധികളും, എല്ലാതരം ദുർവാശികളും മുൻവിധികളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് പരസ്പരം സത്യസന്ധമായ മനസ്സോടെ ഈ കേൾക്കുന്ന ഓരോ വ്യക്തികളും അത് അവനവന്റെ തുറന്ന മനസ്സോടെ, സാമാന്യ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, വിവേകം ഉപയോഗിച്ചുകൊണ്ട് സത്യസന്ധമായ മനസ്സോടെ പരിശോധിക്കുക. ഓരോ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം കിട്ടുക തന്നെ ചെയ്യും. നമുക്ക് നോക്കാം. അങ്ങനെയെങ്കിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാവർക്കും ഒരേ അവസരമാണ്, ഒരേ ടൈമിംഗ്, ഒരേ കയറ്റിറക്കങ്ങൾ, ഒരേ അവസരം, ഒരേ ലാഭനഷ്ട സാധ്യതകൾ എല്ലാം ഒരേപോലെ സഞ്ചരിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരേ അവസരങ്ങൾ ലഭിച്ചത് കൊണ്ട് മാത്രം എല്ലാവർക്കും ഒരുപോലെ പണം ഉണ്ടാകുന്നുണ്ടോ എന്ന ക്വസ്റ്റ്യൻ ആണ് നാം ആദ്യം ചോദിച്ച് മനസ്സിലാക്കേണ്ടത്. ഒരേ അവസരങ്ങൾ ലഭിച്ചത് കൊണ്ട് മാത്രം എല്ലാവർക്കും ഒരുപോലെ പണം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. ആ പറഞ്ഞത് സത്യമാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരേ അവസരമായതുകൊണ്ട് മാത്രം സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാവർക്കും ഒരുപോലെ പണം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. നമുക്ക് മറ്റൊരു കാര്യം കൂടെ പരിശോധിക്കാം. സ്റ്റോക്ക് മാർക്കറ്റിലാകട്ടെ, ലോകത്തെ ഏത് മേഖലയിലാകട്ടെ, ലോകത്തുള്ള മൊത്തം സമ്പത്തിന്റെ, ലോകത്തുള്ള മൊത്തം പണത്തിന്റെ 90% ധനവും ലോക ജനസംഖ്യയുടെ 10% മാത്രം വരുന്ന ധനികരുടെ കൈവശമാണ് എന്നറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും തന്നെ. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ എത്തിപ്പെട്ടുവെങ്കിൽ അത്യാവശ്യം സാമ്പത്തിക അന്വേഷിയാണ്. ചില സാമ്പത്തിക മാർഗങ്ങളെ കുറിച്ചും ലോകത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചെങ്കിലും കേൾവിയെങ്കിലും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് അറിയാമായിരിക്കാം. ലോകത്തുള്ള മൊത്തം ധനത്തിന്റെ 90% ധനവും ലോക ജനസംഖ്യയുടെ 10% മാത്രം വരുന്ന ധനികരുടെ കൈവശമാണെന്ന് അറിയാമായിരിക്കുമല്ലോ. അങ്ങനെയെങ്കിൽ ഇനി നെക്സ്റ്റ് നമ്മൾ വീണ്ടും സത്യസന്ധമായി പ്രായോഗിക ബുദ്ധിയോടെ യാഥാർത്ഥ്യ ബോധത്തോടെ പരിശോധിക്കേണ്ടത് ആ 90% ധനം കൈയാളുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ആയാലും നിങ്ങൾക്കറിയാം, ഇറങ്ങിത്തിരിക്കുന്നവരിൽ 90% ആളുകളും പരാജയപ്പെട്ടു പോകുന്നു, 10% ആളുകൾ മാത്രമേ വിജയിക്കുന്നുള്ളൂ. അപ്പൊ നാം പരിശോധിക്കേണ്ടത് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പരാജയപ്പെട്ടു പോകുന്ന 90% ആളുകളെക്കാൾ, അതായത് ആ വിജയിച്ച 10% ആളുകൾ, സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയം നേടിയ, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ആഗ്രഹിച്ചത്രയും പണം ഉണ്ടാക്കുന്ന ആ 10% ആളുകളാണോ സ്റ്റോക്ക് മാർക്കറ്റിൽ പരാജയപ്പെട്ടു പോകുന്ന ആ 90% ആളുകളെക്കാൾ അറിവ് കൂടിയ, കഴിവ് കൂടിയ, വിദ്യാഭ്യാസം കൂടിയ, കഠിനാധ്വാനം കൂടിയ, ബുദ്ധി കൂടിയവർ എന്ന അർത്ഥമുണ്ടോ എന്നാണ്. ഒരുപക്ഷെ പലരുടെയും ശ്രദ്ധ പോയേക്കാവുന്നത് കൊണ്ട് ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഈ പോയിന്റ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്, ശക്തമായി തിരിച്ചറിയേണ്ടതുണ്ട്. ഒന്നുകൂടെ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിത്തിരിക്കുന്നവരിൽ 10% ആളുകൾ ആവശ്യത്തിന് സമ്പത്ത് ഉണ്ടാക്കുന്നു, സ്ഥിര വരുമാനം നേടുന്നു. 90% ആളുകളും ദയനീയമായി പരാജയപ്പെട്ടു പോകുന്നു എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഏതായാലും അപ്പൊ നാം പരിശോധിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കുന്ന ആ 10% ആളുകളാണ് പരാജയപ്പെട്ട ആളുകളാണോ? ആ സ്റ്റോക്ക് മാർക്കറ്റിൽ ആവട്ടെ, ഏത് സാമ്പത്തിക യാത്രയിലാവട്ടെ, വിജയിക്കുന്ന ആ 10% ആളുകളാണോ പരാജയപ്പെട്ടു പോകുന്ന 90% ആളുകളെക്കാൾ അറിവ് കൂടിയ, കഴിവ് കൂടിയ, വിദ്യാഭ്യാസം കൂടിയ, കഠിനാധ്വാനം കൂടിയ ബുദ്ധിശാലികൾ എന്ന അർത്ഥമുണ്ടോ എന്നാണ്. ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം അറിവുള്ള, കഴിവുള്ള, കഠിനാധ്വാനികളായ, ബുദ്ധിശാലികളായ, അറിവുള്ള, കഴിവുള്ള, വിദ്യാഭ്യാസമുള്ള, കഠിനാധ്വാനികളായ ബുദ്ധിശാലികൾ പോലും പിന്തള്ളപ്പെട്ടു പോകുമ്പോൾ, പരാജയപ്പെട്ടു പോകുമ്പോൾ, അറിവില്ലാത്ത, കഴിവില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, കഠിനാധ്വാനികളല്ലാത്ത, ബുദ്ധിശാലികൾ അല്ലാത്തവർ പോലും പണം ഉണ്ടാക്കുന്നത് കാണാം. അപ്പൊ എന്താണ് ആ പണം വരുന്നതിന്റെ പിന്നിലെ രഹസ്യം? അതാണ് നാം ആദ്യം അറിയേണ്ടത്. നിങ്ങൾ സ്വയം പരിശോധിക്കുക. ഈ ഓരോ വാക്കുകളും മറ്റൊരു വ്യക്തി പറയുന്നു എന്നുള്ളതല്ലാതെ, ഈ ഉള്ളവൻ പറയുന്നു എന്നുള്ളതുകൊണ്ടല്ലാതെ, ഇത് അവനവൻ പരിശോധന വിധേയമാക്കുക. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലും പണം ഉണ്ടാക്കാനുള്ള മാർഗദർശനം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പൊ അവനവനോട് സത്യസന്ധതയുള്ളതായിരിക്കുക. ഈ സെഷനിലെങ്കിലും, ഈ സമയത്തെങ്കിലും അവനവനോട്, നമ്മളിൽ എല്ലാവരും ഒരുപാട് പോരായ്മകളും, മുട്ടാപ്പൂക്ക് നയങ്ങളും, ദുർവാശികളും ഒക്കെ ഉള്ളവരാകാം. പക്ഷെ ഈ ഒരു സമയം എല്ലാ മുൻവിധികളും മാറ്റിവെച്ചുകൊണ്ട് അവനവനോട് തന്നെ സത്യസന്ധതയുള്ളവരായി സ്വയം പരിശോധന വിധേയമാക്കുക. അപ്പൊ എന്താണ് പണത്തിന്റെ പിന്നിലെ രഹസ്യം? സാമ്പത്തിക യാത്രയുടെ പിന്നിലെ രഹസ്യം എന്തെന്നാൽ, ഒരു സാമ്പത്തിക യാത്ര വിജയപഥത്തിൽ എത്തണമെങ്കിൽ സാമ്പത്തിക യാത്രയുടെ രണ്ട് ചിറകുകൾ ഒരുപോലെ പ്രവർത്തന നിരതമാകേണ്ടതുണ്ട്. ആ രണ്ട് സാമ്പത്തിക യാത്രയെ വിജയത്തിലെത്തിക്കുന്ന ആ രണ്ട് ചിറകുകളാണ് മൈൻഡ് ആൻഡ് മെത്തേഡ്. ഈ രണ്ട് ചിറകുകളും ഒരുപോലെ പ്രവർത്തന നിരതമായെങ്കിലേ
സാമ്പത്തികം നേടാൻ കഴിയുള്ളൂ. അതിന് അത് വ്യക്തമാക്കി തരാം. കാരണം ഞാൻ നേടും, ഞാൻ നേടില്ല, ഞാൻ പരാജയപ്പെട്ടു, ഞാൻ നേടും, എനിക്ക് നേടണം, എനിക്ക് നേടാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ എന്താണ് നേടുന്നത്? നമ്മുടെ ഹാർട്ട് അല്ല, ലിവർ അല്ല, ബ്രെയിൻ അല്ല, ലിവർ അല്ല, പാൻക്രിയാസ് അല്ല, നമ്മുടെ ബ്രെയിൻ ആണ് നമുക്കായി പണം നേടുന്ന അവയവം. ഏത് അവയവം ഉപയോഗിച്ചാണ് പണം ഉണ്ടാക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും വ്യക്തമായി അറിയാം, അത് ബ്രെയിൻ ഉപയോഗിച്ചാണ്. കണ്ണോ, മൂക്കോ, നാക്കോ, തൊക്കോ, വൻകുടലോ, ഹാർട്ടോ, ലിവറോ, പാൻക്രിയാസോ ഒന്നുമല്ല, ബ്രെയിൻ തന്നെയാണ്. കണ്ണില്ലാത്തവരും കാതില്ലാത്തവരും സംസാരശേഷി ഇല്ലാത്തവരൊക്കെ കോടികൾ സമ്പാദിക്കുന്നവരുണ്ട്. അപ്പോൾ ബ്രെയിൻ ആണ് പണം ഉണ്ടാക്കാനായി ഉപയോഗിക്കാൻ കഴിയുന്ന അവയവം. ബ്രെയിനിന്റെ ചില മാരക നിയമങ്ങളാണ് പണം ഉണ്ടാക്കാൻ കഴിയുമോ ഇല്ലയോ തീരുമാനിക്കുന്നത്. അപ്പൊ അവിടെ മൈൻഡ് ആൻഡ് മെത്തേഡ് എന്ന് സമ്പത്ത് ഉണ്ടാക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ, സ്റ്റോക്ക് മാർക്കറ്റിൽ സമ്പത്ത് ഉണ്ടാക്കണമെങ്കിൽ ട്രേഡിംഗ് സൈക്കോളജി പ്ലസ് ട്രേഡിംഗ് മെത്തേഡ്, ട്രേഡിംഗ് സൈക്കോളജി പ്ലസ് ട്രേഡിംഗ് മെത്തേഡ് ഈസ് ഈക്വൽ ടു മണി. എം ആൻഡ് എം പ്ലസ് മണി എന്നാണ്. എം ആൻഡ് എം പ്ലസ് എം, മൈൻഡ് പ്ലസ് മെത്തേഡ് ഈസ് ഈക്വൽ ടു മണി. സ്റ്റോക്ക് മാർക്കറ്റിലാകുമ്പോൾ അത് ട്രേഡിംഗ് സൈക്കോളജി പ്ലസ് ട്രേഡിംഗ് മെത്തേഡ് ഈസ് ഈക്വൽ ടു മണി, പണം. അപ്പോ ഈ ബ്രെയിനിന്റെ ചില മാരക നിയമങ്ങളാണ് ഒരുവൻ പണം ഉണ്ടാക്കുമോ ഇല്ലയോ തീരുമാനിക്കുന്നത്. അതൊന്നുകൂടെ ലളിതമാക്കിയാൽ, മറ്റൊരു രീതിയിൽ ചോദിച്ചാൽ, ബ്രെയിനിന്റെ നമുക്ക് പണം ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ആ ഫംഗ്ഷൻസിനെ, ബ്രെയിനിന് നിരവധി ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പൊ പറഞ്ഞു ഒന്നുകൂടെ വൈകി വന്നവർക്കായിട്ട് ഇത് 2 സെഷൻസ് ആണ്. അതായത് ട്രേഡിംഗ് സൈക്കോളജി എന്ന വിഷയത്തിന്റെ ചില കാര്യങ്ങൾ പ്രതിപാദിച്ചതിന് ശേഷം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് സെഷനിലേക്ക് പോകാം. സന്തോഷ് മാധവൻ സാർ, കേരളത്തിലെ ഏറ്റവും ലീഡിംഗ് സ്റ്റോക്ക് മാർക്കറ്റ് സ്ട്രാറ്റജിസ്റ്റ് സന്തോഷ് മാധവൻ സാർ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹമാണ് നമ്മൾ സംസാരിക്കുന്നുണ്ടാവുക. പക്ഷെ അതിനു മുൻപ് ചില കാര്യങ്ങളൊന്നും സംസാരിച്ചതിന് ശേഷം ചില അറിയിപ്പുകൾ നൽകിയതിനു ശേഷം നമുക്ക് അതിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ പറഞ്ഞു വന്ന പോയിന്റിലേക്ക് വീണ്ടും മടങ്ങി വരുന്നു. ദേഹശക്തി കൊണ്ടാണോ, ശരീരശക്തി കൊണ്ടാണോ, മനഃശക്തി കൊണ്ടാണോ, ശരീരശക്തി കൊണ്ടാണോ, മനഃശക്തി കൊണ്ടാണോ പണം ഉണ്ടാക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, മനഃശക്തി കൊണ്ടാണ് പണം ഉണ്ടാക്കാൻ കഴിയുക എന്ന്. ദേഹശക്തി കൊണ്ടല്ല, മനഃശക്തി കൊണ്ടാണ് പണം ഉണ്ടാക്കാൻ കഴിയുക എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ മനഃശക്തി കൊണ്ട് എങ്ങനെയാണ് പണം ഉണ്ടാക്കേണ്ടത് എന്നല്ല, ഈ മനഃശക്തി എന്താണെന്ന് തന്നെ പലർക്കും വ്യക്തതയില്ല. കാരണം അതിന് ഉത്തരം വളരെ ലളിതമാണ്. ഞാൻ അതിലേക്ക് വിശദീകരിക്കുന്നില്ല, അത് നമ്മുടെ ക്ലാസ്സുകളിൽ വിശദമായി പഠിപ്പിക്കുന്ന വിഷയമാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ വിശദീകരിക്കുന്നത് ജസ്റ്റ് അത് പെട്ടെന്ന് തന്നെ, കാരണം നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ്, പെട്ടെന്ന് നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. അപ്പൊ ഈ മനഃശക്തി ഉപയോഗിച്ച് എങ്ങനെയാണ് പണം ഉണ്ടാക്കേണ്ടത് എന്നല്ല, എന്താണ് ഈ മനഃശക്തി, പണം ഉണ്ടാക്കാനായി ഉപയോഗിക്കാൻ കഴിയുന്ന മനഃശക്തി എന്താണെന്ന് തന്നെ നമുക്ക് വ്യക്തതയില്ല പലർക്കും. അത് വളരെ ലളിതമായതുകൊണ്ട് തന്നെ അത് മൺമറഞ്ഞു പോയി. കാരണം മനുഷ്യരോട് ലളിതമായ കാര്യങ്ങൾ പറഞ്ഞാൽ മനുഷ്യർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയില്ല. അതൊന്ന് കോംപ്ലിക്കേറ്റഡ് ആക്കി, ഒന്ന് ത്രില്ലിംഗ് ആക്കി നൽകിയെങ്കിൽ മാത്രമേ മനുഷ്യർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് അത് മൺമറഞ്ഞു പോയത്. നമുക്ക് എന്താണ് ഈ മനഃശക്തി എന്ന് നോക്കാം. നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരേ ഒരു മനഃശക്തിയേ ഉള്ളൂ. നമുക്ക് പണമുണ്ടാക്കാനായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരേ ഒരു മനഃശക്തിയാണ് ചിന്ത, തോട്ട്. നേരെ കാര്യം പറയുകയാണ്. അത് ഒന്ന് വളച്ചുകെട്ടി പറഞ്ഞെങ്കിലാണ് അതൊന്നുകൂടെ തറമാവുക. പക്ഷെ നിങ്ങളിവിടെ സാമാന്യ ബുദ്ധിയും അവനവനെ തുറന്നു വെച്ച സത്യസന്ധമായ മനസ്സോടെയുള്ള സാമാന്യ ബുദ്ധി തുറന്നു വെച്ച് ഉപയോഗിക്കുക. നമുക്കത് നോക്കാം. ഒരേ ഒരു മനഃശക്തി ചിന്തയാണ്. നമുക്ക് നിരവധി പേരുകളിൽ നമുക്ക് മനഃശക്തിയെ കാണാൻ കഴിയും. ആത്മവിശ്വാസം, ഇച്ഛാശക്തി, ധൈര്യം, ബേണിംഗ് ഡിസയർ, തീവ്രമായ ആഗ്രഹം തുടങ്ങി പല മനഃശക്തികളെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഏത് മനഃശക്തി എടുത്താലും അത് തലനാരിഴ കീറിയാൽ അത് ചിന്തയിലാണ് എത്തി നിൽക്കുക. അത് ചിന്തയായിരിക്കും. നമുക്ക് നോക്കാം. ആത്മവിശ്വാസം എന്നാൽ എനിക്ക് കഴിയുമെന്ന ഒരു ഡാഷ് അല്ല, എനിക്ക് കഴിയുമെന്ന ചിന്തയാണ്. ഇച്ഛാശക്തി എന്നാൽ എനിക്കത് കഴിഞ്ഞേ പറ്റൂ എന്ന ചിന്തയാണ്. ധൈര്യം എന്നാൽ എനിക്കത് അപകടം കൂടാതെ നടപ്പാക്കാൻ കഴിയുമെന്ന ചിന്തയാണ്. നമുക്കൊരു നെഗറ്റീവ് എടുത്തു നോക്കാം. ഭയം എന്നാൽ ഞാനത് ചെയ്താൽ അപകടം പറ്റിയേക്കാം എന്ന ചിന്തയാണ്. ബേണിംഗ് ഡിസയർ എന്നാൽ എനിക്കത് വേണമെന്ന ചിന്തയാണ്. അപ്പൊ എല്ലാ മനഃശക്തികളും, നിങ്ങൾ ഏത് മനഃശക്തി എടുത്ത് ചോദിച്ചോളൂ, അത് ചിന്തയായിരിക്കും. അപ്പൊ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 1850 സൈക്കോ അനാലിസിസിന്റെ പിതാവ്. അതിനുശേഷം നിരവധി പഠനങ്ങളിലൂടെ ജനറൽ പബ്ലിക്കിനും പൊതുജനത്തിനും സമ്പത്ത് ഉൾപ്പെടെയുള്ള ലക്ഷ്യങ്ങൾ നേടുവാനായി മനഃശക്തി എങ്ങനെ ഉപയോഗിക്കാമെന്ന പഠനശാഖയായ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നു. നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവാം, മനുഷ്യൻ എന്ത് ചിന്തിക്കുന്നുവോ അത് അവൻ ലഭിക്കും. വൈകി വന്നവർക്ക് വേണ്ടി ഒരിക്കൽ കൂടെ പറയുന്നു, അല്ലെങ്കിൽ അവർ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ട്രെയിനിങ് പ്രോഗ്രാം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യം ട്രേഡിംഗ് സൈക്കോളജി എന്ന സെഷന്റെ ചില കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ആദരണീയനായ സന്തോഷ് മാധവൻ സാറ് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതിനു ശേഷം നമ്മൾ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. അദ്ദേഹം നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ മനുഷ്യൻ എന്ത് ചിന്തിക്കുന്നുവോ സന്തോഷ് സാർ ഉണ്ടല്ലോ അല്ലെ? ഇതൊരു സംഭവം. മനുഷ്യൻ
എന്ത് ചിന്തിക്കുന്നുവോ അത് അവന് ലഭിക്കുമെന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്. മനുഷ്യൻ എന്ത് ചിന്തിക്കുന്നുവോ അത് അവന് ലഭിക്കും. അത് വീണ്ടും ഒന്നുകൂടെ പറയുന്നു, മനഃശക്തി, ദേഹശക്തി കൊണ്ടാണോ ഇത് ഒരുപക്ഷെ കേട്ടിട്ടുള്ളവരുണ്ടാകാം, പക്ഷെ കേൾക്കാത്തവരുണ്ടാകാം. അതുകൊണ്ട് കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയാണ് ഒന്നുകൂടെ വ്യക്തമായി അത് പറയുന്നത്. കാരണം സ്റ്റോക്ക് മാർക്കറ്റിലാകട്ടെ നാം നേടേണ്ടത് പണമാണ്. അത് നേടാനായി ഉപയോഗിക്കാൻ കഴിയുന്ന അവയവം ബ്രെയിൻ ആണ്. ബ്രെയിനിന്റെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ശേഷിയുടെ പേരാണ് മനഃശക്തി. മനഃശക്തി എന്നാൽ ചിന്തയാണ്. ആത്മവിശ്വാസം എന്നാൽ എനിക്ക് കഴിയുമെന്ന ചിന്ത, ഇച്ഛാശക്തി എന്നാൽ എനിക്കിത് കഴിഞ്ഞേ പറ്റൂ എന്ന ചിന്ത, അങ്ങനെ എല്ലാ മനഃശക്തികളും ചിന്ത തന്നെയാണ്. മനുഷ്യൻ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് അവന്റെ ബ്രെയിൻ നേടിത്തരിക. ഞാൻ നേടും, ഞാൻ പരാജയപ്പെടുന്നു, എനിക്ക് നേടാൻ കഴിയില്ല, എനിക്ക് നേടാൻ കഴിയുമെന്നൊക്കെ പറയുമ്പോൾ നമുക്കായി അത് നേടിത്തരുന്നത് മനഃശക്തിയാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ മനഃശക്തി ചിന്തയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ മനഃശക്തി സ്റ്റോക്ക് മാർക്കറ്റിലും നമുക്ക് ട്രേഡിംഗ് സൈക്കോളജി എന്ന വിഷയം, ട്രേഡിംഗ് സൈക്കോളജി മീൻസ് അത് ഹ്യൂമൻ സൈക്കോളജി തന്നെയാണ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലാകട്ടെ ഏത് സാമ്പത്തിക മേഖലയിലാകട്ടെ 10% ആളുകൾ മാത്രമേ പണം ഉണ്ടാക്കുന്നുള്ളൂ, ബാക്കി 90% ആളുകളും പരാജയപ്പെട്ടു പോകുന്നു. എന്തുകൊണ്ട്? കാരണം ഇതിവിടെ ബ്രെയിൻ ആണ് നേടിത്തരേണ്ടത്. കാശ് എന്ന് ചിന്തിക്കുന്നവന്റെ ബ്രെയിൻ അവന് കാശ് നേടിക്കൊടുക്കും. നാശം, നഷ്ടം, ലോസ്, പണ്ടാരം, കോപ്പ് തുടങ്ങി സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് നെഗറ്റീവ് ചിന്തിക്കുന്നവന്റെ ബ്രെയിൻ അവൻ അത് നേടിക്കൊടുക്കുകയും ചെയ്യും. ഇത് പെട്ടെന്ന് ഇതേക്കുറിച്ച് ഇത് ആദ്യമായി കേൾക്കുന്ന എല്ലാവർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളുന്നില്ല. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാൻ മാർഗങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. അതിനു മുൻപ് ഇതൊന്ന് സംക്ഷിപ്തമാക്കുന്നു, ഒന്ന് ചുരുക്കി പറയുന്നു. ഒരു സെക്കൻഡ്. സന്തോഷ് സാർ ഇവിടെ ഉണ്ടോ? ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഒരു സെക്കൻഡ് എല്ലാവരും ദയവായി ഒന്ന് ഹോൾഡ് ചെയ്യണേ. ചെറിയൊരു സാങ്കേതിക തടസ്സം. ഒരു സെക്കൻഡ് എല്ലാവരും ഹോൾഡ് ചെയ്യണേ. ചെറിയൊരു സാങ്കേതിക തടസ്സം. എല്ലാവരും ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണേ. ക്ഷമിക്കണം. ഓക്കെ. ഓക്കെ, മറ്റൊന്നുമല്ല, ക്ഷമിക്കണം. സന്തോഷ് മാധവ് സാറിന്റെ സെഷനാണ് നമുക്ക് ഇനി വരേണ്ടത്. അപ്പൊ അദ്ദേഹത്തിന്റെ ജസ്റ്റ് ഒരു ചെറിയൊരു സാങ്കേതിക തടസ്സം വന്നപ്പോൾ എന്താണെന്ന് അന്വേഷിക്കുകയായിരുന്നു. ഓക്കെ, നമുക്ക് വീണ്ടും മടങ്ങി വരാം. അതായത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അതായത് ഇത് നിങ്ങളൊന്നും എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ നിലവിലുള്ളവരും തുടക്കക്കാരും പുതുമുഖങ്ങളും പ്രൊഫഷണൽ ട്രേഡേഴ്സ് പോലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മനഃശക്തിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നാം പണം ഉണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ളതിന് നമ്മുടെ മനഃശക്തി വലിയൊരു പങ്കുണ്ട്. അപ്പൊ നമ്മുടെ മനഃശക്തി ചിന്ത ആയതുകൊണ്ട് നമ്മൾ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരിക്കലും പണത്തെക്കുറിച്ചും ധനത്തെക്കുറിച്ചും ധനാഗമ മാർഗത്തെക്കുറിച്ചും നെഗറ്റീവ് വാക്കുകൾ ചിന്തിക്കുകയോ സംസാരിക്കുകയോ അത്തരം പ്രവർത്തികളിൽ അധികം ഏർപ്പെടുകയോ ചെയ്യരുത്. കാരണം നമ്മൾ ഇല്ല, അല്ല, ഒല്ല, കോപ്പ്, പണ്ടാരം, നാശം, ലോസ് എന്ന് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്ന സിഗ്നൽ അതാണ്. നമ്മുടെ ബ്രെയിൻ അതാണ് നമുക്ക് നേടി തരിക. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് കരുതുന്നു. ഞാനത് പെട്ടെന്ന് ആ വിഷയം അവസാനിപ്പിക്കണം. കാരണം പലർക്കും അത് നിങ്ങൾക്ക് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങൾക്ക് ബോർ അടിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം പെട്ടെന്ന് ആദ്യം കേൾക്കുന്ന എല്ലാവർക്കും ഒന്ന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളുന്നില്ല. നമ്മുടെ ഇനിയുള്ള സെഷനുകളിലും ക്ലാസ്സുകളിലും നമുക്കത് വിശദമായി തന്നെ പഠിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ നോക്കൂ, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, നമ്മുടെ ലക്ഷ്യം പണമാണ്, നമ്മുടെ മനഃശക്തിയാണ് നമുക്ക് ഏത് ലക്ഷ്യങ്ങളും നേടിത്തരുന്നത്. പണം ഉണ്ടാക്കാനായി ഉപയോഗിക്കാൻ കഴിയുന്നതും ദേഹശക്തിയല്ല, മനഃശക്തിയാണ്. സ്റ്റോക്ക് മാർക്കറ്റിലും അത് തന്നെയാണ്. അപ്പൊ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ നമ്മുടെ ലക്ഷ്യം പണമായതുകൊണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് മാർഗമാണ്, സ്റ്റോക്ക് മാർക്കറ്റിലെ ലക്ഷ്യം പണമായതുകൊണ്ട്, അത് സ്റ്റോക്ക് മാർക്കറ്റിലെ ഏത് സെഗ്മെന്റ് ആകട്ടെ, ഇൻട്രാഡേ, സ്വിംഗ് ട്രേഡിംഗ്, ഇൻവെസ്റ്റ്മെന്റ്, ഓപ്ഷൻ ബൈയിങ്, ഓപ്ഷൻ സെല്ലിംഗ്, അത് നിഫ്റ്റി, ഏതിലാവട്ടെ പണമാണ് ലക്ഷ്യം. അപ്പൊ നമ്മുടെ മനഃശക്തി പണം നേടണമെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്ക് നാം കൊടുക്കുന്ന സിഗ്നൽ എപ്പോഴും പണത്തെ കുറിച്ച് പോസിറ്റീവ് ആയിരിക്കണം. അപ്പം ക്യാഷ്, പണം, പ്രോഫിറ്റ്, അവിടെ പ്രോഫിറ്റ് മൈൻഡഡ് ആയിരിക്കണം. അത് ഓക്കെ. ഇപ്പൊ സന്തോഷ് സാർ ഇവിടെ ഉണ്ടെന്ന് കരുതുന്നു അല്ലേ? സന്തോഷ് സാർ ഉണ്ടല്ലോ അല്ലേ?
സന്തോഷ് സാറിന് കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാം ക്ലിയർ ആണ് സാർ. ഓക്കെ, അപ്പോൾ ഇത്ര നേരം പറഞ്ഞു വന്ന അതിന്റെ ടോട്ടൽ പോയിന്റ് ആണ്. ആദ്യം തുടങ്ങിയിടത്തേക്ക് ഒന്ന് മടങ്ങിപ്പോകാം. കാരണം ഏത് മേഖലയാകട്ടെ, ഏത് സാമ്പത്തിക മേഖലയാകട്ടെ, സ്റ്റോക്ക് മാർക്കറ്റ് ആകട്ടെ, അറിവുള്ള, കഴിവുള്ള, വിദ്യാഭ്യാസമുള്ള, കഠിനാധ്വാനികളായ ബുദ്ധിശാലികൾ പോലും പരാജയപ്പെടുമ്പോൾ, അറിവില്ലാത്ത, കഴിവില്ലാത്ത, ബുദ്ധിശാലികളല്ലാത്ത, കഠിനാധ്വാനികളല്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്തവർ വിജയിക്കുന്നതിന്റെ കാരണം ആരാണ്? എന്താണ് ആ 10% ആളുകളെ പണം ഉണ്ടാക്കുന്നവരായി മാറ്റുന്നത്? എന്താണ് ഈ 90% ആളുകളും പരാജയപ്പെടുന്നതിന്റെ മനഃശാസ്ത്രപരമായ കാരണം? അത് ട്രേഡിംഗ് സൈക്കോളജിയിലും ബാധകമാണ്. അതിന്റെ പേരാണ് റിച്ച് മൈൻഡ് സെറ്റ്. റിച്ച് മൈൻഡ് സെറ്റ്. നമ്മുടെ മൈൻഡിന്, നമ്മുടെ മനഃശക്തിക്ക്, നമ്മുടെ മൈൻഡിന് വലിയ പങ്കുണ്ട്. പണം ഉണ്ടാക്കുന്നതിൽ മൈൻഡിന് പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, മൈൻഡിന് പങ്കുണ്ട് എന്ന് മാത്രമല്ല, മൈൻഡിനെ പങ്കുള്ളൂ. ഒരു ശരിയായ മെത്തേഡ്, ഒരു ശരിയായ ട്രേഡിംഗ് മെത്തേഡ് നമ്മൾക്ക് തെറ്റിക്കാതെ അത് പ്രയോഗിക്കണമെങ്കിൽ പോലും മൈൻഡിന് വലിയ പങ്കുണ്ട്. അപ്പൊ അതിന്റെ ടോട്ടലി പണം ഉണ്ടാക്കുന്ന ആ മൈൻഡ് സെറ്റിന്റെ പേരാണ് റിച്ച് മൈൻഡ് സെറ്റ്. റിച്ച് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാനും നിലനിർത്താനൊക്കെ നിരവധി ടെക്നിക്കുകളുണ്ട്, മനഃശാസ്ത്രപരമായ നിരവധി ടെക്നിക്കുകളുണ്ട്. എന്തായാലും പുവർ മൈൻഡ് സെറ്റ് ഉള്ള 90% ആളുകൾ ധനികരല്ലാതായി മാറുന്നു. അവർ ഏത് മേഖലയിൽ കാലുവെച്ചാലും, അവർ സ്റ്റോക്ക് മാർക്കറ്റ് ഇറങ്ങിത്തിരിച്ചാലും പുവർ മൈൻഡ് സെറ്റ് കൊണ്ടാണ് ഇറങ്ങിത്തിരിക്കുന്നതിൽ അവർക്ക് പണം ഉണ്ടാക്കാൻ കഴിയില്ല. റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തിക്ക് പണം ഉണ്ടാക്കാൻ കഴിയുന്നു. അതിലെ പുവർ മൈൻഡ് സെറ്റ് ഒഴിവാക്കാനും റിച്ച് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് നിലനിർത്താൻ വേണ്ടുന്ന അടിസ്ഥാന ഘടകമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഘടകം തന്നെയാണ്. അത് നിങ്ങൾക്ക് അറിയുന്നവർക്ക് അറിയാം, അത് അറിയാത്തവർ മനസ്സിലാക്കിക്കൊള്ളുക. വാട്ട് യു തിങ്ക് ദാറ്റ് യു ബി. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതായി തീരുന്നു. അപ്പൊ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നവരും ആദ്യം നമ്മുടെ ചിന്താ പ്രോസസ്, നമ്മുടെ തോട്ട് പ്രോസസ്, നമ്മുടെ ചിന്താധാര, നമ്മുടെ മനഃശക്തിയാണ് റൈറ്റ് ആംഗിളിലേക്ക് കൊണ്ടുവരേണ്ടുന്നത്. മണി മണി മണി, ക്യാഷ് ക്യാഷ് ക്യാഷ്, പ്രോഫിറ്റ് പ്രോഫിറ്റ് പ്രോഫിറ്റ്. നിങ്ങൾ പ്രോഫിറ്റ് മൈൻഡഡ് ആയിരിക്കണം. ലോസ് ഇല്ല, അല്ല, ഒല്ല, പണ്ടാരം, ദോഷം, പൊളിവ് 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 പൊളിവെന്ന് റിപ്പീറ്റഡ്ലി ചിന്തിക്കരുത്. നമ്മുടെ മനസ്സിനെ ആശ്വസിക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ എന്താ പറയുക, സ്വന്തം സങ്കടങ്ങളോ നിരാശകളോ കൊണ്ടോ പോലും ഇല്ല, അല്ല, ഒല്ല, നാശം, പൊളിവ് പൊളിവ് എന്ന് റിപ്പീറ്റ് ചെയ്യുന്നവർ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തെല്ലാം മെത്തേഡുകൾ ചെയ്താലും മനഃശക്തിയാണ്, മൈൻഡാണ്, ബ്രെയിൻ ആണ് നേടിത്തരേണ്ടത് എന്നതിനാൽ, ബ്രെയിനിലേക്ക് നെഗറ്റീവാണ് കൊടുത്തത് എന്നതിനാൽ ആ ആഗ്രഹിച്ച പണം നേടാൻ കഴിയുകയില്ല. അതിനാൽ എപ്പോഴും നിങ്ങൾ റിച്ച് മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതിനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ ഇനിയും പ്രതിപാദിക്കുന്നുണ്ടാവും. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, നമ്മുടെ ചിന്തകളിലും സംസാരങ്ങളിലും പണത്തെക്കുറിച്ചും പണാഗമ മാർഗത്തെക്കുറിച്ചും ധനത്തെക്കുറിച്ചും ധനാഗമ മാർഗത്തെക്കുറിച്ചും ഇല്ല, അല്ല, ഒല്ല, കോപ്പ്, നാശം, പണ്ടാരം, പണം, പുല്ലട തുടങ്ങിയ ആ പണത്തിനെ അവഗണിക്കുന്ന, ലഘൂകരിക്കുന്ന വാക്കുകൾ പറയാതിരിക്കുക. അപ്പോഴാണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലും പണം ഉണ്ടാക്കാൻ കഴിയുക. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ ലക്ഷ്യം പണമാണ്. ഇനി മാർക്കറ്റിൽ എവിടെയാണ് ഇത് വിജയിക്കുമോ പരാജയപ്പെടുമോ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു വ്യക്തി വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് പറയാം. ഓക്കെ, നല്ലൊരു ചോദ്യം, നല്ലൊരു സന്തോഷം. കുറച്ച് മെല്ലെ പറയാമെന്നാണ് ചോദിച്ചിട്ടുണ്ട്. വീണ്ടും ഞാനത് ഏറ്റവും സന്തോഷത്തോടെ അത് നിർദ്ദേശം, കാരണം സ്വല്പം വേഗത ഞാൻ കൂട്ടിയിരുന്നു. അപ്പൊ കുറച്ചുകൂടെ വേഗത കുറയ്ക്കാം നമുക്ക്. അപ്പോ സന്തോഷം, ആ ഒരു നിർദ്ദേശത്തിന് വളരെ സന്തോഷം, നന്ദിയും അറിയിക്കുന്നു. ഒന്നുകൂടെ പറയാം, എവിടെയാണ് ഈ പരാജിതരും വിജയികളും വേർതിരിക്കപ്പെടുന്നത്? സ്റ്റോക്ക് മാർക്കറ്റിലാകട്ടെ, ലോകത്ത് ഏത് മേഖലയിലാകട്ടെ, ഇറങ്ങിത്തിരിക്കുന്ന എല്ലാവരും വിജയിക്കുന്നില്ല, 10% ആളുകളെ വിജയിക്കുന്നുള്ളൂ. അപ്പം എവിടെയാണ് ഈ വിജയികളും പരാജിതരും വേർതിരിക്കപ്പെടുന്ന ഒന്നാം ഘട്ടം? ശ്രദ്ധിച്ച് കേട്ടോളൂ. അത് നമ്മളെല്ലാ മുൻവിധികളും മാറ്റിവെച്ച് കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ലോകത്തെ ഏത് മേഖലയാകട്ടെ, 10% ആളുകൾ വിജയിക്കുന്നു, 90% ആളുകളും പരാജയപ്പെടുന്നു. ആ വിജയിക്കുന്ന, ആ ജീവിതത്തിൽ ഉടനീളം അത് കരിയറാക്കി നിലനിർത്തിയ, ഏത് മേഖലയാകട്ടെ സമ്പത്ത് നേടിയ, കരിയറാക്കി നിർത്തിയ എല്ലാവരും തന്നെ അതാത് മേഖലയിൽ ട്രെയിൻഡ് ആണ്, പരിശീലനം നേടിയവരാണ്. എല്ലാ ധനികരും ട്രെയിൻഡ് ആണ്. ഇത് ധനികരല്ലാത്തവർ പെട്ടെന്ന് അംഗീകരിക്കുകയില്ല. ഞങ്ങൾ കണ്ടില്ലല്ലോ അവർ ട്രെയിൻഡ് ആകുന്നത് എന്നാണ് പറയുക. അത് അവർ ആ 90% ധനികരല്ലാത്തവരും മുട്ടാപ്പോക്കുകളിന്മേലും ദുർവാശികളിന്മേലും എന്താ പറയാ, ദുർവാശി നയങ്ങളിന്മേലും മുട്ടാപ്പോക്ക് നയങ്ങളിന്മേലും വ്യാപരിക്കുന്നവരായിരിക്കും. ആ 10% ആളുകളാകട്ടെ വിവേകം ഉപയോഗിച്ച്, വളരെ വിവേകത്തോടെ ചിന്തിച്ച് ബുദ്ധിപൂർവം തീരുമാനമെടുക്കുകയും ബുദ്ധിപൂർവം എടുക്കുന്ന തീരുമാനം ഇച്ഛാശക്തിയോടെയും ധീരതയോടെയും നടപ്പാക്കുന്നവരുമായിരിക്കും. നിങ്ങൾ ഈ ഒരു ചൊല്ല് കേട്ടിട്ടുണ്ടാകാം, ധീരനെയെ ഭാഗ്യവും തുണയ്ക്കൂ എന്ന്. ധീരനെയെ ഭാഗ്യവും തുണയ്ക്കൂ എന്ന്. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിലും നാം കണ്ണു തുറന്ന്, അകക്കണ്ണു തുറന്ന് കാണേണ്ടതുണ്ട്. അതിനകത്ത്
പരിശീലനം നേടിയവരാ വിജയിക്കുക. നമുക്ക് ലോകത്തേക്ക് നോക്കിയാൽ കാണാം, ബഹുഭൂരിപക്ഷം പേരും സ്റ്റോക്ക് മാർക്കറ്റിന്റെ സാധ്യതകൾ കണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിന്റെ സാധ്യത കണ്ടിട്ട് എടുത്തങ്ങ് ചാടും. സാധ്യത മാത്രം കണ്ട് എടുത്ത് ചാടും. എവിടെ എൻട്രി എടുക്കണം, എവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം, ഏറ്റവും മിനിമം നോളജ് പോലും ഉണ്ടാവില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും മിനിമം വേണ്ടുന്ന 2 നോളജ് ആണ്: എവിടെ എൻട്രി എടുക്കണം, എവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം. അത് എടുത്തു പറയാൻ കാരണം നിങ്ങളിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉള്ളവർക്കറിയാം, ഒന്നുകൂടെ വേഗത കുറയ്ക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൽ ഉള്ളവർക്കറിയാം, മലയാളികൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പേടി ലോസിനെയല്ല, പ്രോഫിറ്റിനെയാണ്. മലയാളികൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പേടി ലോസിനെയല്ല, പ്രോഫിറ്റിനെയാണ്. ലോസ് പുഷ്പം പോലെ മലയാളി നോക്കിയിരിക്കും. ലോസ് കൂളായി നോക്കിയിരിക്കും, പുഷ്പം പോലെ നോക്കിയിരിക്കും. പ്രോഫിറ്റ് കണ്ടാൽ മുട്ടുകൂട്ടിയിരിക്കും. നിങ്ങൾ അറിയുന്നവർക്കറിയാം, മലയാളി ലോസ് പുഷ്പം പോലെ നോക്കിയിരിക്കും, പ്രോഫിറ്റ് കണ്ടാൽ മുട്ടുകൂട്ടിയിരിക്കും. അത് എന്തുകൊണ്ടെന്നാൽ എവിടെയാണ് ശരിയായ പ്രോഫിറ്റ് ബുക്കിംഗ് പോയിന്റ് എന്ന് അറിയാത്തതാണ്. അതിനൊരു ശാസ്ത്രീയ മെത്തേഡ് ഉണ്ട്. അത് കണ്ടെത്താൻ മെത്തേഡുകളുണ്ട്. അതിന് ആ കാൻഡിൽ സ്റ്റിക്കിന്റെ റീഡിംഗ് പഠിച്ചേ പറ്റൂ. നമുക്കറിയില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ചെയ്താൽ വിജയിക്കാൻ കഴിയില്ല. വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ആ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ പൂർത്തിയാക്കാം. അതായത് മലയാളി ട്രേഡിംഗിൽ ഇരിക്കുകയാണ്. അത് യൂട്യൂബ് അറിവുകളും മറ്റുള്ളവർ പറഞ്ഞു കേട്ട അറിവുകളും വെച്ചാണ് ഇരിക്കുന്നത് ഓർക്കണം. എന്നിട്ട് ലോസ് 250, നോ പ്രോബ്ലം. ലോസ് 500, നോ ഇഷ്യൂ. ലോസ് 750, കൂൾ. ലോസ് 1000, നോ ഇഷ്യൂ. പക്ഷെ പിറ്റേന്ന് 2000 വരെ പ്രോഫിറ്റ് കൂളായി നോക്കിയിരുന്നു ഇരിക്കട്ടെ. പിറ്റേന്നത് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പ്രോഫിറ്റ് 250 മുട്ടുകൂട്ടിയിരിക്കാൻ തുടങ്ങി. പ്രോഫിറ്റ് 500 വിറയ്ക്കാൻ തുടങ്ങി. പ്രോഫിറ്റ് 750 വേർക്കാൻ തുടങ്ങി. പ്രോഫിറ്റ് 750 യെസ്, പ്രോഫിറ്റ് 750 കട്ട് ചെയ്യും, അല്ലെങ്കിൽ 500 കട്ട് ചെയ്യും. അപ്പോഴത്തേക്കും വേർപ്പായി, ശ്വാസം മുട്ടായി, വിറയ്ക്കാൻ തുടങ്ങി, മുട്ടുകൂട്ടിയിരിക്കാൻ തുടങ്ങി. ലോസ് 2000 എങ്കിൽ പ്രോഫിറ്റ് 500 എന്നതാണ് മലയാളിയുടെ ട്രേഡിംഗ് രീതി. അത് എന്തുകൊണ്ടെന്നാൽ അതിന് ചില ശാസ്ത്രീയ മാനദണ്ഡങ്ങളുണ്ട്. എവിടെ എൻട്രി എടുക്കണം, എവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം, എന്തുകൊണ്ട് എൻട്രി എടുക്കണം, എന്തുകൊണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം എന്നതിന് ചില ശാസ്ത്രീയ മാനദണ്ഡങ്ങളുണ്ട്. ഇതറിയാത്ത മലയാളി മറ്റേ അമ്മൂമ്മ സൂചി തപ്പുന്നത് പോലെയാണ്. മുറിക്കുള്ളിൽ സൂചി നഷ്ടപ്പെട്ട അമ്മൂമ്മ അവിടെ ഇരുട്ടായതുകൊണ്ട് പുറത്തിറങ്ങി മുറ്റത്ത് സൂചി തപ്പുന്നത് പോലെ നമുക്ക് ശരിയായ മാർഗം അറിയില്ലാത്തത് കൊണ്ട് നാം അറിയാത്ത മാർഗങ്ങളിലൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നു, കാശ് നഷ്ടപ്പെടുത്തുന്നു. കുറെ കാലം കഴിഞ്ഞ് മാർക്കറ്റിനെ കുറ്റം പറഞ്ഞ് പിൻവാങ്ങുകയും ചെയ്യുന്നു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ആര്യനന്ദ ബോംബെയിൽ പോയി സംഗീത മത്സരത്തിൽ പങ്കെടുത്ത് യെസ് അതൊക്കെ മാറ്റാം സാർ, നമുക്ക് മാറ്റാം. ഇനി അടുത്ത എല്ലാവരും, ഇപ്പൊ ഇവിടെയുള്ള എല്ലാവരും അടുത്ത് പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വിവേകത്തോടെ ധീരതയോടെ കേൾക്കുക. ഇവിടെ വേറൊരു വ്യക്തി പറയുന്നു എന്ന് ചിന്തിക്കേണ്ട. അവനവന്റെ മനസാക്ഷി കൊണ്ട് കേൾക്കുക, അവനവന്റെ വിവേകം കൊണ്ട് തിരിച്ചറിയുക, അവനവന്റെ കരുത്തുറ്റ ധൈര്യം കൊണ്ട് നടപ്പാക്കുക. നിങ്ങൾ സ്വയം ചിന്തിക്കുക. ഈ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും സ്വയം ചിന്തിക്കുക. അപ്പൊ പറഞ്ഞു വന്ന പോയിന്റ്, ആര്യനന്ദ ബോംബെയിൽ പോയി സംഗീത മത്സരത്തിൽ പങ്കെടുത്ത് 1 കോടി രൂപ സമ്മാനം നേടി എന്ന് കേട്ട ഉടനെ സംഗീതം പഠിക്കാത്ത കുറെ പേര് ബോംബെക്ക് വണ്ടി കയറിയിട്ട് പ്രയോജനമില്ല എന്നതുപോലെയാണ് രാകേഷ് ജുൻജുൻവാലയും വാറൻ ബഫറ്റും ഒക്കെ കോടിക്കണക്കിന് രൂപ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നേടി എന്ന് കേട്ട ഉടനെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒന്നും പഠിക്കാതെ യൂട്യൂബ് അറിവുകളും മറ്റുള്ളവർ പറഞ്ഞു കേട്ട അറിവുകളും വെച്ച് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എടുത്തു ചാടിയിട്ട് പണം നഷ്ടപ്പെടുത്തിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഏത് മേഖലയാകട്ടെ അതിൻ്റെതായ ചില മെത്തേഡുകളും ട്രിക്കുകളും ഫോർമുലകളും ഉണ്ട്. അതൊന്നും അറിയേണ്ടതുണ്ട്. ഒരു സംഗീത മത്സരത്തിലോ ചെസ് മത്സരത്തിലോ എന്ത് സംഗതിക്കാണെങ്കിലും അത് ഗൗരവമായി എടുക്കുന്നവർ അതിൽ പരിശീലനം നേടിയാണ് ഇറങ്ങുന്നത്. PSC എക്സാം സീരിയസ് ആയി എടുക്കുന്നവർ PSC കോച്ചിങ്ങിന് പോകും. എന്തിനേറെ ഒരു സംഗീത മത്സരത്തിൽ പോലും സീരിയസ് ആയി പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ, സംഗീതം കരിയർ ആക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നവർ അതിൽ പരിശീലനം നേടിയാണ് ഇറങ്ങിത്തിരിക്കുന്നത്. സംഗീതമാവട്ടെ, ചെസ് ആവട്ടെ, നൃത്തമാവട്ടെ, എന്താ പറയാ, ഭരതനാട്യത്തിൽ ഒരു കരിയർ ആഗ്രഹിക്കുന്ന വ്യക്തി അത് വെറുതെ യൂട്യൂബ് അറിവുകളും മറ്റുള്ളവർ പറഞ്ഞിട്ട് അറിവുകൾ വെച്ച് ഒരിക്കലും ഇറങ്ങി തിരിച്ച് വിജയിച്ച് അത് കരിയർ ആക്കിയ ചരിത്രമില്ല. അപ്പോഴാണോ പണം മുടക്കി പണം നേടുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ? അതിൽ പഠിക്കാൻ ചില കാര്യങ്ങളുണ്ട്. അതിനാവശ്യമായ ടൈം, മണി, എഫർട്ട് എന്നിവ മുടക്കി പഠിക്കാൻ തയ്യാറാകുന്ന 10% ആളുകൾ അത് നേടുക തന്നെ ചെയ്യും. താങ്ക് യു സാർ. മുട്ടാപ്പോക്കുകളും ദുർവാശികളും എല്ലാത്തിനെയും എന്തിനേയും നെഗറ്റീവായി കാണുന്നവർക്കുമുള്ളതല്ല സ്റ്റോക്ക് മാർക്കറ്റ്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം, നിങ്ങളത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക, നിശ്ചയിക്കുക. പക്ഷെ അത് എത്ര പേർ ഉൾക്കൊള്ളുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നു, ഇവിടെ സന്തോഷ് മാധവൻ സാർ നയിക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക്
ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വെറും 10,000 രൂപ ക്യാപിറ്റൽ കൊണ്ട് വെറും 10,000 രൂപ ക്യാപിറ്റൽ കൊണ്ട് വെറും 10,000 രൂപ ക്യാപിറ്റൽ കൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായിരുന്ന രാകേഷ് ജുൻജുൻവാല നേടിയത്രയും സാമ്പത്തികം നേടാൻ കൊച്ചിയിൽ വെച്ച് നടക്കുന്ന മലയാളികൾ നടത്തുന്ന കേരളത്തിലെ ഏറ്റവും ലീഡിംഗ് സ്റ്റോക്ക് മാർക്കറ്റ് സ്ട്രാറ്റജിസ്റ്റ് സന്തോഷ് മാധവൻ സാർ നയിക്കുന്ന ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞാൽ എത്ര പേര് അത് ഉൾക്കൊള്ളും? ഒന്നുകൂടെ പറയുന്നു. അതായത് വെറും 10,000 രൂപ ക്യാപിറ്റൽ കൊണ്ട് വെറും 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്, ക്ലാസിന്റെ ഫീസിനെ കുറിച്ചല്ല പറയുന്നത്, വെറും 10,000 രൂപ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് നിങ്ങൾ ഓരോരുത്തരെയും വെറും 10,000 രൂപ ക്യാപിറ്റൽ കൊണ്ട് വെറും 10,000 രൂപ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായിരുന്ന, എന്റെ മുഖത്ത് നോക്കിയിരിക്കുമല്ലോ അവരും കേട്ടോ, സത്യസന്ധമായ മനസ്സോടെ വെറും 10,000 രൂപ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ കൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായിരുന്ന രാകേഷ് ജുൻജുൻവാല നേടിയത്രയും നേടാൻ നിങ്ങളെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? ആദ്യം തന്നെ, അതായത് നമ്മളാണ് സകല ആടുമാഞ്ചിയം തേക്ക് ആനമയിൽ ഒട്ടകത്തിലും കൊണ്ടുപോയി കാശ് കളയും നമ്മള്. പക്ഷെ ഇത് പഠിപ്പിക്കാന്ന് പറയുമ്പോൾ പലരും എന്താ പറയാ, ഇത് ഭയങ്കര ഉടായ്പാണ് പറയുന്നത്, ഭയങ്കര തട്ടിപ്പായിരിക്കും, അവർക്കത് അറിയാമെങ്കിൽ അതങ്ങ് നേടിയാൽ പോരെ, പിന്നെ എന്തിന് പഠിപ്പിക്കാൻ നിൽക്കുന്നു, ഇപ്പോഴത്തെ നിങ്ങൾ അതൊക്കെ നേടുന്നുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കും. ഓക്കെ, പലരും റെഡി എന്ന് പറയുന്നു. അങ്ങനെ ഇതാ പറയുന്നു, അതായത് അതിന് ടൈം, മണി, എഫർട്ട് എന്നിവ മുടക്കേണ്ടതുണ്ട്. അത് എല്ലാവരും മുടക്കുമെന്ന് കരുതിക്കൊണ്ടുമല്ല നമ്മളിത് പറയുന്നത്. അത് സന്തോഷ് മാധവ് സാർ നയിക്കുന്ന ക്ലാസ് ഇത് പഠിപ്പിക്കുന്നുണ്ട്. വെറും 10,000 രൂപ ക്യാപിറ്റൽ മുടക്കിക്കൊണ്ട് വെറും 10,000 രൂപ ക്യാപിറ്റൽ കൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായിരുന്ന രാകേഷ് ജുൻജുൻവാല നേടിയത്രയും നേടാൻ നിങ്ങളെ പഠിപ്പിക്കാം. ഒരുപക്ഷെ ഇത്രയും പറയുമ്പോൾ ന്യായമാണ്, ഇത് വല്ല വെറുതെ കാശ് കളഞ്ഞാൽ അവരത് പഠിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നൊരു സംശയം വരുന്നത് വരെ ന്യായമാണെന്ന് ഞങ്ങളും പറയാം. പക്ഷേ അടുത്ത വാചകം ശ്രദ്ധാപൂർവം കേൾക്കുക. നേരിട്ട് നടത്തുന്ന ക്ലാസ്സിൽ, അതായത് നേരിട്ട് നടത്തുന്ന വൺ ഡേ ക്ലാസ്സും നമ്മൾ സെഷൻ ഉണ്ട് കേട്ടോ, ഇതിപ്പോ ഞാനൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതിന് ശേഷം സന്തോഷ് മാധവ് സാറ് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് വിജയിക്കാൻ ആവശ്യമുള്ള ചില കാര്യങ്ങളായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഇവിടെയുണ്ട് നമ്മോടൊപ്പം. അപ്പൊ വീണ്ടും പറയുന്നു, ഒരുപക്ഷെ വെറും 10,000 രൂപ ക്യാപിറ്റൽ കൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് ആവർത്തിക്കുന്നത് പലരും മിസ്സാകുന്നത് കൊണ്ടാണ് കേട്ടോ. പലർക്കും നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ട്, മിസ്സായി ആർക്കും ശ്രദ്ധയിൽപ്പെടാതെ പോകരുത് എന്നതുകൊണ്ടാണ് ആവർത്തിക്കുന്നത്. അത് ദയവായിട്ടത് മനസ്സിലാക്കുക. പിന്നെ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഈ ആവർത്തിക്കുന്നതിന് മറ്റൊരു രഹസ്യം കൂടെ, ഒരു പവർഫുൾ രഹസ്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ഇവിടെ SMT അക്കാഡമി നയിക്കുന്ന കേരളത്തിലെ ലീഡിംഗ് സ്റ്റോക്ക് മാർക്കറ്റ് സ്ട്രാറ്റജിസ്റ്റ് സന്തോഷ് മാധവൻ നയിക്കുന്ന നേരിട്ട് നടത്തുന്ന വൺ ഡേ ക്ലാസ്, അതിന്റെ പിറ്റേന്ന് മുതൽ മാർക്കറ്റ് ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ 7:30 മുതൽ 9:30 വരെ ഓൺലൈൻ സൂം ലൈവ് ഫോളോ അപ്പ് ഉണ്ട്. നിങ്ങൾ ഒരു ക്ലാസ് തന്നെ വിടുക മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ 3 മാസത്തെ കോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ആ 3 മാസക്കാലം ഫോളോ അപ്പ് ക്ലാസ് ഉണ്ട്. ആ 3 മാസക്കാലവും ആഴ്ചയിൽ 2 ദിവസം വീതം ലൈവ് സെഷൻസ് ഉണ്ട്. സന്തോഷ് സാർ നയിക്കുന്ന ലൈവ് സെഷൻസും ഉണ്ട്. അവിടെ വ്യക്തമായി പറയുന്നു, ഒരു അവ്യക്തമായിട്ടോ അല്ലെങ്കിൽ ഉഴപ്പൻ മട്ടിലോ അല്ല, വളരെ വ്യക്തമായി കൃത്യമായി പറയുന്നു, നിങ്ങൾ ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും 10,000 രൂപ മുതൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായ രാകേഷ് ജുൻജുൻവാല നേടിയത്രയും നേടാൻ പഠിപ്പിക്കാം. ന്യായമായ ഒരു സംശയം ഉണ്ടാകും, ഇത് നടക്കുന്ന കാര്യമാണ്, അത് അവിടെ വരെയൊക്കെ ന്യായമാണ്, ഇത് നടക്കുന്ന കാര്യമാണോ. പക്ഷെ ഒരുപക്ഷെ നിങ്ങൾക്ക് അതായത് നമുക്ക് എല്ലാവർക്കും ഒരു വിവേകവും ബുദ്ധിയും സാമാന്യ ബുദ്ധിയും ഉണ്ടല്ലോ. ആ സാമാന്യ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, വെറുതെ ഇങ്ങനെ അനൗൺസ് ചെയ്ത് പോകാൻ കഴിയില്ല. ഒരു ക്ലാസ് മുറിയിൽ വെറുതെ അനൗൺസ് ചെയ്ത് പഠിപ്പിക്കാതെ പോകാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കറിയാം. അത് മാത്രമല്ല, ഈ പറയുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അയാൾക്ക് അത് എന്തോ, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സന്തോഷ് സാറിന് അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ അത് പഠിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. ജസ്റ്റ് മനസ്സിലാക്കുന്ന ചെറിയ സാമാന്യ ബുദ്ധി മതി. പക്ഷെ ഇനി അത് ഊട്ടി ഉറപ്പിക്കുന്ന കാര്യം കൂടെ പറയാം. പക്ഷെ എങ്കിലും ന്യായമായ സംശയം ഉണ്ടായേക്കും, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, അവർക്ക് അതറിയാമല്ലോ, അവരൊക്കെ ചെയ്ത് സ്വയം നേടിയാൽ പോരെ, പിന്നെ എന്തിനു പഠിപ്പിക്കാൻ നിൽക്കുന്നു, ഇങ്ങനെയൊക്കെ പല സംശയങ്ങൾ ഉണ്ടായേക്കാം. അതെല്ലാം ദൂരീകരിക്കുന്ന ഒരു ഡീൽ കൂടെ പറയാം. നിങ്ങൾക്കത് ക്ലാസ്സിൽ ബോധ്യമായില്ല എങ്കിൽ ഈ ശനിയാഴ്ച ഏപ്രിൽ 27, ഈ വരുന്ന ശനിയാഴ്ച, കമ്മിങ് സാറ്റർഡേ 27-ാം തീയതി ശനിയാഴ്ച രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:40 വരെ കൊച്ചിയിൽ ഹോട്ടൽ ലൂമിനാരയിൽ വെച്ചാണ് ക്ലാസ് നടക്കുന്നത്. ഈ പറഞ്ഞ കാര്യം സത്യമെന്ന ക്ലാസ്സിൽ നിങ്ങൾക്ക് 100% ക്ലിയർ ആയി ബോധ്യമായില്ല എങ്കിൽ നിങ്ങൾക്കും അത് കഴിയുമെന്ന്, വെറും 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്, വെറും 10,000 രൂപ ക്യാപിറ്റൽ കൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായിരുന്ന രാകേഷ് ജുൻജുൻവാല നേടാൻ നിങ്ങളെ ആ ക്ലാസ്സിൽ പഠിപ്പിക്കും. അത് നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ വളരെ സത്യസന്ധമായി നിങ്ങൾക്ക് സ്വയം അത് ബോധ്യമായില്ല എങ്കിൽ വൈകുന്നേരം ക്ലാസ് കഴിയുമ്പോൾ തന്നെ മുഴുവൻ ഫീസും തിരികെ നൽകുന്നതാണ് എന്ന ഫീസ് രീതിയാണ്. വെറും 10,000. അപ്പം നിങ്ങളത് നേടുന്നുണ്ടോ, അത് നടക്കും, അതിനെല്ലാം ഉത്തരം ആ ക്ലാസ്സിൽ ലഭിക്കും. പിന്നെ എന്താ നഷ്ടപ്പെടാനുള്ളത്? ഒന്നും നഷ്ടപ്പെടാനില്ല. 14,000 രൂപയാണ് ഫീസ്, 14,000 ആണ് ഫീസ്. 3 മാസക്കാല ഫോളോ അപ്പ് ക്ലാസ്സും 3 മാസക്കാല
ആഴ്ചയിൽ 2 ദിവസം വീതം ലൈവ് സെഷൻസ് ഉൾപ്പെടെ 14,000 ആണ്. അത് നമ്മുടെ ആയുഷ്കാലം മുഴുവൻ വൻതോതിൽ പണം നേടാനുള്ള ഒരു സ്കിൽ ആർജിക്കാനുള്ള ഒരു സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിനൊന്നും വലിയ തുകയായിട്ടൊന്നും കാണരുത്, അതൊക്കെ വളരെ നിസ്സാര തുകയാണ്. കാരണം വെറും ആ ഒരൊറ്റ ഫീസ് കൊണ്ട്, വെറും 14,000 രൂപ മുതൽ മുടക്കിക്കൊണ്ട് ആ ഒരൊറ്റ ക്ലാസ് പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ബോധ്യമാകും വെറും 10,000 രൂപ ക്യാപിറ്റൽ കൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായിരുന്ന രാകേഷ് ജുൻജുൻവാല നേടിയത്രയും സാമ്പത്തികം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നേടാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു എന്ന് നിങ്ങൾക്ക് എന്ന ക്ലാസ്സിൽ ബോധ്യമാകും. ഈ പറഞ്ഞത് സത്യമെന്നും അത് നടക്കുന്ന കാര്യമെന്നും നിങ്ങൾ എത്ര സാധാരണക്കാരനാവട്ടെ, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തുമാകട്ടെ, നിങ്ങളുടെ അവസ്ഥയോ വിദ്യാഭ്യാസമോ അറിവോ എന്തുമാകട്ടെ, അത് തികച്ചും യാഥാർത്ഥ്യമെന്ന് നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ വ്യക്തമായി ബോധ്യമാകും. ഇതിനപ്പുറം എന്താ പറയേണ്ടത്? ഇപ്പോൾ സാമാന്യ ബുദ്ധി ഉപയോഗിക്കുന്ന എല്ലാവർക്കും കാര്യം മനസ്സിലാവും. കാരണം നമുക്ക് ഒരുപാട് തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരുപാട് തട്ടിപ്പുകളും ഉടായിപ്പുകളും പാഴ് വാഗ്ദാനങ്ങളും മോഹന വാഗ്ദാനങ്ങളും വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാവുന്ന അവസ്ഥയും ഒക്കെ ഒരുപാട് വാഗ്ദാനങ്ങളും ഒരുപാട് സ്റ്റോക്ക് മാർക്കറ്റ് ട്രെയിനിങ് പരസ്യങ്ങളും എല്ലാം കേരളത്തിലുണ്ട്. പക്ഷെ ഇതിവിടെ ഫേസ് മുഖത്തോട് മുഖം നിങ്ങളോട് പറയുന്നു. ഇതുപോലെ തന്നെ മുഖത്തോട് മുഖമാണ് നിങ്ങൾ ആ ക്ലാസ്സിലും ഉണ്ടാവുക. നിങ്ങൾ ഒന്നോ രണ്ടോ നിങ്ങൾ കുറച്ചുപേര് ക്ലാസ്സിലുണ്ടാവും. അപ്പൊ കുറച്ചുപേര് ക്ലാസ്സിൽ വരുന്നവരെ ഇങ്ങനെ ഒരു വാഗ്ദാനം പറഞ്ഞ് വെറുതെ പറ്റിച്ചയക്കുന്ന ക്ലാസ് നടത്തിക്കൊണ്ട് പോകാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല. നമുക്ക് സാമാന്യ ബുദ്ധി ഉപയോഗിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും ഇങ്ങനെ പറയണമെങ്കിൽ അതിലെന്തോ കാര്യമുണ്ട് എന്ന്. അത് മനസ്സിലാക്കുന്ന 10% ആളുകളാണ് സ്റ്റോക്ക് മാർക്കറ്റിലും വിജയിക്കുക. അത് എല്ലാ നാടുകളിലും ഉണ്ടാവും, ഇങ്ങനെ ഓരോ ട്രെയിനേഴ്സ് ഉണ്ടാവും എല്ലായിടത്തും. ഇവിടെ കേരളത്തില് ഈ ഒരു ഡീൽ, ഈ ഒരു ഫീസ് രീതി നടപ്പാക്കുന്ന ഒരേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കേരളത്തിലെ ലീഡിംഗ് സ്റ്റോക്ക് മാർക്കറ്റ് സ്ട്രാറ്റജിസ്റ്റ് സന്തോഷ് മാധവൻ നയിക്കുന്ന SMT അക്കാഡമി. ഇപ്പൊ 120ാം ബാച്ചാണ് നടക്കാൻ പോകുന്നത്. നിങ്ങൾ ചിന്തിക്കുക, കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പല പ്രൊഫൈൽ ആളുകൾ ഉണ്ടാവും. ബാങ്ക് എംപ്ലോയീസ്, അഡ്വക്കേറ്റ്സ്, പോലീസ് ഓഫീസേഴ്സ്, ജോലിക്കാര്, സാധാരണക്കാര്, കൃഷിക്കാര്, എംപ്ലോയീസ്, അങ്ങനെ പല ആളുകൾ ഉണ്ടാവും. അവര് ആ ക്ലാസ്സിലേക്ക് നേരിട്ട് വിളിച്ചു വരുത്തിയിട്ട് ഈ ഒരു വാഗ്ദാനം പാലിക്കാൻ കഴിയുന്നതല്ല എങ്കിൽ അങ്ങനെ നടത്തിക്കൊണ്ടുപോകാൻ കഴിയുമെന്ന് കരുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് സാമാന്യ ബുദ്ധിയും സത്യസന്ധമായ മനസ്സും സ്വന്തം വിവേകവും ഉപയോഗിക്കുന്നവർക്ക് കാര്യം വ്യക്തമാണ്. ഒരു സംശയത്തിനും അടിസ്ഥാനമില്ല. വീണ്ടും ഒരിക്കൽ കൂടെ വളരെ കൃത്യമായി വ്യക്തമായി ആവർത്തിക്കുന്നു. വെറും 10,000 രൂപ, നിങ്ങൾ പ്രൊഫഷണൽ ട്രേഡർ ആവട്ടെ, തുടക്കക്കാരനാകട്ടെ, വെറും വീട്ടമ്മയാവട്ടെ, ജോലിയുള്ള ആളാകട്ടെ, ജോലി ഇല്ലാത്ത ആളാവട്ടെ, പാർട്ട് ടൈം ആയിട്ടാകട്ടെ, ഫുൾ ടൈം ആയിട്ടാവട്ടെ, വെറും 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്, അത് ഏത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെഗ്മെന്റിൽ നിന്ന് ഇൻട്രാഡേ ഇൻവെസ്റ്റ്മെന്റ്, സ്വിംഗ് ട്രേഡിംഗ്, ഓപ്ഷൻ ബൈയിങ്, ഓപ്ഷൻ സെല്ലിംഗ്, ഏത് മേഖലയിൽ നിന്നും, ഏത് സെഗ്മെന്റിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെഗ്മെന്റിൽ നിന്ന് വെറും 10,000 രൂപ ഇൻവെസ്റ്റ് ക്യാപിറ്റൽ കൊണ്ട്, വെറും 10,000 രൂപ ക്യാപിറ്റൽ കൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായിരുന്ന അക്കൗണ്ട് ഹാൻഡ്ലിംഗ് സർവീസ് ഇല്ല സാറേ. കാരണം അതായത് നമുക്ക് ഒരാൾക്ക് മീൻ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് മീൻ പിടിക്കാൻ പഠിപ്പിക്കല്ലേ. അത് നിങ്ങൾക്ക് തന്നെ അന്ന് തന്നെ ബോധ്യമാകും. അതാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഒരിക്കൽ കൂടെ വാക്ക് ആവർത്തിക്കുന്നു. വെറും 10,000 രൂപ ക്യാപിറ്റൽ കൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായിരുന്ന രാകേഷ് ജുൻജുൻവാല നേടിയത്രയും സാമ്പത്തികം നേടാൻ നിങ്ങളെ പഠിപ്പിക്കാം. ഈ പറഞ്ഞത് സത്യമെന്നും നിങ്ങൾക്കും അത് കഴിയുമെന്നും നിങ്ങൾക്ക് 27ാം തീയതി നേരിട്ട് നടത്തുന്ന ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് ബോധ്യമാകും. ആ ക്ലാസ് മുറിയിൽ നിങ്ങളിൽ പലരും ഒരുമിച്ചുണ്ടാകും. അപ്പൊ അത് പഠിപ്പിക്കാതെ ഇത് വെറുതെ നിങ്ങൾ അഴകൊണ്ടൻ പറഞ്ഞത് വളരെ കൃത്യമായി തന്നെ, അത് 100% കൃത്യമായി തന്നെ പഠിപ്പിക്കാതെ, അതെങ്കിലും അതിന്റെ 99% പഠിപ്പിച്ച് ബാക്കി തരികട പറഞ്ഞു വിടാൻ കഴിയുകയില്ല. നിങ്ങൾ ചിന്തിക്കുക. ഈ പറഞ്ഞ വാഗ്ദാനം 100% കൃത്യമായി അവിടെ പാലിക്കുന്നുണ്ടാകും. അത് നിങ്ങൾക്കും, നിങ്ങൾ എത്ര സാധാരണക്കാരന് പോലും മനസ്സിലാകുന്ന രീതിയിൽ, ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ അതോടെ പഠിപ്പിക്കുന്നുണ്ടാകും. നിങ്ങൾക്കും അത് വ്യക്തമായി ബോധ്യമാകും. നിങ്ങൾക്ക് അത് വ്യക്തമായി ബോധ്യമായില്ല എങ്കിൽ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ മുഴുവൻ ഫീസും തിരികെ നൽകുന്നതാണ് എന്ന ഫീസ് രീതിയുമാണ്. ഇതിനപ്പുറം എന്താണ് പറയാൻ കഴിയുക? ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ ഫോറക്സ് നമ്മളവിടെ പഠിപ്പിക്കുന്നില്ല. കാരണം ഫോറക്സ് ഇന്ത്യയിൽ അത് ലീഗലാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. അതുകൊണ്ട് പക്ഷേ നമ്മളവിടെ പഠിപ്പിക്കുന്ന എൻട്രി എക്സിറ്റ് റൂൾസ് ഫോറക്സിലും പ്രായോഗികമാണ്. നമ്മൾ അവിടെ പഠിപ്പിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ ബേസ് ചെയ്തുകൊണ്ടും ഇന്ത്യൻ മാർക്കറ്റിനെ ഉദാഹരണമാക്കിക്കൊണ്ടുമാണ് ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. എല്ലാവരും കടുപ്പം എന്ന് കരുതുന്ന ഓപ്ഷൻ ബൈയിങ് ഉദാഹരണമാക്കിക്കൊണ്ടാണ് എല്ലാ സെഗ്മെന്റുകളും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് ലോകത്തിലെ ഏത് മാർക്കറ്റിലും ആ ടെക്നിക്ക് ഉപയോഗിക്കാൻ കഴിയും. വളരെ സിമ്പിൾ ആണത്. അതിനെക്കാട്ടിലും പ്രധാനമായിട്ട് ആ ചില തിരിച്ചറിവുകളാണ്. ഇപ്പൊ ഈ പറഞ്ഞു വന്ന ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായ രാകേഷ് ജുൻജുൻവാല നേടിയത്രയും നേടാൻ കഴിയുമെന്ന് പറയുന്നത് വലിയ അത്ഭുതമൊന്നും അല്ല. അത് ആ ക്ലാസ്സിൽ നിങ്ങൾക്കത് മനസ്സിലാകും. കാരണം ഒരു തിരിച്ചറിവാണത്. അത് നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ വളരെ രസകരമായിട്ട് അത് മനസ്സിലാവും. അത് തിരിച്ചറിവാണ്. ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയും, സർ ക്രിപ്റ്റോയിലും അത് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ക്രിപ്റ്റോ ഒന്നും എൻകറേജ് ചെയ്യുന്നില്ല. നമ്മൾ എൻകറേജ് ചെയ്യുന്നില്ല എന്നുള്ളൂ കേട്ടോ.
കാരണം എന്താ, നമ്മൾ ഇന്ത്യയിൽ നമ്മൾ ലീഗലി മാത്രമേ ചെയ്തുള്ളൂ. ഇപ്പൊ ഈ ക്ലാസ്സുകൾ പോലും നമ്മളത് വളരെ ലീഗലിയാണ് നമ്മൾ ചെയ്തു പോരുന്നത്. കാരണം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് നമ്മൾ ലീഗലിയാണ് ഈ ക്ലാസ്സുകൾ ചെയ്തു പോരുന്നത്. SMT അക്കാഡമി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് മാർക്കറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. SMT അക്കാഡമി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് മാർക്കറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ 27-ാം തീയതി ക്ലാസ്, ഇനിയിപ്പോ സന്തോഷ് മാധവ് സാറിന്റെ സെഷനിലേക്ക് നമുക്ക് പോകാൻ സമയമായിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് 27-ാം തീയതി ക്ലാസ് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 14,000 രൂപയാണ് ഫീസ്. 1000 രൂപ മാത്രം അഡ്വാൻസ് അടച്ച് ഇന്ന് നാളെയായിട്ട് സീറ്റ് ബുക്ക് ചെയ്യുക. 9605633033 സർ. മാഡം ഓമന മാഡം ഓഡിയോ അൺഅവൈലബിൾ അല്ലാത്തത് അവിടെ ആ എൻഡിലെ ഇഷ്യൂ ആയിരിക്കാനുള്ള സാധ്യത മറ്റെല്ലാവർക്കും കേൾക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഒന്നുകൂടെ പറയുന്നു, അത് നമുക്ക് വീണ്ടും ചെയ്യാം. 9605633033 എന്നത് SMT അക്കാഡമിയുടെ ഒഫീഷ്യൽ ഗൂഗിൾ പേ നമ്പർ കൂടിയാണ്. 9605633033 എന്ന നമ്പറിലേക്ക് 1000 രൂപ മാത്രം അഡ്വാൻസ് അടച്ച് സീറ്റ് ബുക്ക് ചെയ്യാം. ക്ലാസ് ബാക്കി 13,000 രൂപ ക്ലാസ്സിൽ വരുന്ന ദിവസം രാവിലെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ അടയ്ക്കുക, ക്ലാസ് പങ്കെടുക്കുക. ക്ലാസ് തൃപ്തിയായില്ലെങ്കിൽ വൈകുന്നേരം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഫുൾ ഫീസും തിരികെ. ചില ദുർവാശിക്കാർക്കെങ്കിലും മനസ്സിൽ ഇങ്ങനെ ചോദ്യം ഉണ്ടായേക്കാം, അതായത് ആ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തികളല്ല, അല്ലാത്ത ചിലർക്ക് ഒരു ചോദ്യം വന്നേക്കാം, അങ്ങനെയെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് ഫീസ് തന്നാൽ പോരെ എന്ന്. അത് നടപ്പാക്കാൻ കഴിയില്ല. വെറുതെ ലോ ക്ലാസ് എല്ലാം വന്ന് കയറിയിരിക്കും. അത് നടപ്പാക്കാൻ കഴിയുന്ന കാര്യമല്ലാതെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജഡ്ജസ്, അഡ്വക്കേറ്റ്സ്, ബാങ്ക് എംപ്ലോയീസ്, അധ്യാപകര്, അങ്ങനെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിനെ സീരിയസ് ആയി കാണുന്ന ആളുകൾ യെസ് മാഡത്തിനാണ്. വളരെ ജോയിൻ ഓഡിയോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നോക്കുമെന്ന് അത് എഴുതി കാണിച്ചത് നന്നായി. താങ്ക് യു സർ, വളരെ നന്ദി ആ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്. അത് ടൈപ്പ് ചെയ്യാൻ തോന്നിയ ആ ഒരു മാനസികാവസ്ഥ അഭിനന്ദിക്കുന്നു, സന്തോഷവും നന്ദിയും അറിയിക്കുകയും ചെയ്തു. അതൊരു റിച്ച് മൈൻഡ് സെറ്റിന്റെ യെസ് അതെ 9605633033 എന്ന നമ്പറിലേക്ക് 1000 രൂപ മാത്രം ഇപ്പൊ തന്നെ അഡ്വാൻസ് അടച്ചുള്ളൂ. ഇനി ആ അഡ്വാൻസ് ഫീസും ഒരിക്കലും ലാപ്സ് ആകുന്നതല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ക്ലാസ് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ പങ്കെടുക്കണ്ടെന്ന് തോന്നി, നിങ്ങൾ ആവശ്യപ്പെടുന്ന നിമിഷം ആ സ്പോട്ടിൽ അഡ്വാൻസ് എമൗണ്ട് റീഫണ്ട് ചെയ്തു തരുന്നതുമാണ്. ഇവിടെ എല്ലാം നേരെവോ വളരെ സുതാര്യം. അഡ്വാൻസ് എമൗണ്ടും നിങ്ങൾക്ക് റീഫണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിൽ, നിങ്ങൾക്ക് ക്ലാസ് പങ്കെടുക്കേണ്ടുന്ന ആവശ്യകത ഇല്ല എങ്കിൽ, അതല്ല എന്തെങ്കിലും അസൗകര്യം വന്നാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ബാച്ചുകളിൽ അത് അടുത്ത ബാച്ചുകൾ അനൗൺസ് ചെയ്യും, ആ സമയത്ത് വന്ന് പങ്കെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് തരുന്നതുമാണ്. 14,000 രൂപയാണ് ഫീസ്. ആ ഫീസ് നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടവും വരുന്നില്ല. കാരണം വൈകുന്നേരം ക്ലാസ് നിങ്ങൾക്ക് പൂർണ്ണ തൃപ്തിയായില്ല എങ്കിൽ, ക്ലാസ് നിങ്ങൾക്ക് 100% തൃപ്തിയായില്ല എങ്കിൽ, നിങ്ങൾക്ക് വൈകുന്നേരം ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ അടച്ച 14,000 രൂപയും 1 രൂപ പോലും കുറയാതെ തിരികെ നൽകുന്നതാണ്. നിങ്ങളൊന്ന് ചിന്തിക്കുക, ആ ഒരു ഫീസ് രീതി നടപ്പാക്കുന്ന സൗത്ത് ഇന്ത്യയിലെ, പക്ഷെ കേരളത്തിലെ ഒരേ ഒരു, സൗത്ത് ഇന്ത്യയിലും ആകാനാണ് സാധ്യത, കേരളത്തിലെ ഒരേ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. മറ്റ് നിരവധി അവകാശവാദങ്ങൾ, അതെല്ലാം നല്ലത് തന്നെ, നിരവധി അവകാശവാദം. പക്ഷേ SMT അക്കാഡമിയുടെ സന്തോഷ് മാധവൻ നയിക്കുന്ന അതുകൊണ്ടാണ് കേരളത്തിലെ ലീഡിംഗ് സ്റ്റോക്ക് മാർക്കറ്റ് സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറഞ്ഞത്. ഇപ്പൊ മറ്റെന്തെല്ലാം പറയുന്നതിനെക്കാട്ടും, ക്ലാസിനെ കുറിച്ച് മറ്റെന്തെല്ലാം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിനെക്കാട്ടും നല്ലത് ഈ 2 വാക്ക് നേരെ പോ എന്ന് ഏറ്റവും മൂല്യാധിഷ്ഠിതമായി പ്രഖ്യാപിക്കുകയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വെറും 10,000 രൂപ ക്യാപിറ്റൽ ഫണ്ട്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായിരുന്ന രാകേഷ് ജുൻജുൻവാല നേടിയ അത്രയും സാമ്പത്തികം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നേടാൻ നിങ്ങളെ പഠിപ്പിക്കാം. നിങ്ങൾക്കത് ക്ലാസ്സിൽ ബോധ്യമായില്ല എങ്കിൽ, ക്ലാസ് പൂർണ്ണ തൃപ്തിയായില്ല എങ്കിൽ, വൈകുന്നേരം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഫുൾ ഫീസും തിരികെ നൽകുന്നതാണ് എന്ന ഫീസ് രീതിയാണ്. ഇനി ഇപ്പോൾ നിങ്ങളുടെ സാമാന്യ ബുദ്ധിയാണ് ഇനി നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ വെറുതെ ക്ലാസ്സിൽ പറ്റിക്കാൻ കഴിയുമോ, അവർ കുറച്ച് പേര് കൂടിയിരിക്കുന്ന ക്ലാസ് മുറിയിൽ അങ്ങനെ വെറുതെ അവർക്ക് പറ്റിച്ചു വിടാൻ കഴിയുമോ, വരുന്നവരെല്ലാം വെറുതെ വിഡ്ഢികളായി തിരിച്ചു പോകുമോ? ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. ആ ഒരു സാമാന്യ ബുദ്ധി ഉപയോഗിക്കുക. പിന്നെ നമുക്ക് ചില കാര്യങ്ങളിൽ നമ്മൾ ആവശ്യമായ ടൈം, മണി, എഫർട്ട് എന്നിവ മുടക്കേണ്ടതുണ്ട്. ഒന്നും മൂല്യവത്തായതൊന്നും വെറുതെ ലഭിക്കില്ല എന്നൊരു ബുദ്ധി നമുക്കുണ്ടാവണം. അതുപോലെ തന്നെ ധീരതയുണ്ടാകണം. അതൊരു ചലഞ്ച് ആയിട്ട് എടുക്കാനുള്ള. ഇനിയും അവിടെ പോയി പറ്റിക്കപ്പെടുമെന്ന് ചിന്തിക്കുന്നത് വെറും മുട്ടാപ്പോകുന്നതാണ്. എന്ത് പറ്റിക്കാനാ? കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂടുന്ന, കേരളത്തിലെ കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് കുറച്ച് ആളുകൾ ഒത്തുകൂടുന്ന ക്ലാസ്സിൽ വെച്ചിട്ട് വെറുതെ പറ്റിച്ചു വിടാൻ പറ്റുമോ? പറ്റില്ല. ഈ വാഗ്ദാനം വളരെ ക്ലിയർ ആണ്. നിങ്ങൾക്ക് അതിന് നാളെ തരുന്ന ഒരു എന്താ പറയാ, ആ ഇമേജിലും ടെക്സ്റ്റിലും ഒക്കെ അതുണ്ടാകും. അതൊക്കെ സാക്ഷ്യമാണ് അവിടെ. ആ സാക്ഷ്യത്തെ നിങ്ങൾ ചോദിക്കാം. ഇത് പഠിപ്പിക്കാമെന്ന് പറഞ്ഞാൽ വിളിച്ചു വരുത്തിയത്, എന്നിട്ട് എവിടെ? അത് പഠിപ്പിച്ചില്ല എങ്കിൽ എന്നിട്ട് എവിടെയാണെന്ന് ചോദിക്കാമല്ലോ. അതിന്റെ അവസരം വരില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ 119 ബാച്ചുകൾ കഴിഞ്ഞ 2 വർഷത്തോളമായി 119 ബാച്ചുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. 120-ാം ബാച്ചാണെന്ന് തോന്നുന്നു വരാൻ പോകുന്നത്. ഒരു സംശയവും വേണ്ട, ആ വാഗ്ദാനം അവിടെ പാലിച്ചിരിക്കും. 100% സത്യസന്ധം, 100% നേരെവോ. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ മറ്റാരും നടപ്പാക്കാത്ത, ക്ലാസ്സിൽ നിങ്ങൾക്ക് ആ വാഗ്ദാനം ബോധ്യപ്പെട്ടില്ല എങ്കിൽ, ക്ലാസ് നിങ്ങൾക്ക് 100% എന്തോ ഏതായാലും കിയോസാക്കിയുടെ പോലെ അല്ല കേട്ടോ ഇത്.
ഇതൊരു തിരിച്ചറിവാണ് കേട്ടോ, ഇതൊരു തിരിച്ചറിവാണ്. അത് ക്ലാസ്സിൽ നിങ്ങൾക്ക് എല്ലാവർക്കും, അത് ഏത് സാധാരണക്കാർക്കും അത് ക്ലാസ്സിൽ മനസ്സിലാകും. അത് മനസ്സിലാക്കി തരുന്നത് ഞങ്ങളുടെ ബാധ്യതയാണ്. നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ, അത് പഠിപ്പിക്കാമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ അത് വ്യക്തമായി സിഗ്നൽസ് അല്ല സാർ, സിഗ്നൽസ് അല്ല, അത് മറ്റു ചില കാര്യങ്ങളാണ് കേട്ടോ. ഒരുപക്ഷെ സാർ അത് പറയാൻ കഴിയുന്നിടത്ത് സാർ പറഞ്ഞേക്കാം. സാർ നമ്മളൊപ്പം ഉണ്ട്. ഞാൻ ഇത്രയും ഞാൻ പിൻവാങ്ങുകയാണ്. അതായത് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട്, അപ്പൊ ഇതിനകത്ത് നമുക്കൊരു ധീരത വേണം, നമുക്കൊരു ധീരത വേണം. ഇനിയും അതായത് സകല ആടുമയിലൊട്ടകം ആടുമയിലൊട്ടകത്തിൽ പോയി നമ്മൾ തല വെച്ച് കൊടുക്കും. പക്ഷെ ഒരു ജെനുവിൻലി പറയുമ്പോൾ ഇവിടെ ജെനുവിനിറ്റി നമുക്ക് മനസ്സിലാകും. അതായത് ക്ലാസ് നിങ്ങൾക്ക് തൃപ്തിയായില്ല എങ്കിൽ വൈകുന്നേരം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഫുൾ ഫീസും തിരികെ നൽകുന്നതാണ് എന്ന ഫീസ് രീതി, ആ ഒരു ഡീൽ നടപ്പാക്കണമെങ്കിൽ അവർക്കത് കഴിയുന്നത് കൊണ്ടാണെന്ന് ചിന്തിക്കാനുള്ള ധൈര്യവും സാമാന്യ ബുദ്ധിയും വിവേകവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയും. ഈ ശനിയാഴ്ച തന്നെ. പിന്നെ നാളെ മാറ്റി വെക്കേണ്ട, നാളെ നീളെ നമ്മൾ മറ്റ് അത്യാവശ്യങ്ങൾക്ക് അതിനെക്കാട്ടിലും കാശ് മുടക്കും. അതിനെക്കാട്ടിലും അത്യാവശ്യമാണ് പണം ഉണ്ടാക്കലെന്ന് മനസ്സിലാക്കുക. ജീവിതത്തിലെ എല്ലാ അത്യാവശ്യങ്ങൾക്കും. സന്തോഷ് സാർ ഇതാ വരുന്നു. സന്തോഷ് സാർ എവിടെയെന്ന് ആളുകൾ ചോദിക്കുന്നു. സന്തോഷ് സാർ ഇതാ വരുന്നു. അടുത്തൊരു 2 മിനിറ്റ് മാക്സിമം 8:15 8:17 സന്തോഷ് സാധാരണ നമുക്ക് എത്തിക്കാം. അപ്പം നമുക്ക് ആ ഒരു ധീരതയും ആർജവും ഉണ്ടാകണം. നമ്മൾ മറ്റ് അത്യാവശ്യങ്ങൾ വന്നാൽ അതിനേക്കാട്ടിൽ കൂടുതൽ പണം നാം ചിലവഴിക്കും. അപ്പൊ പണം ഉണ്ടാക്കിയാൽ തന്നെ മറ്റ് ജീവിതത്തിലെ നിരവധി ആവശ്യങ്ങൾക്ക് പരിഹാരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് മുൻഗണന കൊടുത്തുകൊണ്ട് ആ ഒരു സെൽഫ് ഇൻവെസ്റ്റ്മെന്റ്, ആ ഒരു ഫീസ് എന്ന് പറയുന്നത് നമുക്കൊരു വലിയൊരു മെത്തേഡ്, വലിയൊരു തിരിച്ചറിവിനുള്ള ഒരു സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആയുഷ്കാലം മുഴുവൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പണം ഉണ്ടാക്കാനായി പഠിക്കാൻ കഴിയുന്ന വലിയൊരു ലൈഫ് ചേഞ്ചിങ് ആയ, അത് തന്നെയാണ്, അത് ലൈഫ് ചേഞ്ചിങ് ആയിരിക്കും. ഒന്നുകൂടെ പറയുന്നു, ആ ക്ലാസ് പങ്കെടുക്കുന്ന ദിവസം ആ ക്ലാസ് പങ്കെടുത്തില്ലായിരുന്നെങ്കിൽ ജീവിതത്തിലെ വലിയ നഷ്ടമായി പോയേനെന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. ഒരുപാട് സർപ്രൈസുകൾ ആ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുണ്ട്. ആ ക്ലാസ് പങ്കെടുത്തില്ലായിരുന്നെങ്കിൽ ജീവിതത്തിൽ വലിയ നഷ്ടമായി പോയെന്ന് നിങ്ങൾക്ക് തോന്നും. ആ തോന്നൽ ഉണ്ടായില്ലെങ്കിൽ പോലും വൈകുന്നേരം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഫുൾ ഫീസും തിരികെ നൽകുകയും ചെയ്യാം. അപ്പോൾ ധൈര്യമായിട്ട് വന്ന് പങ്കെടുത്തോളൂ. 1000 രൂപ ഇന്ന് തന്നെ അഡ്വാൻസ് അടച്ചോളൂ. 9605633033 9605633033 എന്ന നമ്പറിലേക്ക് 1000 രൂപ അഡ്വാൻസ് അടച്ച് സീറ്റ് ബുക്ക് ചെയ്തോളൂ. ബാക്കി 13,000 രൂപ അന്ന് 27-ാം തീയതി ഞായറാഴ്ച രാവിലെ കൊച്ചിയിൽ ഹോട്ടൽ ലൂബനഗറിൽ നേരിട്ട് വന്ന് ഞങ്ങൾ അവിടെ ഇരിക്കുക. ഞങ്ങളെ കണ്ട് ആ ഫീസ് അടച്ച് ക്ലാസ് പങ്കെടുക്കുക. നിങ്ങൾക്ക് അത് ലൈഫ് ചേഞ്ചിങ് ആയിരിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പ് തരുന്നു. ആ ഉറപ്പ് നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ ബോധ്യമായില്ല എങ്കിൽ വൈകുന്നേരം ക്ലാസ് കഴിയുമ്പോൾ തന്നെ മുഴുവൻ ഫീസും 14,000 രൂപയും 1 രൂപ പോലും കുറയാതെ തിരികെ നൽകുന്നതാണ്. അപ്പം ധൈര്യമായിട്ട് ഇന്ന് തന്നെ അഡ്വാൻസ് അടച്ച് സീറ്റ് ബുക്ക് ചെയ്തു. അഡ്വാൻസ് അടച്ച് അതേ വാട്സ്ആപ്പ് നമ്പറിലേക്ക്, അതിൽ വാട്സ്ആപ്പും ഉണ്ട്, ആ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക. പേരും സ്ഥലവും വാട്സ്ആപ്പ് നമ്പറും അയക്കുക. 9605633033 എന്ന നമ്പറിലേക്ക് 1000 രൂപ അഡ്വാൻസ് അടച്ച് അതേ നമ്പറിലെ വാട്സപ്പിലേക്ക് ആ സ്ക്രീൻഷോട്ട് അയക്കുക. പേര്, സ്ഥലം, വാട്സപ്പ് നമ്പറും അയക്കുക. ജീവിതം മാറ്റിമറിക്കാമെന്ന് ഒരിക്കൽ കൂടെ വാഗ്ദാനം നൽകിക്കൊണ്ട് ആദരണീയനായ സന്തോഷ് മാധവൻ സാറിനെ ബാക്കി സെഷൻ നയിക്കുന്നതിനായി ക്ഷണിക്കുന്നു. സാർ പ്ലീസ്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്, താങ്ക് യു. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും ഒരു സയൻസ് സന്ധ്യയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും മോട്ടീവ്, ലക്ഷ്യം ഒന്ന് തന്നെയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും എന്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നിലേക്ക് വരാം, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എങ്ങനെ നമ്മുടെ ആവശ്യത്തിനുള്ള പണം ഉണ്ടാക്കാം. നമ്മുടെ ആവശ്യം എത്രയാവട്ടെ, നിങ്ങളുടെ ആവശ്യം എത്രയാണോ, ഒരു മാസം നിങ്ങൾക്ക് എത്ര രൂപ വേണം, ഒരു വർഷത്തേക്ക് എത്ര രൂപ നിങ്ങൾക്ക് വരുമാനം വേണം, അതെങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാന്നാണ് SMT അക്കാദമി നിങ്ങളെ പഠിപ്പിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിലൂടെ. സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളുടെ സമയം നമ്മളുടെ സൗകര്യം അനുസരിച്ച് ചെയ്താൽ മതി. മറ്റാരുടെയും കീഴിലല്ലാതെ നമ്മളുടെ സമയ സൗകര്യാർത്ഥം നമുക്ക് ചെയ്താൽ മതി. രാവിലെ 9:15 മുതൽ വൈകുന്നേരം 3:30 വരെ മാർക്കറ്റ് ഉള്ളൂ എന്ന് നമുക്കറിയാം. പല രീതിയിലുള്ള പല സെഗ്മെന്റുകളിൽ നിന്നും നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്ന് നിങ്ങൾക്കറിയാം. ഫ്യൂച്ചർ, ഓപ്ഷൻ, ഇക്വിറ്റി, ഇൻട്രാഡേ ഇൻവെസ്റ്റ്മെന്റ്, ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്, ഷോർട്ട് ടൈം ട്രേഡുകൾ, അങ്ങനെ പല സെഗ്മെന്റുകളുടെയും നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ കഴിഞ്ഞ ആഴ്ചകളിൽ എവിടെയെങ്കിലും നടന്ന ഞങ്ങളുടെ ഒരു വെബിനാറിൽ ആരെങ്കിലും പങ്കെടുത്ത ആരെങ്കിലും ഒക്കെ ഇപ്പൊ ഇരിപ്പുണ്ടോ എന്ന് അറിഞ്ഞാൽ സന്തോഷം. ഇതിനകത്ത് ഓക്കെ, പേരൊന്ന് പറയാമോ സാർ? സുരേഷ് കുമാർ. ഓക്കെ, താങ്ക് യു. വേറെ ഷവോമി എന്നുള്ള നമ്പറിൽ നിന്നും ആരോ ഹാൻഡ് റൈസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ മറ്റോ ആയിരുന്നോ? സംശയം, ഡൗട്ട് ക്ലിയറൻസിൽ നമുക്ക് കൂടുതൽ സമയം അനുവദിക്കും. നമുക്ക് കൂടുതൽ സമയം ഡിസ്കസ് ചെയ്യാനുള്ള സമയമൊക്കെ തരാം. കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്തുകൊണ്ടാവാം എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പോ നമുക്ക് എല്ലാവർക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ പണം ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തെ പറ്റി ഒന്ന് പഠിക്കാം. പ്രധാന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്കവരുടെയും ചിന്ത സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിയാൽ പണം നഷ്ടപ്പെടാനുള്ളതാണ്. അല്ല, സാധ്യതയുണ്ട് എന്ന് മാത്രമേ. പണം നഷ്ടപ്പെടാൻ സാധ്യത സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. അതിപ്പോ സ്റ്റോക്ക് മാർക്കറ്റ് അല്ല,
ലോകത്തിലെ ഏത് മേഖലയിലേക്ക് ഇറങ്ങിയാലും ശരി നമ്മുടെ പണം നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അവിടെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ലോസ് ആകാം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കുക എന്നുള്ളതാണ്. മറ്റൊരു ബിസിനസ്സിൽ അത് പറ്റില്ല. നമ്മൾ ചെയ്യുന്ന മറ്റൊരു ജോലിയിലും എനിക്ക് ഈ മാസം, ഈ ആഴ്ചയിൽ, ഈ ദിവസം ഇത്ര വരെ ലോസ് ആകാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിലും അത് സാധ്യമല്ല. പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് തീരുമാനിക്കാം, നമുക്ക് നിശ്ചയിക്കാം ഇത്രയേ ആകാവൂ എന്നുള്ളത്. അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് തരുന്നത്. അതിപ്പോ ഫുൾ ടൈം ആയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രധാന വരുമാന മാർഗമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കാണാൻ നമുക്ക് കഴിയും. അതല്ല മറ്റൊരു ജോലിയോ ബിസിനസ്സോ ചെയ്തുകൊണ്ട് എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി സ്റ്റോക്ക് മാർക്കറ്റിനെ കാണാൻ കഴിയും, നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ സമീപിക്കാൻ കഴിയും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്നേ ഉള്ളൂ, രണ്ട് രീതിയിൽ എങ്ങനെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്, നമ്മൾ സമീപിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ പൊതുവെ നമ്മൾ മലയാളികൾക്കിടയിലൊക്കെ ഉള്ള ഒരു ധാരണ സ്റ്റോക്ക് മാർക്കറ്റ് എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റിയൊരു മേഖലയല്ല, ഇവിടെ ഒത്തിരി പൈസ പോകുന്ന മേഖലയാണെന്നൊക്കെയാണ്. അത് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള ഒരു നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുന്ന, കേട്ടു വെച്ചിരിക്കുന്ന, മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രധാന ഒരു പ്രശ്നമാണ്. കാരണം ലോസ് ആയവർ മാത്രം വന്ന് അവരുടെ അഭിപ്രായങ്ങളും എക്സ്പീരിയൻസുകളും പറയുന്ന ഒരു മേഖലയാണ്. മറ്റൊരു മേഖലയിലും ഇത്രയധികം അല്ല. കാരണം നമ്മളെല്ലാവരും കരിയർ, പല മേഖലകളിൽ കരിയർ ആക്കുന്ന അല്ലെങ്കിൽ കരിയറാക്കി നടക്കുന്ന ആൾക്കാരാണ്. കരിയറാക്കി പല മേഖലയിൽ കാണുന്ന ആൾക്കാരാണ്. ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, IT പ്രൊഫഷണൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഗവൺമെന്റ് എംപ്ലോയീസ് ഉണ്ട്, ബിസിനസ്സുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ മറ്റൊരു മേഖലയിലും ഇത്രയധികം ഫെയിലേഴ്സ് ഇല്ല. അതായത് ഇതെനിക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അധികം മറ്റു മേഖലയിൽ നിന്ന് പിന്മാറില്ല. ഇപ്പൊ ഒരു ജോലി, ഒരു ഡോക്ടർ ആവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവട്ടെ, IT പ്രൊഫഷണൽ ആവട്ടെ, ഒരു ഇലക്ട്രീഷ്യൻ ആവട്ടെ, പ്ലംബർ ആവട്ടെ, നമ്മൾ ഒരിക്കലും ഈ പണി എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്മാറുന്നത് വളരെ കുറച്ച് സാഹചര്യങ്ങളിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിൽ അങ്ങനെയല്ല. ഇറങ്ങുന്ന 90% ആളുകളും ഇതെനിക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് പിന്മാറുന്നവരാണ്. എന്തുകൊണ്ടാണ് ഇത്? ഇത് തിരിച്ചറിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ആവശ്യമുള്ള വരുമാനം ഉണ്ടാക്കാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടും. അതായത് തോമസ് സാർ നേരത്തെ പറഞ്ഞു, നമുക്ക് ആവശ്യമുള്ളത് ഞാനിവിടെ പറഞ്ഞുറപ്പിക്കാൻ കാരണം ഉണ്ടായിരുന്നു. പലർക്കും പണത്തിന് പേടിയാണ്, വരുമാനത്തിന്, പണത്തിന് പലർക്കും പേടിയാണ്. സ്വന്തം നെഞ്ചിൽ തൊട്ട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. തോമസ് സാർ പറഞ്ഞ പോലെ 10,000 രൂപ ഒരിക്കൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് രാകേഷ് ജുൻജുൻവാലയൊക്കെ നേടി അത്രയും നേടാൻ പറ്റുമോ എന്നൊരു സംശയം. നേടുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, നമുക്കറിയാം. ഇഷ്ടം പോലെ സ്റ്റോക്ക് മാർക്കറ്റിന് അതുപോലെ നേടുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു നോക്കി അറിയാം. സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല, മറ്റു ഒരുപാട് മേഖലയിൽ നിന്നും ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ കോടികൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളൊക്കെ നമുക്കറിയാം. ഓയോ റൂംസ്, ഫ്ലിപ്കാർട്ട്, അതുപോലെ തന്നെ ഒത്തിരി സംഭവങ്ങൾ, ഒത്തിരി ബിസിനസ്സുകളിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരൊക്കെ നമുക്കറിയാം. പക്ഷേ ഒരു വലിയ തുക എന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ അത് സന്തോഷമാണോ അതോ ആശങ്കയാണോ ഭയമാണോ തരുന്നത് സ്വയം ചോദിക്കുക. എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു 10-12 വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു 15 വർഷം കൊണ്ട് ഒരു 100 കോടി രൂപ ഉണ്ടാക്കാം, 500 കോടി ഉണ്ടാക്കാം, 1000 കോടി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞാൽ അത് എനിക്ക് അത്രയൊക്കെ വേണോ, അല്ലെങ്കിൽ അത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ? അതൊക്കെ വലിയൊരു എമൗണ്ട് അല്ലേ? അതൊന്നും എനിക്ക് അത്രയൊന്നും വേണ്ട, എന്റെ കാര്യങ്ങൾ നടന്നു പോയാൽ മതി എന്നുള്ളൊരു ചിന്താഗതി ഉള്ളവരാണ് നമ്മളെ കുറിച്ച്. അതായത് പണത്തിന് ഭയമാണ് നമുക്കൊക്കെ. പണം നേടുന്നതും ഭയമാണ്, നഷ്ടപ്പെടുത്തുന്നതും ഭയമാണ്. ഈ നേടുന്ന ഭയം ഉള്ളവരാണ് സ്റ്റോക്ക് മാർക്കറ്റിന് ചെറിയ പ്രോഫിറ്റ് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ട്രേഡുകൾ എക്സിറ്റ് ചെയ്ത് കൈയും കാലിന്റെ വേറെയൊക്കെ അവസാനിപ്പിക്കുന്നുണ്ട്. നഷ്ടപ്പെടുത്തുന്നത് ഭയം ഉള്ളവരാണ്. സ്റ്റോക്ക് മാർക്കറ്റിലൂടെ പൈസ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിലൂടെ പണം നഷ്ടപ്പെടുന്നത് ഭയമുള്ളവരാണ്. ലോസ് വന്നാലും ക്ഷമയോടെ കാത്തിരിക്കും. പെട്ടെന്ന് പറഞ്ഞത് ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ലോസ് വരുമ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുന്നത് പണം നഷ്ടപ്പെടുന്നതിനുള്ള ഭയമാണ്. കാരണം അവിടെ ഒരു പ്രതീക്ഷയുണ്ട്, ഞാൻ ഈ ട്രേഡ് അല്ലെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ, എക്സിറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് എപ്പോഴെങ്കിലും തിരിച്ചു വന്നാലോ എന്നൊരു പ്രതീക്ഷ അവിടെ ഉണ്ട്. അപ്പോഴും അവിടെ സംഭവിക്കുന്നത് പണം നഷ്ടപ്പെടുത്താനുള്ള ഭയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ട്രേഡ് എക്സിറ്റ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കാത്തത്. അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യാതെ നമ്മൾ ക്ഷമയോടെ പിടിച്ചു നിന്ന് വലിയ ലോസ് ചോദിച്ച് മേടിക്കുന്നതിന്റെ കാരണം ഭയമാണ്. അതുപോലെ പ്രോഫിറ്റ് വന്നാൽ, നേരത്തെ തോമസ് പറഞ്ഞു, നമ്മുടെയൊക്കെ സാധാരണ ട്രേഡിംഗ് ലൈഫ്, ഞങ്ങളും തുടക്കത്തിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കാരണം നമ്മളാരും അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ആളുകളല്ലല്ലോ, നമ്മൾ സാധാരണ മലയാളികൾക്കിടയിൽ മലയാളികളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പൊ ചെറിയൊരു പ്രോഫിറ്റ്, ഞാനിപ്പോ ഒരു 10,000 രൂപ മുടക്കേണ്ട ഒരു ട്രേഡ് എടുത്തു സങ്കല്പിക്കുക. ആ ട്രേഡിന് ഒരു 300 രൂപ, 500 രൂപ അല്ലെങ്കിൽ മാക്സിമം 1000 രൂപ കിട്ടുമ്പോൾ തന്നെ ഇതെങ്ങാനും ഇനി തിരിച്ചിറങ്ങി പോയാലോ എന്നുള്ള ആശങ്ക കൊണ്ട് ആ ട്രേഡ് എത്രയും പെട്ടെന്ന് എക്സിറ്റ് ചെയ്ത് കിട്ടിയ പ്രോഫിറ്റില് എക്സിറ്റ് ആവും. അതിനുശേഷം ആ ട്രേഡ് വീണ്ടും നമ്മളൊന്ന് ചിന്തിക്കും, ഒന്ന് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഒരു 3,000-4,000 രൂപ വന്നേനെ എന്നുള്ളത് ചിന്തയൊക്കെയാണ്. പക്ഷെ നമ്മളത് 1000 രൂപയിൽ താഴെ പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിന്റെ റീസൺ ഭയമാണ്. ഭയം, അതായത് വന്ന പ്രോഫിറ്റ് എങ്ങനെ ഇറങ്ങിപ്പോകുമോ, അല്ലെങ്കിൽ പണത്തിനോടുള്ള ഭയം.
അത് ലോസ് വരുമ്പോഴും അതെ, പ്രോഫിറ്റ് വരുമ്പോഴും അതെ, നമ്മൾ ക്ഷമയോടെ, ലോസ് വരുമ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുന്നതും പ്രോഫിറ്റ് വരുമ്പോൾ പെട്ടെന്ന് എക്സിറ്റ് ചെയ്യുന്നതിന് പ്രധാന കാരണം ഭയമാണ്. മറ്റൊരു മേഖലയിലും ഈ ഒരു ഭയം നമുക്ക് കാര്യമായിട്ടില്ല. ചെയ്യുന്ന ജോലി, ബിസിനസ് എവിടെയാവട്ടെ, ഈ ഒരു ഭയം അത്ര കാര്യമായിട്ടില്ല. പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിൽ കയറുമ്പോൾ നമ്മുടെ ധൈര്യമൊക്കെ ആവിയായി പോകുന്നു. ഭയത്തോടു കൂടി ഏത് മേഖലയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നോ ആ മേഖലയിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു വരുമാനം നേടാൻ കഴിയില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു ഡോക്ടർ രോഗികളെ കാണുമ്പോഴേ ഭയമാണെങ്കിൽ എങ്ങനെയാണ് രോഗികളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് നല്ലൊരു ഡോക്ടറായിട്ട് മാറാൻ കഴിയുക? ഒരു എഞ്ചിനീയർ ഒരു സൈറ്റ് കാണുമ്പോഴേ ആ സൈറ്റിൽ ഞാൻ വീട് വെച്ച് കൊടുത്താൽ ശരിയാവും എന്നുള്ള ഭയമാണെങ്കിൽ ആ ഡോക്ടർ അല്ല ആ എഞ്ചിനീയർ എങ്ങനെ ഒരു നല്ലൊരു എഞ്ചിനീയർ ആയിട്ട് മാറും? ഏത് മേഖലയിലും ഏത് മേഖലയിലാണെങ്കിലും, ഇപ്പോ ഫ്ലൈറ്റ് ഓടിക്കുന്ന ഒരു പൈലറ്റ്, അത് അദ്ദേഹത്തിന് ഫ്ലൈറ്റിന്റെ കോക്പിറ്റിൽ കയറുമ്പോഴേക്കും ഭയമാണെങ്കിൽ എങ്ങനെ അദ്ദേഹത്തിന് കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഇത് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ ഈ എത്രയധികം ആളുകൾ ഫെയിൽ ആയിട്ട് തിരിച്ചിറങ്ങുന്നതിന്റെ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പിന്മാറുന്നതിന്റെ പ്രധാന കാരണം ഭയമാണ്. ഈ ഭയമില്ലാതെ സ്റ്റോക്ക് മാർക്കറ്റിനെ സമീപിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തുന്നത് SMT-യുടെ ഞങ്ങളുടെ ക്ലാസ്സുകൾ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം അത് സാധാരണഗതിയിൽ വളരെ സിമ്പിൾ ആണ്, പക്ഷെ അത് അത്ര എളുപ്പമല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫിൽ ഇത്രയും കാലത്തെ അനുഭവങ്ങളിലൂടെ നമ്മൾ ആർജിച്ചെടുത്ത ചില മൈൻഡ് സെറ്റുകളുണ്ട്, ചിന്താരീതികളുണ്ട്. ഇതിൽ നിന്നും ഒരു മാറ്റം വന്നെങ്കിൽ മാത്രമേ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ആഗ്രഹിക്കുന്ന വരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എക്സാമ്പിൾ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഏതൊരു മേഖലയിലാണെങ്കിലും, സ്റ്റോക്ക് മാർക്കറ്റ് ഉൾപ്പെടെ ഏതൊരു മേഖലയിലാണെങ്കിലും ഇന്ന് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്താൽ, ഇന്ന് വരെ നമ്മുടെ മൈൻഡ് സെറ്റ് ഉപയോഗിച്ച് നമ്മൾ പോയാൽ, ഇന്ന് വരെയുള്ള നമ്മുടെ എക്സ്പീരിയൻസ് ഉപയോഗിച്ചാൽ, ഇന്ന് വരെയുള്ള നമ്മുടെ അറിവുകളും കഴിവുകളും ഉപയോഗിച്ചാൽ, ഇന്ന് വരെയുള്ള നമ്മുടെ മൈൻഡ് സെറ്റ്, ഇന്ന് വരെയുള്ള നമ്മുടെ എക്സ്പീരിയൻസ് ഒരിക്കലും നാളെ ഒരു വലിയ മാറ്റം കൊണ്ടുതരില്ല, അല്ലെങ്കിൽ നാളെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട റിസൾട്ട് കൊണ്ടുതരില്ല. ഇന്ന് വരെയുള്ള നമ്മുടെ എക്സ്പീരിയൻസുകളും അറിവുകളും കഴിവുകളും എത്ര പരിശ്രമിച്ചാലും നാളെ ഒരു പരിധിക്കപ്പുറമുള്ള വളർച്ച നമുക്ക് കൊണ്ടുതരില്ല. അപ്പോ ഒന്ന് ചിന്തിക്കണം, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ഇപ്പോ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, ഇപ്പോ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വരുമാനം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, ഇന്ന് വരെയുള്ള നമ്മുടെ അറിവുകളോ കഴിവുകളോ എക്സ്പീരിയൻസോ കാഴ്ചപ്പാടോ പോരാതെ വരും നാളെ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു റിസൾട്ട് കിട്ടാനായിട്ട്. ആ അറിവുകളും കഴിവുകളും കാഴ്ചപ്പാടുകളും മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ക്ലാസ്സിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 119 ബാച്ച് കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞു. ഇത് ഈ വരുന്ന ശനിയാഴ്ച 27-ാം തീയതി ശനിയാഴ്ച നടക്കാൻ പോകുന്നത് 120-ാമത്തെ ബാച്ചാണ്. 120-ാമത്തെ ബാച്ചാണ് നടക്കാൻ പോകുന്നത്. അപ്പോ ഈ ഒരു ബാച്ചിലൂടെ ഞങ്ങൾ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരുടെയും, ഒട്ടുമിക്ക ആളുകളുടെയും, എല്ലാ ആളുകളുടെയും ഒന്നും ഒരിക്കലും അവകാശപ്പെടുന്നില്ല, ഒട്ടുമിക്ക ആളുകളുടെയും ചിന്താ പാറ്റേണിലാണ് ആദ്യം മാറ്റി വരുത്തുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിനോടുള്ള അപ്രോച്ച്, സമീപനം, അറിവ്, ഈ ഒരു കാര്യങ്ങളിലാണ് ആദ്യം മാറ്റം വരുന്നത്. കാരണം അവിടെ മാറിയെങ്കിൽ മാത്രമേ അവരുടെ മൈൻഡ് സെറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വരുമാനം നേടാൻ പറ്റുമെന്ന്. ഒരു ബാച്ചിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട് സാർ? പറയാൻ പറ്റില്ല സാർ. നമുക്കത് ചില ബാച്ചുകളിൽ വളരെ എണ്ണം കുറവേ ഉണ്ടാവുള്ളൂ, ചില ബാച്ചുകളിൽ 30 പേര് 40 പേരുണ്ടാവും, 50 പേര് പങ്കെടുത്ത ബാച്ചുകളുണ്ട്. എങ്ങനെയാണ് നമ്മളൊരു ശരാശരി ഒരു 30-ൽ നിർത്താൻ ശ്രമിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതലാണെങ്കിൽ നമുക്ക് എല്ലാവരെയും ഒന്ന് മോണിറ്റർ ചെയ്ത് ശ്രദ്ധിച്ച് കൊണ്ടുകൊടുക്കാൻ സാധിക്കില്ല. ഒരു മാക്സിമം ഒരു 30-ലേക്ക് കൊണ്ടു നിർത്താൻ ശ്രമിക്കും നമ്മൾ. എത്ര പേരാണെങ്കിലും ഞങ്ങളത് നടത്തിയിട്ടുണ്ട്. കാരണം ചില ഫെസ്റ്റിവൽ, ചില ഉത്സവം നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ചില നമ്മുടെ കേരളത്തിലെ ഓണം, വിഷു, അതുപോലെ പെരുന്നാൾ, ക്രിസ്മസ് പോലത്തെ സംഭവങ്ങളിലൊക്കെ വരുന്ന സമയത്ത് വളരെ ചുരുക്കം ആളുകൾ, വിരലിൽ എണ്ണാവുന്ന ആളുകൾ ആ ക്ലാസ്സിന് വന്നിരുന്നെങ്കിൽ പോലും ഞങ്ങളത് നടത്തിയിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വന്നവരെ ആത്മാർത്ഥമായിട്ട് പഠിക്കാനും മാറാനും മുന്നേറാനും വേണ്ടി വരുന്നവരാണ്. അവർക്ക് ആസ് എ ടീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ അത് പകർന്നു നൽകുക എന്നുള്ളത് ഞങ്ങളുടെ കടമ തന്നെയാണ്. തീർച്ചയായിട്ടും അത് എത്ര പേരാണെങ്കിലും, ഞങ്ങൾ ഒരു ബാച്ചിൽ 30-ലേക്ക് മുകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അടുത്ത ബാച്ചിൽ അവരോടൊന്ന് ഇൻഫോം ചെയ്യും, നിങ്ങൾക്ക് ഈ ബാച്ചാണോ അടുത്ത ബാച്ചാണോ സൗകര്യപ്രദം എന്നൊക്കെ നോക്കിയിട്ട് അവരുടെ സൗകര്യം അനുസരിച്ച് നമ്മൾ മാറ്റും. സ്റ്റോക്ക് മാർക്കറ്റിൽ ഫുൾ പഠിപ്പിക്കുക, സ്റ്റോക്ക് മാർക്കറ്റ് ഫുൾ പഠിപ്പിക്കുക എന്ന് വെച്ചാൽ നല്ലൊരു ചോദ്യം. ആ ചോദ്യം ഒത്തിരി ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സ്റ്റോക്ക് മാർക്കറ്റ് ഫുൾ പഠിപ്പിക്കും. സ്റ്റോക്ക് മാർക്കറ്റ് ഫുൾ പഠിക്കണോ എന്ന് ഞാൻ തിരിച്ചങ്ങ് ചോദിച്ചാലോ? സ്റ്റോക്ക് മാർക്കറ്റ് മുഴുവൻ പഠിക്കണോ? നിങ്ങൾ തന്നെ ഉത്തരം പറ. സ്റ്റോക്ക് മാർക്കറ്റ് മുഴുവൻ പഠിക്കണോ? ചോദ്യം ചോദിച്ച ആളുകൾ ഉത്തരം പറഞ്ഞു ഇല്ല എന്ന് ഞങ്ങൾ പറയും. അതായത് ഇവിടെ പഠിപ്പിക്കുന്നത്, SMT-യുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും നിങ്ങൾക്ക് വരുമാനം നേടാൻ എന്ത് വേണമോ അത് മാത്രമേ പഠിപ്പിക്കൂ. അതിനപ്പുറത്തേക്ക് ഒന്നും പോകില്ല. കാരണം ആവശ്യമില്ലാതെ ലോഡ് എടുത്തു വെക്കേണ്ട ആവശ്യകത, അതായത് ഒരു കാര്യവുമില്ലാത്ത, ഒരു ഗുണവുമില്ലാത്ത ലോഡ് എടുത്തു വെച്ച് നമ്മുടെ തലക്കകത്ത് കയറ്റി വെക്കേണ്ട ആവശ്യകതയില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെ ഇവിടെ പഠിക്കേണ്ടതുള്ളൂ. എക്സാമ്പിൾ,
എന്താണ് ബാക്കി ഫ്രം എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് ഞാൻ പറയില്ല സാറേ, കാരണം എക്സ്പീരിയൻസ് ഏത് രീതിയിലും ആകാം. അപ്പൊ ആ എക്സ്പീരിയൻസിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ കുറച്ച് കഴിഞ്ഞ് പോകുന്നുണ്ട്. എക്സ്പീരിയൻസ് ഏത് വിധത്തിലേക്കോ അത്രയും എക്സ്പീരിയൻസ് ഉള്ള, ഇപ്പൊ നമ്മള് എക്സാമ്പിൾ പറയുന്നു, ഇതുവരെയുള്ള നിങ്ങളുടെ അറിവുകളും നിങ്ങളുടെ കഴിവുകളുമാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്. നിങ്ങളുടെ അറിവുകളും നിങ്ങളുടെ കഴിവുകളും നിങ്ങൾ എത്രത്തോളം കാലം ഈ മാർക്കറ്റിൽ ഇരുന്നോ അതാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്. അതേ രീതിയിൽ ഇനി ഒരു 20 വർഷം പോയാലും എന്തെങ്കിലും മാറ്റം ഉണ്ടാവും തോന്നുന്നു? ഇതേ രീതിയിൽ ഇന്ന് വരെയുള്ള രീതിയിൽ ഇനി ഒരു 20 വർഷം കൂടെ മുന്നോട്ട് പോയാലും എന്തെങ്കിലും മാറ്റം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. ഫുൾ പഠിച്ചിട്ട് പരീക്ഷ ഉണ്ടോ? അത് അങ്ങോട്ടുള്ള ചോദ്യമാണെന്ന് മനസ്സിലായി, അങ്ങോട്ട് തന്നെ നേരിട്ടങ്ങ് ഫോർവേഡ് ചെയ്തോളൂ. അഖിലേഷ് സാറ്, ഇവിടെ പരീക്ഷയൊക്കെ ഒരുപാട് കഴിഞ്ഞല്ലേ നമ്മുടെ ലൈഫിലേക്ക്. ഇനി പരീക്ഷയല്ലേ, പണം ഉണ്ടാക്കലാണ് ഇനി പ്രധാന മാർഗം. അപ്പോ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള പണം ഉണ്ടാക്കാൻ ചോദിച്ചതിനുള്ള ഉത്തരവായിട്ട് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളിലിരിക്കുന്ന മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം ഉണ്ടാക്കാൻ. ഒന്ന്, നിങ്ങൾ ട്രേഡിങ്ങോ ഇൻവെസ്റ്റ്മെന്റോ ചെയ്യുന്നതാവട്ടെ, ഏത് സ്റ്റോക്ക് ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ആർജിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, അത് എവിടെ വെച്ച് ബൈ ചെയ്യണം അഥവാ എൻട്രി എടുക്കണമെന്നും എവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ളത്. ഈ 3 കാര്യങ്ങൾ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഇതിനപ്പുറത്തേക്ക് നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ല. വെറുതെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മുഴുവൻ പഠിച്ചു വെച്ച് തലയ്ക്കകത്ത് മുഴുവൻ കുത്തി നിറച്ച് പോയിട്ട് അർത്ഥമൊന്നുമില്ല. കാരണം അതൊക്കെ ഒരുപാട് കാലം നമ്മൾ സ്കൂൾ കാലഘട്ടങ്ങളിലും കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ കഴിഞ്ഞു പോയതാണ്. കാരണം ഇപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ച സിലബസും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ ലൈഫിൽ ആവശ്യം വരുന്നുണ്ടോ? അങ്ങനെ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞവരാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളതെന്ന് പോലും പറയില്ല, അത്യാവശ്യമുള്ള കാര്യം മാത്രം പഠിച്ചിട്ട് അതിനകത്ത് നിന്ന് നമ്മൾ പഠിച്ചത് കൊണ്ട് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്ന് മാത്രമാണ് ഇനി നമ്മൾ പഠിക്കേണ്ടത്. കാരണം വെറുതെ നമ്മുടെ കയ്യിൽ സമയം അധികം ഇല്ല. കാരണം നമ്മളൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ ഉള്ളവരാണ്, ഒരുപാട് ആഗ്രഹങ്ങളുള്ളതാണ്. ഇതൊക്കെ ഒരു 80 വയസ്സിനുള്ളിലെങ്കിലും നമുക്കൊക്കെ നിറവേറ്റണം. അപ്പോൾ അത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഒത്തിരി സമയമൊന്നും കളയാനില്ല. അപ്പോ പറഞ്ഞു വരുന്നത് 2-3 കാര്യങ്ങളിലേക്ക് പോകുന്നു. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ, അല്ലെ നിങ്ങൾക്ക് ആവശ്യമുള്ള വരുമാനം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചെയ്യാനുള്ള, നമ്മുടെ കൺട്രോളിലുള്ള 3 കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ ട്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക് ഏത് ഡയറക്ഷനിലേക്കാണ് ഇപ്പൊ മൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ആ ഡയറക്ഷനിലേക്ക് ഞാൻ എവിടെ വെച്ച് എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം, ഈ 3 കാര്യങ്ങളെ നമ്മുടെ കൺട്രോളിലുള്ളൂ. ഈ 3 കാര്യങ്ങളെ പറ്റി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ബാക്കി കാര്യങ്ങളൊന്നും ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ പങ്കെടുത്തു, 113 ക്ലാസ്സുകൾ പങ്കെടുത്ത് പലയിടത്തും പല ഫീസ് കൊടുത്തിട്ടും അല്ലാതെയും ഒക്കെ പല ക്ലാസ്സുകൾ പങ്കെടുത്ത് അതിൽ നിന്ന് കിട്ടിയ അറിവുകളൊക്കെ മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ അത്ര ഫെയിലിയർ ആയിട്ടേ ഉള്ളൂ. ഈ പഠിച്ച അറിവുകളും എക്സ്പീരിയൻസുകളും ഒക്കെ നമ്മൾക്ക് ഒരു അറിവിന് വേണ്ടി മാത്രം കൊണ്ടുനടക്കാന്നല്ലാതെ ലൈവ് മാർക്കറ്റിൽ അതൊന്നും നമ്മളെ സഹായിക്കില്ല എന്നുള്ള തിരിച്ചറിവ്. അതിനുശേഷം ഇപ്പൊ ഞങ്ങളോടൊപ്പം ഏകദേശം 30 വർഷത്തിലധികം സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ട്രേഡേഴ്സ് ഒക്കെ ഉണ്ട്. 30 വർഷത്തിലധികം സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ട്രേഡേഴ്സ് ഒക്കെ നമ്മളോടൊപ്പം കണ്ടിന്യൂസ് ആയിട്ട് നിന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ലക്ഷങ്ങളും കോടികളും നഷ്ടപ്പെടുത്തിയിട്ട് വീണ്ടും അതൊക്കെ റിക്കവർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ ഒരു കമ്മ്യൂണിറ്റിയാണ് SNP അക്കാഡമിയുടെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ കുറച്ച് തിരിച്ചറിവുകളിലേക്കാണ് പോകുന്നത്. കാരണം അറിവുകൾ എല്ലാവർക്കും ഉണ്ട്, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയുള്ള അറിവുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ടത് കുറച്ച് തിരിച്ചറിവുകളാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവാൻ എന്ത് ചെയ്യണം എന്നുള്ള തിരിച്ചറിവുകളാണ്. ആ തിരിച്ചറിവുകൾക്ക് എനിക്ക് ജസ്റ്റ് ഈ സ്ക്രീനിന്റെ സഹായം ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ എന്റെ വീഡിയോ ഒന്ന് ഓഫ് ആക്കാണ്, എന്നിട്ട് നമുക്ക് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്ത് തുടങ്ങുന്നു. അതിലൂടെ നമുക്കൊന്ന് തുടങ്ങാം. ഓക്കെ. ജസ്റ്റ് ആദ്യത്തെ ചോദ്യം തന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ പറ്റിയാണ്. സാധിക്കുന്ന ഒരു മൈക്ക് ഒന്ന് ഓണാക്കി ഡിസ്റ്റർബൻസ് ഇല്ലാതെ മൈക്ക് കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് തന്നെ മൈക്ക് ഓഫ് ആക്കാൻ ശ്രമിക്കുക. ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന ഈ മേഖലയിൽ 90% ആളുകളും സക്സസ് ആയിട്ടുള്ളവരാണോ, അതോ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വരുമാനം അല്ലെങ്കിൽ വിജയം നേടാൻ കഴിഞ്ഞിട്ടുള്ളവരാണോ എന്നൊന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക. അതിന് തോന്നുന്ന ഉത്തരം എന്താണെങ്കിലും എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. ഇല്ല. പരാജയങ്ങൾ ഉണ്ടായി, പിന്നെ വിജയം എങ്ങനെയൊക്കെ വീണു, അതിന്റെ ഹോപ്പ് എല്ലാം അറിഞ്ഞിട്ടായിരിക്കും പിന്നീട് വിജയിക്കുന്നത്. ഞാൻ ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഈ മേഖലയിൽ നിലവിൽ 90% ആളുകളും വലിയ വിജയം നേടിയവരാണോ എന്നാണ്. ആണോ? നോ. അല്ല. ഒട്ടുമിക്കവരും പറയുന്നു അല്ല.
അപ്പോ ഇനി നേരെ തിരിച്ചു വയ്ക്കുക. 90% ആളുകളും വലിയ വിജയം നേടിയവരാണെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അതും ഉണ്ടാവില്ലെന്ന് ഇല്ലേ? അതും ഉണ്ടാവില്ല എന്നറിയാം. ശരി. അപ്പോ ഇവിടെ സക്സസ് ആവാൻ ആഗ്രഹിക്കുന്ന നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, എന്ത് മേഖലയിലാണ് നമ്മൾ സക്സസ് ആവാൻ പോകുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവും. അതായത് ഈ മേഖലയിൽ നിന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇറങ്ങിയിരിക്കുന്ന 90% ആളുകളും അവർ ആഗ്രഹിച്ച വിജയം നേടാത്ത ഒരു മേഖലയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോ അവരുടെ ആ 90% ആളുകളുടെ ചിന്താശേഷിയോ അവരുടെ മൈൻഡ് സെറ്റോ അവരുടെ അറിവുകളോ അവരുടെ കഴിവുകളോ അവരുടെ എക്സ്പീരിയൻസോ അവർക്ക് വിജയം നേടിക്കൊടുത്തില്ല എങ്കിൽ അതിനേക്കാൾ അവർ പോകുന്ന വഴിയിലൂടെ നമ്മൾ പോയിട്ട് കാര്യമില്ല എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയണം. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയാം. ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന മെത്തേഡുകൾ സ്ട്രാറ്റജികൾ എല്ലാവരും ഈ പണിക്ക് ഇറങ്ങിയില്ലേ? എല്ലാവർക്കും ഇറങ്ങാനുള്ള അവസരം ഉണ്ടല്ലോ. അപ്പൊ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന മെത്തേഡുകൾ, നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന, നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന, നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സ്ട്രാറ്റജികളാവട്ടെ, മെത്തേഡുകളാവട്ടെ, കാഴ്ചപ്പാടുകളാവട്ടെ, അറിവുകളാവട്ടെ, ഇത് പൊതുവെ മാർക്കറ്റിൽ ഈ 90% ആൾക്കാരും ഫോളോ ചെയ്തതായിരിക്കുമോ അതോ 10% സക്സസ് ആയിട്ടുള്ള ആളുകൾ ഫോളോ ചെയ്തതായിരിക്കും? ഇന്ന് മാർക്കറ്റിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന മെത്തേഡുകൾ, സ്ട്രാറ്റജികൾ, കൺസെപ്റ്റുകൾ, ഐഡിയകൾ, അതുപോലെ തന്നെ അറിവുകൾ, നമുക്ക് ഇന്ന് സൊസൈറ്റിയിൽ കിട്ടുന്ന ഈ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ 90% സക്സസ് ആവാത്ത ആളുകൾ ഫോളോ ചെയ്തതായിരിക്കും, 10% മാത്രം വിജയിച്ച ആളുകൾ മെത്തേഡുകളൊക്കെ ആയിരിക്കും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കി, എന്ത് തോന്നുന്നു? ഇതിൽ തോന്നുന്നുണ്ടോ? ആര് ഫോളോ ചെയ്യുന്ന മെത്തേഡുകളായിരിക്കും ഇന്ന് മാർക്കറ്റിൽ കൂടുതൽ അവൈലബിൾ ആയിരിക്കുക? സക്സസ് ആയ 10% ആളുകൾ. 10%. ഓക്കെ, സംശയമില്ല. കാരണം 10% ആളുകൾ സക്സസ് ആയ ആളുകൾ ഫോളോ ചെയ്ത മെത്തേഡുകളാണ് നമുക്കൊക്കെ കിട്ടിയിരിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ സക്സസ് ആവേണ്ടതാണ്. 90% ആൾക്കാരും പഠിച്ചതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ നമ്മൾ അത് പഠിച്ചിട്ട് നമ്മൾ സക്സസ് ആവുന്നത്? നമ്മൾ അവരുടെ കമ്മ്യൂണിറ്റിയുടെ വലുപ്പം കൂടുതലേ ഉള്ളൂ. അതുകൊണ്ടാണ് വിജയിക്കാത്തത്. അപ്പോ ഇതാദ്യം തിരിച്ചറിയണം. അതായത് ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ 90% പുറകെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? പക്ഷെ ഒന്ന് ചിന്തിച്ചേ, ഇതിൽ നിന്നും തിരിഞ്ഞു നടക്കാൻ നമുക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? അതും ചോദ്യമാണ്. കാരണം ഒരു വലിയ കമ്മ്യൂണിറ്റിയോടൊപ്പം നിൽക്കാനല്ലേ നമുക്ക് താല്പര്യമുള്ളൂ. അതല്ലാതെ ചെറിയൊരു കമ്മ്യൂണിറ്റിയോടൊപ്പം നിന്ന് അവരുടെ സക്സസ് നേടാൻ നമുക്ക് വലിയ താല്പര്യമുണ്ടോ? നമ്മൾ വിചാരിക്കുമ്പോ ഇവിടെ എത്രയും വലിയൊരു കമ്മ്യൂണിറ്റി അല്ലേ ഈ സൈഡിലുള്ളത്, ഞങ്ങളും അവരോടൊപ്പം നിൽക്കാന്നുള്ള ചിന്തയല്ലേ നമുക്ക് വരുന്നത്. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ ആ വലിയ കമ്മ്യൂണിറ്റിയുടെ ഐഡിയക്കൊപ്പം, ആ വലിയ കമ്മ്യൂണിറ്റിയുടെ കാഴ്ചപ്പാടിനൊപ്പം, ആ വലിയ കമ്മ്യൂണിറ്റിയുടെ മെത്തേഡുകൾക്കൊപ്പം, സ്ട്രാറ്റജികൾക്കൊപ്പം നിന്നാൽ നമ്മളും എന്തായി മാറും? ആ കമ്മ്യൂണിറ്റിയുടെ വലിപ്പം കൂട്ടാനും അവരുടെ വലിയൊരു സംഖ്യ കൂട്ടാനൊക്കെ നമ്മളെ കൊണ്ടും കഴിയുള്ളൂ. അപ്പൊ ആദ്യം തിരിച്ചറിയേണ്ടത്, വലിയ കമ്മ്യൂണിറ്റിയിൽ നിന്നും തിരിഞ്ഞു നടക്കാനുള്ള ധൈര്യം, ആർജവം നമുക്കുണ്ടായിരിക്കണം. കാരണം അവരോടൊപ്പം പോയിട്ട് നമുക്ക് കാര്യമില്ല എന്ന് തിരിച്ചറിയണം. അതിനിടയ്ക്ക് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ, ആരോ 1-2 പേര് അഡ്വാൻസ് പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ അഡ്വാൻസ് പേയ്മെന്റ് നടത്തിയവര് അതേ നമ്പറിൽ തന്നെ വാട്സാപ്പ് ഉണ്ട്, 9605633033 എന്നുള്ള അതേ നമ്പറിൽ തന്നെ വാട്സാപ്പ് ഉണ്ട്. ആ നമ്പറിലേക്ക് ആ സ്ക്രീൻഷോട്ട് അയക്കുക. സ്ക്രീൻഷോട്ടിനോടൊപ്പം പേര്, സ്ഥലപ്പേര്, അതുപോലെ തന്നെ പേര് സ്ഥലപ്പേര് മാത്രം അയച്ചാൽ മതി. അത് ഓഫീസിൽ നിങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ അതിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അയക്കാൻ ബാക്കി താല്പര്യമുള്ളവർക്കും അതേ നമ്പറിലേക്ക് തന്നെ 9605633033 എന്നുള്ള നമ്പറിലേക്ക് വാട്സാപ്പ്, ഗൂഗിൾ പേ ഉണ്ട്. ഗൂഗിൾ പേ ബിസിനസ് ആണ്, അത് കമ്പനിയുടെയാണ്. SMT അക്കാദമി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെയാണ് ആ ഗൂഗിൾ പേ നമ്പർ വരുന്നത്. അതിൽ തന്നെ പേയ്മെന്റ് അടച്ചിട്ട് 1000 rupees അഡ്വാൻസ് അടയ്ക്കുക. ആ പണമൊന്നും ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പാടില്ല. കാരണം നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇങ്ങനെയുള്ള ചെറിയ എമൗണ്ട് കിട്ടിയിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും നേടാനുണ്ടോ? കാരണം അതിനേക്കാൾ വലിയ മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. എത്രയോ പരിമാനം ഉണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ സംതൃപ്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആളുകൾ ഇന്നും എന്നെ 4 പേര് വിളിച്ചു. ഞാനൊരു 3 മണി വരെ ബിസി ആയിരുന്നു. 3 മണിക്ക് ശേഷം 4 പേര് സമയം കൊടുത്തിട്ടാണ് വിളിച്ചത്. അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് പറയുമ്പോൾ ആ കിട്ടുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സന്തോഷം, അത് എന്ത് ചെയ്താലും ഞങ്ങൾക്ക് കിട്ടില്ല. കാരണം അത്രയധികം അവരുടെ ലൈഫ് ചേഞ്ച് ആക്കാൻ സഹായിച്ച ഒരു പ്രോഗ്രാം ആണെന്നുള്ള കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് കേൾക്കുമ്പോഴാണ് ഞങ്ങളുടെ ലൈഫും ഈ പറഞ്ഞ പോലെ ഇനിയും കൂടുതൽ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ നമുക്ക് ബോധ്യമാണ്.
അപ്പോ പറഞ്ഞു വന്നത് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് 90% ആളുകളും പരിശ്രമിച്ചിട്ടും അവര് നേടാത്ത കാര്യം നേടാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 90% അഥവാ ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന മെത്തേഡുകൾ, സ്ട്രാറ്റജികൾ, കൺസെപ്റ്റുകൾ, ഈ പേരിട്ടിരിക്കുന്ന 90% ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കൺട്രോളിൽ മാർക്കറ്റ് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസ് പിന്മാറിയ സമയത്തൊക്കെ ഇന്ത്യൻ മാർക്കറ്റ് ഇഷ്ടം പോലെ നല്ല ഗ്രോത്ത് നേടിയിട്ടുണ്ട്. കാരണം ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേയേഴ്സിനോടൊപ്പം മാർക്കറ്റിലെ റീറ്റെയിലേഴ്സ് പ്ലേയേഴ്സിനും, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഇപ്പൊ കുറച്ച് കഴിയുമ്പോഴേക്ക് പറഞ്ഞുതരാം. നമ്മുടെ സിസ്റ്റം വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു അതിനൊപ്പം നിൽക്കാനാണ് നമ്മൾ പഠിക്കുന്നത്. അവിടെ നമുക്ക് വലിയ സ്ട്രാറ്റജികളോ മെത്തേഡുകളോ സീക്രട്ടുകളോ ഒന്നുമല്ല. മാർക്കറ്റിന്റെ ഡയറക്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ ഡയറക്ഷനിലൊപ്പം നമ്മൾ ട്രേഡ് ചെയ്ത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഓരോ സ്റ്റോക്കിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കി അതിനോടൊപ്പം നിൽക്കുന്ന ഒരു ശൈലിയാണ് നമ്മളത്. വളരെ സിമ്പിൾ ആയിട്ട് ഏതൊരു സാധാരണക്കാരൻ, നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു 8ാം ക്ലാസ്സും ഗുസ്തി അല്ലെങ്കിൽ 4ാം ക്ലാസ്സും ഗുസ്തി ഉള്ള ഒരാൾക്കും ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ഒരു മെത്തേഡ് നമ്മുടെ രീതികൾക്കുള്ളൂ. കാരണം ബാക്കിയെല്ലാം 90% ആളുകളുടെ മെത്തേഡാണ്. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിന് ഒത്തിരി നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഫുൾ ആയിട്ട് പഠിക്കണം എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന അതേ മെത്തേഡ് ഈ 90%-ാണ്. സ്റ്റോക്ക് മാർക്കറ്റിന് ഫുൾ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഉദാഹരണം, ഞാനൊരു കാർ എടുക്കുകയാണെങ്കിൽ, ഒരു ബൈക്ക് എടുക്കുകയാണെങ്കിൽ എന്റെ ആവശ്യം അതിൽ എന്റെ സൗകര്യത്തിനനുസരിച്ച് യാത്ര ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിനായിട്ട് ഞാൻ പഠിക്കേണ്ടത് വണ്ടി ഓടിക്കാൻ പഠിക്കണം, അതായത് വാഹനം കൈകാര്യം ചെയ്യാൻ പഠിക്കണം, ഡ്രൈവ് ചെയ്യാൻ പഠിക്കണം. അതുപോലെ തന്നെ റോഡിലെ നിയമങ്ങൾ അത്യാവശ്യം മനസ്സിലാക്കിയിരിക്കണം, റോഡിലെ മര്യാദകൾ അത്യാവശ്യം മനസ്സിലാക്കിയിരിക്കണം. ഇത്രയേ ഉള്ളൂ. അല്ലാതെ ആ വണ്ടിയുടെ സകല മെക്കാനിസവും പഠിച്ചുകൊണ്ട് എനിക്ക് ആ വണ്ടി എടുക്കാൻ ആവശ്യമില്ല, ആ വണ്ടി കൈകാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. നമുക്ക് ആകെ പഠിക്കാനുള്ളത് നമ്മൾ ട്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻഡെക്സ് ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അത് ആ ഡയറക്ഷനിലേക്ക് എവിടെ വെച്ച് എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം, ഈ കാര്യം മനസ്സിലാക്കുന്നുള്ളൂ. അതുപോലെ എഞ്ചിൻ ബോക്സിന്റെ പണി എന്താണ്, ഗിയർ ബോക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിന്റെ ഇലക്ട്രിക് പാർട്സുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതൊന്നും വണ്ടിയുടെ കാര്യത്തിൽ നമ്മൾ അറിയണ്ട എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പഠിക്കാനാണെങ്കിൽ, പഠിക്കാൻ തിരിഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ജീവിതകാലം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റില്ല സ്റ്റോക്ക് മാർക്കറ്റ്. പക്ഷേ നമുക്ക് ആവശ്യം പണമാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. സ്റ്റോക്ക് മാർക്കറ്റിന് വരുമാനമാണ് നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. ഇതെല്ലാം പഠിക്കണം എന്നാണ് ആവശ്യമെങ്കിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് ഒരു ജീവിതം മതിയാവില്ല, ഒരു ജീവിതം കൂടെ തരാൻ പടത്തിനോട് അപേക്ഷിക്കേണ്ടി വരും. എന്നാലേ സ്റ്റോക്ക് മാർക്കറ്റിലെ കാര്യങ്ങൾ മുഴുവൻ നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോ ഈ 90% ആളുകളിൽ നിന്ന് തിരിച്ചു നടക്കാൻ നമ്മൾ പഠിക്കണം. അവരുടെ കൺസെപ്റ്റുകളും സ്ട്രാറ്റജികളും ഞാൻ പഠിച്ചിട്ട് ഒരു കാര്യമില്ല എന്നും അതിനോടൊപ്പം നിന്നിട്ട് എനിക്കൊരു ഗുണം ഉണ്ടാവില്ല എന്നും എന്റെ പണം നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടോ എന്നും മനസ്സിലാക്കിക്കൊണ്ട് 10%, അതായത് മെജോറിറ്റിയോടൊപ്പം അല്ലാതെ മൈനോറിറ്റി ആയിട്ടുള്ള വളരെ കുറച്ചുള്ള, വളരെ എണ്ണത്തിൽ കുറഞ്ഞ ആളുകളുടെ രീതിക്കൊപ്പം നിൽക്കുക. അതെങ്ങനെ തിരിച്ചറിയുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് മാർക്കറ്റിനോടുള്ള കാഴ്ചപ്പാട് തന്നെ വ്യത്യാസപ്പെട്ടിരിക്കും. ഈ 90%-ന്റെയും 10%-ന്റെയും സ്റ്റോക്ക് മാർക്കറ്റിനോടുള്ള കാഴ്ചപ്പാട് തന്നെ വ്യത്യാസപ്പെട്ടിരിക്കും. കാരണം ഈ 90% ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള ഇന്നിന്റെ ആവശ്യങ്ങളെ കണ്ടുകൊണ്ടായിരിക്കും അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങുന്നത്. ഇന്നിന്റെ ആവശ്യങ്ങൾ, എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ട്, അത് തീർക്കാനുള്ള പൈസ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പരീക്ഷണം. അതുപോലെ തന്നെ എനിക്ക് ഇത്ര ആവശ്യങ്ങളുണ്ട് ഈ സമയത്ത്, ഒരു മാസം എനിക്ക് വേറെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് അതിനുള്ള സാഹചര്യമോ അതിനുള്ള സമ്പത്തോ അത്തരം കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിൽ ചെറിയ ക്യാപിറ്റൽ ഉപയോഗിച്ച് നമുക്ക് വരുമാനം ഉണ്ടാക്കാം. അപ്പൊ ഒന്ന് പരീക്ഷിക്കുക. ഈ മൈൻഡ് സെറ്റിലാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ 90% ആളുകളും ഇറങ്ങുന്നത്. 90% ആളുകൾ ഇറങ്ങുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ മറ്റൊരു മേഖലയിലേക്കാണെങ്കിൽ ഈ മൈൻഡ് സെറ്റിൽ ഇറങ്ങുമോ? നിങ്ങളൊരു ഡോക്ടർ ആവാൻ ഇറങ്ങും, എഞ്ചിനീയർ ആവാൻ ഇറങ്ങും, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ ഇറങ്ങുന്നു, അതല്ലെങ്കിൽ ഒരു പൈലറ്റ് ആവാൻ പഠിക്കാൻ ഇറങ്ങുന്നു. ഏത് മേഖലയിലും വലിയൊരു ഗ്രോത്തിന് സാധ്യതയുള്ള, വലിയൊരു നേട്ടത്തിന് സാധ്യതയുള്ള ഒരു കരിയറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ആ കരിയറിലേക്കാണ് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നെങ്കിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങുന്ന ഈ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ നേട്ടമുള്ള മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ എത്തുമോ? ഒരിക്കലും എത്തില്ല. നമുക്കറിയാം, ഒരു ഡോക്ടർ ആവണമെങ്കിൽ, ഒരു നല്ലൊരു പ്രൊഫഷണൽ ഡോക്ടർ ആവണമെങ്കിൽ എത്ര വർഷത്തെ പ്രാക്ടീസ് വേണം, എത്ര വർഷത്തെ വിദ്യാഭ്യാസം വേണം, അതിനുശേഷം എത്ര വർഷത്തെ പ്രാക്ടീസ് കൊണ്ടാണ് ആ ഡോക്ടർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വരുമാനം കിട്ടുന്ന ലെവലിലേക്ക് വളരുന്നത്. ഒരു എഞ്ചിനീയർ, ഒരു IT പ്രൊഫഷണൽ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ആരുമാവട്ടെ,
ഒരു പ്രൊഫഷണൽ അവൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന ഒരു വരുമാനം കിട്ടുന്ന ലെവലിലേക്ക് വളരാൻ എത്ര കാലത്തെ പരിശ്രമം ആവശ്യമായിട്ടുണ്ടാവും. കാരണം നമ്മളൊരു ഡോക്ടർ ആകുമ്പോഴെങ്കിൽ നമുക്കറിയാം, ഞാൻ ഡോക്ടർ ആവാൻ മെഡിസിൻ എൻട്രൻസ് ചേർന്നു, എൻട്രൻസ് പാസ്സായി, അതിനുശേഷം ഞാൻ ആ ഒരു കോഴ്സിൽ ചേർന്നു, ആ കോഴ്സ് മെഡിസിൻ കോഴ്സിൽ ചേർന്നു, ആ കോഴ്സ് പാസ്സായി, നല്ല മാർക്കോട് കൂടി പാസ്സായി. എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വരുമാനം കിട്ടില്ല നമുക്കറിയാം. ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ കൂടെ ഒരു മെഡിക്കൽ കോളേജോ മറ്റു ഹോസ്പിറ്റലിലോ കുറച്ച് വർഷങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കുറെ എക്സ്പീരിയൻസ് നേടുമ്പോഴാണ് നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു വരുമാനം കിട്ടി തുടങ്ങുന്നത്. ഇത് നമുക്കറിയാം. മറ്റേത് മേഖലയിലാണെങ്കിലും ഒരു എഞ്ചിനീയർ ആകുമ്പോഴെങ്കിൽ നമുക്കറിയാം, ഒരു പ്ലംബർ ആകുമ്പോഴെങ്കിൽ നമുക്കറിയാം, നമ്മൾ ചെന്നിറങ്ങുന്ന പിറ്റേ ദിവസം നമുക്ക് കാര്യമായിട്ടുള്ള നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള വരുമാനം ഒന്നും ആയിരിക്കില്ല കിട്ടുക. പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഇതിനാകാൻ കാത്തിരിക്കാൻ സമയമില്ല, അഥവാ സ്കിൽഡ് ആവാൻ സമയമില്ല സ്റ്റോക്ക് മാർക്കറ്റിൽ. മറ്റേതൊരു മേഖലയിലാണെങ്കിലും സ്കിൽഡ് ആകുന്നത് വരെ നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വരുമാനം നേടാൻ കഴിയുള്ളൂ. സ്കിൽഡ് ആകുന്നത് വരെ, വൈദഗ്ധ്യം നേടുന്നത് വരെ നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ, പിടിച്ചു നിന്നെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളുടെ സ്വപ്ന തുല്യമായിട്ടുള്ള വരുമാനം നേടാൻ നമുക്ക് കഴിയുള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റിലും ഒരു പരിധി വരെ അങ്ങനെ തന്നെയാണ്. പക്ഷേ മറ്റു മേഖലയേക്കാൾ അപേക്ഷിച്ച് സ്റ്റോക്ക് മാർക്കറ്റിന് ഒരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് സ്കിൽഡ് ആവാം എന്നുള്ളതാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡോക്ടർ ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും എന്തൊക്കെ മേഖലയിൽ നമ്മൾ വൈദഗ്ധ്യം നേടിയാലാണ് നമുക്ക് ആ രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ ആയി മാറാൻ പറ്റുക. പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ മാത്രം വൈദഗ്ധ്യം നേടിയാൽ മതി. നമ്മൾ ട്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മൂവ്മെന്റ് ഏത് ഡയറക്ഷനിലേക്കാണ്, അത് എനിക്കിപ്പോ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാനോ പറ്റുന്ന സാഹചര്യത്തിലാണോ, ആണെങ്കിൽ എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം, ഈ 3 കാര്യത്തിൽ മാത്രം നമ്മൾ സ്കിൽഡ് ആയാൽ മതി. മറ്റു ബാങ്കിലോ മറ്റു ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒത്തിരി ഏരിയയിൽ നമ്മൾ സ്കിൽഡ് ആയെങ്കിൽ മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു സക്സസ് നേടുകയുള്ളൂ. പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്കിൽഡ് ആകുന്നത് വരെ ചെറിയ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് മാത്രമേ നമ്മൾ പ്രാക്ടീസ് ചെയ്യാവുള്ളൂ. കാരണം ഇവിടെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്ന 90% ആളുകളും പരാജയപ്പെട്ടു പോയിരിക്കുന്നത് ഈ ഒരു സ്ഥലത്താണ്. തുടക്കത്തിൽ അവർ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കും. സ്റ്റോക്ക് മാർക്കറ്റിൽ ഏതൊക്കെ രീതിയിലൂടെ നമുക്ക് ട്രേഡിങ്ങോ ഇൻവെസ്റ്റ്മെന്റോ ചെയ്യാൻ പറ്റും. അതായത് ഇൻട്രാഡേ ഉണ്ട്, സ്വിംഗ് ട്രേഡിംഗ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതിൽ തന്നെ നമുക്ക് ഇക്വിറ്റിയിലൂടെ ചെയ്യാം, ഫ്യൂച്ചറിൽ ചെയ്യാം, ഓപ്ഷൻ ബൈങ് ചെയ്യാം, ഓപ്ഷൻ സെല്ലിംഗ് ചെയ്യാം. അങ്ങനെ പല സെഗ്മെന്റിലും ട്രേഡ് ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ട്രേഡിംഗ് തുടങ്ങുമ്പോൾ തുടക്കത്തിൽ ഒരു 90% ആളുകൾക്കും അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടും. തുടക്കത്തിൽ 90% ആൾക്കാർക്കും അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടും. ആ എക്സൈറ്റ്മെന്റിൽ വീണ്ടും കിട്ടുന്ന പൈസ മുഴുവൻ വീണ്ടും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറക്കും. മാർക്കറ്റിൽ നമ്മളുടെ കഴിവ് അല്ലെങ്കിൽ നമ്മുടെ അറിവ്, നമ്മുടെ സ്കില്ല് പോരാ എന്ന് നമ്മൾ തിരിച്ചറിയാതെ കിട്ടുന്ന പണം മുഴുവൻ നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കും. അത് വലിയ ലോസിലേക്ക് എത്തും. ലോസിലേക്ക് പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കുക, ഇത് ഇപ്പൊ എനിക്ക് പറ്റിയ എന്തോ ഒരു മിസ്റ്റേക്ക് ആണ്, അതുകൊണ്ടാണ് എനിക്ക് ലോസ് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പ്രോഫിറ്റ് ഉണ്ടാക്കിയാണ്. അപ്പോൾ ഈ ഒരു ട്രേഡിൽ ലോസ് വന്നത് എന്തോ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് നമ്മൾ തിരിച്ചറിഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ഞാനൊന്ന് മ്യൂട്ടാൾ കൊടുക്കുകയാണ്. കാരണം ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. റൈറ്റ്. അപ്പോ ഒരു കാര്യം, പരമാവധി മൈക്ക് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ശ്രദ്ധയോടുകൂടിയല്ല ഇരിക്കുന്നെങ്കിലും മറ്റുള്ള ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നവർക്ക് നമ്മളൊരു ഡിസ്റ്റർബൻസ് ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതായത് ഓരോരുത്തരും മൈക്ക് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, നിമിഷം തന്നെ ചോദിക്കാം. അത് മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം, സംസാരിക്കുമ്പോൾ അൺമ്യൂട്ട് ചെയ്യാം. അതല്ലാതെ നമ്മളുടെ സൗണ്ട്, നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവാതെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം പലരും വളരെ ശ്രദ്ധയോടുകൂടി, കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ ഒത്തിരി പണം നേടിയവരും നഷ്ടപ്പെട്ടവരും ഇതിനോടൊപ്പം ഉണ്ടാവും. അപ്പൊ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ടാണ്, അല്ലെങ്കിൽ അത് മാർഗം ഉണ്ടാവോ എന്ന് അറിയാനാണ് പലരും ഈ ഒരു വെബിനാറിൽ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് ഉണ്ട് എന്ന് പല സ്റ്റുഡൻസിന് മുമ്പിൽ ഞങ്ങൾ തെളിയിച്ചിട്ടുള്ളവരാണ്. കാരണം നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകത തന്നെ 3 മാസത്തേക്കുള്ള ഒരു കോഴ്സാണ്. കാരണം ഒരു ദിവസം കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഒരു സ്കിൽഡ് ആവാൻ സാധിക്കില്ല. ഒരു ദിവസം കൊണ്ടൊന്നും ഒരാൾക്ക് സ്കിൽഡ് ആവാൻ സാധിക്കില്ല. നമ്മുടെ കോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 മാസത്തെ ഒരു കോഴ്സാണ്. 3 മാസത്തെ കോഴ്സിന്റെ പ്രത്യേകത, ഇതിൽ ആദ്യത്തെ ദിവസം മാത്രമേ, കോഴ്സ് ആരംഭിക്കുന്ന ആദ്യത്തെ ദിവസം മാത്രമേ നേരിട്ട് വരേണ്ടതുള്ളൂ, നേരിട്ടുള്ള ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടതുള്ളൂ. അത് ഈ 27-ാം തീയതി ശനിയാഴ്ച കൊച്ചി നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ലുമിനാര ഹോട്ടലിൽ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:45 വരെയാണ് ആ ക്ലാസ്സിന്റെ ടൈം. ആ ക്ലാസ്സിൽ നമുക്ക് കിട്ടുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ അന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കും. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ഒരുപാട് പേര് മനസ്സിലാക്കിയിട്ടുണ്ടാവും. കാരണം നമ്മളുടെ
സ്ട്രാറ്റജികളോ മെത്തേഡുകളോ നമുക്ക് വലിയ രീതിയിൽ സക്സസ് നേടാൻ സഹായിക്കില്ല. കാരണം അതൊക്കെ എത്ര സ്ട്രാറ്റജികൾ പഠിച്ച ഒരാളും എത്ര മെത്തേഡുകൾ പഠിച്ച ഒരാളും ലൈവ് മാർക്കറ്റിൽ ഇത് പലപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യാൻ കൺഫ്യൂഷൻ ആയി പോകുന്നു. ഡിസിഷൻസ് എടുക്കാൻ, തീരുമാനം, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത് എൻട്രി എടുക്കണോ എക്സിറ്റ് ചെയ്യണോ എന്നുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കൺഫ്യൂഷൻ ആയി പോകുന്നു നമുക്കറിയാം. അപ്പോ മൈൻഡ്, ചിന്താഗതിയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ സക്സസ് നിർണ്ണയിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ നിന്ന് നേരിട്ട് ബോധ്യമാവും. ചിന്തകളെ എങ്ങനെ നിയന്ത്രിക്കണം എന്ന് നിങ്ങൾക്ക് ക്ലാസ്സിൽ നേരിട്ട് ബോധ്യവും. അതുപോലെ നിങ്ങളുടെ മനസ്സനുസരിച്ച്, നിങ്ങളുടെ ചിന്തകൾ അനുസരിച്ച് നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ മനസ്സിലാവും. അതായത് നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ച് നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് ആ നേരിട്ടുള്ള ക്ലാസ്സിൽ മനസ്സിലാവും. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം. ഇപ്പോൾ ഒരു ഫുൾ ടൈം ട്രേഡർ ആയിട്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി പാർട്ട് ടൈം ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിയ ഒരാളാവട്ടെ, ഏതൊരാളാണെങ്കിലും ശരി, എന്റെ സാഹചര്യത്തിനനുസരിച്ച് ഞാൻ എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ സമീപിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ട്രേഡിങ്ങിന്, ഇൻവെസ്റ്റ്മെന്റിനായിട്ട് ഒരു സ്റ്റോക്കിന് അല്ലെങ്കിൽ ഇൻഡെക്സിനെ എങ്ങനെ സമീപിക്കണം, എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം ഒക്കെ ആ നേരിട്ടുള്ള ക്ലാസ്സിൽ നിങ്ങൾക്ക് ബോധ്യമാവും. ആ ബോധ്യമായാൽ മാത്രം പോരാ, ഒരു സെക്കൻഡ്, അത് ഒരു ദിവസത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ബോധ്യമാവുകയാണ് ചെയ്യുന്നത്. ബോധ്യമായതുകൊണ്ട് നമ്മൾ ഒരാളും സക്സസ് ആവില്ല. അതായത് ഏതൊരു ബുക്കിൽ വായിച്ചൊരു വാക്കാണ്, ഒരു സ്ട്രാറ്റജിയും ഒരു പ്ലാനും അതുപോലെ തന്നെ ഒരു ബിസിനസ് ഡീലുകളും അല്ലെങ്കിൽ ഒരു ആശയങ്ങളും ഒരു എന്താ പറയുക ചിന്തകളും ഒരു പ്ലാനുകളും നമ്മൾ ഒരിക്കലും വിജയിപ്പിക്കില്ല എന്നൊരു ബുക്കിൽ വായിച്ചു കേട്ടിട്ടുണ്ട്. അതായത് അറിവുകളും അതുപോലെ തന്നെ പ്ലാനുകളും ഐഡിയാസും അതുപോലെ തന്നെ എന്താ പറയുക പ്രൊജക്ട് റിപ്പോർട്ടുകളോ ബിസിനസ് പ്ലാനുകളോ ഇതൊന്നും സക്സസ് കൊണ്ടുതരില്ല. അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള നമ്മുടെ ശേഷിയാണ്, അഥവാ അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനുള്ള നമ്മളുടെ ശേഷിയാണ്, നമ്മുടെ കഴിവാണ് എവിടെയും നമ്മൾ സക്സസ് ആക്കി. അപ്പോ സ്ട്രാറ്റജികൾ പഠിക്കുന്നതും മെത്തേഡുകളും ഒക്കെ ഒരു ദിവസം കൊണ്ട് നമുക്കൊരു ഐഡിയ കിട്ടും. അതോടൊപ്പം തന്നെ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ട്യൂട്ടോറിയൽ ആപ്പ് തരുന്നുണ്ടാവും. കാരണം നമുക്കറിയാം, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടും ചിലപ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിലൊക്കെ മുഴുവനായിട്ട് കയറിക്കൊള്ളണമെന്നില്ല. അപ്പൊ അത് മുഴുവൻ കയറാൻ വേണ്ടിയിട്ട് 15 മണിക്കൂറുള്ള വീഡിയോ ക്ലാസ്സുകൾ അടങ്ങിയ ഒരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് ഒരു ട്യൂട്ടോറിയൽ ആപ്പ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് തരും. അത് ഫീസുള്ള ആപ്പാണ്, പക്ഷെ നിങ്ങൾ ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് അത് ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്തു. കാരണം ഈ 3 മാസത്തെ കോഴ്സിനിടയ്ക്ക് ആ സ്റ്റഡി മെറ്റീരിയൽ അഥവാ ആ സിലബസ് ഉൾപ്പെടുന്ന വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം 3 മാസത്തിനിടയ്ക്ക്. അതുകൂടാതെ നിങ്ങൾക്ക് മാർക്കറ്റ് ദിവസങ്ങളിൽ, നമുക്കറിയാം തിങ്കൾ മുതൽ വെള്ളി വരെയാണ് മാർക്കറ്റ് ദിവസങ്ങളുള്ളത്. മാർക്കറ്റ് ദിവസങ്ങളിൽ ബേസിക് അറിയാത്തവർക്ക് വേണ്ടി ആ ആപ്പിനകത്ത് തന്നെ ബേസിക് ക്ലാസ് ഉണ്ടായിരിക്കും. അതുകൂടാതെ ബേസിക് അറിയാത്തവർക്ക് വേണ്ടി രാവിലെ 7:30 മുതൽ രാവിലെ 7:30 മുതൽ 8 മണി വരെ ഓരോ മണിക്കൂർ, മാർക്കറ്റ് ദിവസങ്ങളിൽ രാവിലെ 7 മണി മുതൽ 8 മണിക്കൂർ വരെ ഓരോ മണിക്കൂർ നിങ്ങൾക്ക് ബേസിക് ക്ലാസ് ഉണ്ടാവും. ലൈവ് ക്ലാസ് ആയിരിക്കും, അത് സൂം ലൈവ് ഓൺലൈൻ ക്ലാസ് ആയിരിക്കും നടക്കുന്നത്. അത് ആ സമയത്ത് പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് അതിന്റെ വീഡിയോ, റെക്കോർഡഡ് വീഡിയോ ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് നൽകുന്നുണ്ടാവും. കാരണം എല്ലാ ദിവസവും എല്ലാവർക്കും ചിലപ്പോൾ രാവിലെ 7 മണി മുതൽ 8 മണി വരെ പങ്കെടുക്കാൻ പറ്റിക്കോളണമെന്നില്ല. പക്ഷെ എല്ലാ ദിവസത്തെ ക്ലാസ്സും ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് നൽകുന്നുണ്ടാവും. ആ ക്ലാസ് പങ്കെടുക്കുന്നവർക്കാണ് ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം എല്ലാ ദിവസവും മാർക്കറ്റ് ദിവസങ്ങളിൽ വൈകുന്നേരം 7:30 മുതൽ 9:00 വരെ നമ്മൾ ആ നേരിട്ടുള്ള 27-ാം തീയതി നേരിട്ട് കൊച്ചിയിൽ നടക്കുന്ന ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഓരോ ദിവസത്തെയും മാർക്കറ്റ്, നമുക്കറിയാം ഓരോ ദിവസവും മാർക്കറ്റ് ഓരോ രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. ഈ ഓരോ രീതിയിലുള്ള മൂവ്മെന്റിൽ ഞാൻ എന്ത് ചെയ്യണം, എവിടെ ട്രേഡ് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ നമുക്കുണ്ടാവും. അപ്പൊ ഓരോ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 9:00 വരെ നമ്മൾ വീണ്ടും സൂം ലൈവ് ക്ലാസ്സിലിരിക്കുന്നു. ആ ക്ലാസ്സിനകത്ത് അന്നത്തെ മാർക്കറ്റിന്റെ നമ്മൾ പഠിച്ച രീതിയിലനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റികൾ എന്തായിരുന്നു, എവിടെ വെച്ച് ട്രേഡ് എടുക്കണമായിരുന്നു, എവിടെ എക്സിറ്റ് ചെയ്യണമായിരുന്നു, അതുപോലെ തന്നെ അടുത്ത ദിവസത്തേക്ക് എങ്ങനെ മാർക്കറ്റിന്റെ മൂവ്മെന്റ്, അതായത് നമുക്ക് ആർക്കെങ്കിലും അറിയാം നാളെ മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്യും, എങ്ങോട്ട് മൂവ് ചെയ്യും, നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ നമ്മളുടെ ഈവനിങ് ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു നാളെ മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്ത് എങ്ങോട്ട് പോയാലും എങ്ങനെ ട്രേഡുകൾ പ്ലാൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഈവനിങ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടോ. ആ ക്ലാസ്സും എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ഇടയ്ക്കൊക്കെ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് തരുന്ന ട്യൂട്ടോറിയൽ ആപ്പിനകത്ത് 7:30 മുതൽ 9:00 വരെയുള്ള ആ ക്ലാസ് റെക്കോർഡ് ചെയ്ത് നൽകുന്നുണ്ടാവും. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും, മാർക്കറ്റൊക്കെ കഴിഞ്ഞ വൈകുന്നേരങ്ങളിലൊക്കെ ഇന്ന മാർക്കറ്റിൽ ഇവിടെ ട്രേഡ് എടുക്കായിരുന്നു, ഇവിടെ എക്സിറ്റ് ചെയ്യാമായിരുന്നു, ഇവിടെ സ്റ്റോപ്പ് ലോസ് ചെയ്യിപ്പായിരുന്നു, ഇവിടെ ടാർഗറ്റ് സെറ്റ് ചെയ്യായിരുന്നു, ഇത്ര പ്രോഫിറ്റ് കിട്ടായിരുന്നു എന്നൊക്കെ പറയാനൊക്കെ വളരെ എളുപ്പമുണ്ട്. ഇതൊക്കെ ലൈവ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ അതൊക്കെ അപ്പൊ വിവരം അറിയാം എന്നുള്ള രീതിയിലൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ അതിനുള്ള സൊല്യൂഷനും ഇവിടെ ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾക്ക് തരുന്ന 3 മാസം ഫോളോ അപ്പ് ക്ലാസ്സിനകത്ത്, ഫോളോ അപ്പ് സപ്പോർട്ടിനകത്ത് ആഴ്ചയിൽ 2 ദിവസം ലൈവ് മാർക്കറ്റിൽ നമ്മൾ ഒരുമിച്ചിരിക്കുന്നു. രാവിലെ 9:10 മുതൽ വൈകുന്നേരം ചിലപ്പോൾ 3 മണി വരെ കാണും, ചിലപ്പോൾ 2 മണി വരെ കാണുള്ളൂ, ചിലപ്പോൾ 12 മണിക്ക് അവസാനിക്കും. നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോ ദിവസത്തെ മാർക്കറ്റിന്റെ ഓപ്പർച്യൂണിറ്റി അനുസരിച്ച് എപ്പോഴാണ് ക്ലാസ് അവസാനിക്കുക എന്ന് പറയാൻ പറ്റില്ല. ക്ലാസ് അല്ല, ലൈവ് സെഷൻ ആണ്.
മാർക്കറ്റിന്റെ മുമ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന നിമിഷം മുതൽ അത് ഏത് ഡയറക്ഷനിലേക്ക് പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യണം, എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം എന്നൊക്കെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് 3 മാസക്കാലത്തിനിടയ്ക്ക് ആഴ്ചയിൽ 2 ദിവസം ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ 3 മാസത്തെ കാലാവധിക്കാണ് ഈ ഒരു കോഴ്സ് നടക്കുന്നത്. അതിനാണ് 14,000 രൂപ ഫീസ്. എന്നാൽ 3 മാസം കൊണ്ട് അവസാനിക്കുന്നില്ല. കാരണം എല്ലാവർക്കും ചിലപ്പോൾ 3 മാസം കൊണ്ട് എല്ലാ കാര്യങ്ങളും പഠിച്ച് അങ്ങ് എക്സ്പീരിയൻസ് ആവാൻ പറ്റിക്കൊള്ളുന്നില്ല. അവർക്ക് വേണ്ടി ഓരോ ബാച്ച് തുടങ്ങുമ്പോഴും, ഇപ്പൊ 27-ാം തീയതി ബാച്ച് തുടങ്ങുമ്പോൾ, 120-ാമത്തെ ബാച്ച് തുടങ്ങുമ്പോൾ 27-ാം തീയതി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. ആ ക്ലാസ്സിൽ പങ്കെടുത്തവര് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരിക്കും ഉണ്ടാവുന്നത്. ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ഈ 3 മാസത്തിന് ശേഷവും ലൈഫ് ലോങ് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളും ചോദിക്കാം. അതായത് ഇപ്പൊ 3 മാസത്തിന് ശേഷമാണ് നിങ്ങൾ ട്രേഡ് എടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്ക് ഉണ്ട്, അത് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നാളെ ഞാനിപ്പോൾ റിലയൻസിൽ ഒരു ട്രേഡ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നു, അത് എവിടെ എൻട്രി എടുക്കണം, എവിടെ സ്റ്റോപ്പ് ലോസ് ചെയ്യണം, ഇത്തരം സംശയങ്ങൾക്കൊക്കെ ലൈഫ് ലോങ് നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടായിരിക്കും. നാളെ ഏത് സ്റ്റോക്ക് മൂവ് ചെയ്യും, എവിടെ പോയി എൻട്രി, അതൊന്നും ചോദിക്കരുത്. നാളെ ഏത് സ്റ്റോക്കാണ് മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ളത്, ഏത് സ്റ്റോക്ക് നന്നായിട്ട് കയറാൻ ചാൻസ് ഉള്ളത് ചോദിച്ചാൽ എനിക്കറിയില്ല എന്നേ പറയുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിന്റെ ഓപ്പണിംഗ് അനുസരിച്ച് മൂവ്മെന്റ് ഏത് ഡയറക്ഷനിലേക്ക് അതൊപ്പം ട്രേഡ് എടുക്കാനാണ് നമ്മൾ പഠിക്കുന്നത്, അതിനോടൊപ്പം നിൽക്കാനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ 3 മാസത്തെ ഫോളോ അപ്പ് ക്ലാസ്സിനിടയ്ക്ക് ലൈവ് സെഷൻസ് ഉണ്ടാവും, ഈവനിങ് ക്ലാസ്സുകൾ ഉണ്ടാവും. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളെ സ്വയം പര്യാപ്തരാക്കാൻ വേണ്ടിയിട്ടുള്ള സെഷനാണ്. ലൈഫ് ലോങ് സപ്പോർട്ട് ഉൾപ്പെടെ നിങ്ങളെ സ്വയം പര്യാപ്തരാക്കാൻ വേണ്ടിയിട്ടുള്ള സെഷനാണ് നമുക്ക് ഈ ഒരു കോഴ്സിലൂടെ നടക്കുന്നത്. മാത്രമല്ല മറ്റൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 27-ാം തീയതിയിലെ ക്ലാസ് ശനിയാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് 29-ാം തീയതി തിങ്കളാഴ്ച മുതലാണ് ക്ലാസ്സുകളും സെഷൻസ് ഒക്കെ വരുന്നത്. അതിന്റെ ഒരു പ്രത്യേകത, നിങ്ങൾ മാത്രമായിരിക്കില്ല ആ ക്ലാസ്സുകളിൽ ഉണ്ടാവുക. ലൈവ് മാർക്കറ്റ് അനാലിസിസ് സെഷൻ ആവട്ടെ, അതല്ലെങ്കിൽ ഈവനിങ് ഫോളോ അപ്പ് ക്ലാസ്സുകളാവട്ടെ, ഇതിലൊന്നും നിങ്ങൾ മാത്രമല്ല ഉണ്ടാവുക. 3 മാസത്തെ ഫോളോ അപ്പ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഇതിന് തൊട്ട് മുമ്പത്തെ 3 മാസത്തെ ബാച്ചിലുള്ള ആളുകളുണ്ടാവും. പിന്നെ നേരിട്ടുള്ള ക്ലാസ്സിൽ പറയാവുന്ന മറ്റൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. സ്റ്റോക്ക് മാർക്കറ്റിലെ SMT അക്കാദമിക്ക് മാത്രമേ ആ ഒരു കമ്മ്യൂണിറ്റി അവകാശപ്പെടാനുള്ളൂ. അത് പിന്നീട് പറയാം, അത് നേരിട്ടുള്ള ക്ലാസ്സിൽ പങ്കെടുക്കാൻ മുമ്പ് പറയാം. ആ ബാച്ചിലുള്ള ആ കമ്മ്യൂണിറ്റിയുള്ള ഏകദേശം 150ഓളം പേരുള്ള ഒരു കമ്മ്യൂണിറ്റിയാണത്. അതിലുള്ള പലരും ആ ഈവനിങ് ക്ലാസ്സുകളും ലൈവ് സെഷൻസിലൊക്കെ ഉണ്ടാവും. അപ്പൊ അവരുടെ എക്സ്പീരിയൻസുകൾ, സ്റ്റോക്ക് മാർക്കറ്റിൽ അവർക്ക് വന്ന മാറ്റങ്ങൾ, ട്രേഡിങ്ങിൽ ഇരിക്കുമ്പോൾ അവർക്ക് വന്ന മാറ്റങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നതും അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കും. കാരണം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പൊതുവേ നമ്മൾ മലയാളീസിനിടയിൽ കേട്ടത് ഇത് കാശ് പോകാനുള്ള ഒരു സ്ഥലമാണെന്ന് കേട്ടത് ശരിയല്ല. ഇത് തെറ്റാണെന്നും അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ പൈസ ഉണ്ടാക്കുന്ന ഒരു കമ്മ്യൂണിറ്റി, ഒരു കുറെ അധികം ആളുകളെ നിങ്ങൾക്ക് നേരിട്ട് കാണാനും സാധിക്കുകയും ചെയ്യും അടുത്ത ദിവസം മുതലേ. അപ്പോ നമ്മൾ ചെറിയ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് തുടക്കത്തിൽ സ്കിൽഡ് ആകുന്നത് വരെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങാവൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിയ 90% ആളുകളിലൂടെ പിന്മാറാനുള്ള പ്രധാന കാരണം ഇതാണ്. അവര് തുടക്കത്തിൽ തന്നെ അവർക്ക് ആവശ്യമുണ്ടെന്ന് കരുതി അവരുടെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് പരമാവധി എത്രയും പെട്ടെന്ന് സ്റ്റോക്ക് മാർക്കറ്റിന് വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്, ലോകത്തിൽ ഏത് മേഖലയിലും സക്സസ് ആവണമെങ്കിൽ ഈ ഒരു 3 സ്റ്റേജുകളിലൂടെ കടന്നുപോയേ പറ്റൂ. അതല്ലാതെ ഒരു പ്രൊഫഷണലിനും ലോകത്തിൽ സക്സസ് ആവാൻ കഴിയില്ല. ഒരു മേഖലയിലും നമുക്ക് സക്സസ് ആവാൻ കഴിയില്ല. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റും അതുപോലെ തന്നെയാണ്, മറ്റൊരു മേഖലയെ പോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റും. അതിൽ 3 സ്റ്റേജുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് അണ്ടർസ്റ്റാൻഡിംഗ് ലെവല്, രണ്ടാമത്തത് ഇംപ്ലിമെന്റേഷൻ ലെവല്, മൂന്നാമത്തതാണ് എക്സ്പെർട്ടൈസ് ലെവല്. ഈ 1ഉം 2ഉം അണ്ടർസ്റ്റാൻഡിംഗ് ലെവലും ഇംപ്ലിമെന്റേഷൻ ലെവലും നമുക്ക് വരുമാനം കൊണ്ടുതരുന്ന ലെവലുകളല്ല, മേഖലയല്ല, ഏരിയ അല്ല, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടമല്ല. എക്സ്പെർട്ടൈസ് ലെവലിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വരുമാനം സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല ഏത് മേഖലയിൽ നിന്നും നമുക്ക് ഉണ്ടാവുള്ളൂ. ഈ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലും ഈ 3 ലെവലുകൾ എങ്ങനെയൊക്കെയാണെന്ന് ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ 3ാമത്തെ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വരുമാനം സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. അതായത് അത്രയ്ക്ക് നമ്മളൊരു കൃത്യമായിട്ടുള്ള ഒരു പാറ്റേണിലൂടെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് പഠിച്ചു മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ അലാവുദ്ദീന്റെ അത്ഭുതങ്ങളൊക്കെ പോലെ ഒരു വരുമാനം നമുക്ക് ഉണ്ടാക്കി തരികയല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ നേടിയെടുക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെ നേടുന്ന വരുമാനം നമ്മുടെ ലൈഫിലൊന്നും അധികാലം നിലനിന്നിട്ടില്ല. അത് ചിന്തിച്ചു നോക്കി. ലോട്ടറി, ബമ്പർ ലോട്ടറികൾ അടിച്ച ഇഷ്ടം പോലെ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ആരൊക്കെ ഇന്നും ആ ധനികതയോട് കൂടി നിലനിൽക്കുന്നുണ്ട്? ആരും ഉണ്ടാവില്ല. അങ്ങനെ ഒരു അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്ന ഒരു വരുമാനം നമുക്ക് ലൈഫിൽ നിലനിൽക്കില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വൈദഗ്ധ്യം നേടുന്നതിലൂടെ ആർജിക്കുന്ന പണമാണ് നമുക്ക് നിലനിൽക്കാൻ പറ്റുന്നത്. ഇതിന് ഞങ്ങളൊക്കെ മറ്റൊരു സാങ്കേതിക ഭാഷയോട് പറയുന്നുണ്ട്. അതായത് നാളെ ഒരു സുപ്രഭാതത്തിൽ നമുക്കുള്ള മുഴുവൻ പണവും സ്വത്തും സമ്പാദ്യവും നഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ. നാളെ ഒരു സുപ്രഭാതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ നമുക്കുണ്ടായിരുന്ന പണവും സമ്പാദ്യവും മൊത്തം നഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മുഴുവൻ തിരിച്ചു പിടിക്കാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടോ? അതിനെയാണ് വൈദഗ്ധ്യം എന്ന് പറയുന്നത്.
നാളെ ഒരു സുപ്രഭാതത്തിൽ ഇന്ന് വരെയുള്ള സകല സ്വത്തും സമ്പത്തും അതുപോലെ തന്നെ അസറ്റുകളും നഷ്ടമായി എന്നിരിക്കട്ടെ, അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇത് മുഴുവൻ തിരിച്ചു പിടിക്കാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടെങ്കിൽ അതാണ് സ്കിൽ എന്ന് പറയുന്നത്. അഥവാ ആ ലെവലാണ് എക്സ്പെർട്ടൈസ് ലെവൽ എന്ന് പറയുന്നത്. ഈ ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കോഴ്സിന്റെ പ്രധാന ലക്ഷ്യം തന്നെ. അതായത് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു മേഖലയിലും ആ മേഖലയുടെ സാധ്യതകൾ കണ്ടെത്തി അവിടുത്തെ ബേസിക് കാര്യങ്ങൾ പഠിക്കുന്നതിനാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ എന്ന് പറയുന്നത്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏതൊക്കെ സെഗ്മെന്റിൽ എന്തൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേസിക് കാര്യങ്ങൾ പഠിക്കുന്നതിനാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ എന്ന് പറയുന്നത്. ഈ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു വരുമാനം കിട്ടില്ല. അതായത് ഒരു ഡോക്ടറെ സംബന്ധിച്ചുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈ പഠിക്കുന്ന സമയം, മെഡിസിൻ ഒക്കെ പഠിക്കുന്ന എൻട്രൻസ് പാസ്സായി മെഡിസിൻ ഒക്കെ പഠിക്കുന്ന സമയവും അതാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ. സ്റ്റോക്ക് മാർക്കറ്റിലും അതാണ്. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, എങ്ങനെ ട്രേഡ് എടുക്കണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ കാര്യങ്ങൾ പഠിക്കുന്ന ലെവലാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ. രണ്ടാമത്തെ ഇംപ്ലിമെന്റേഷൻ ലെവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ആ ഒരു കോഴ്സ് പാസ്സായി അദ്ദേഹം ഒരു ഡോക്ടറുടെ കീഴിലോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലോ പ്രാക്ടീസിന് വേണ്ടി ചേരുന്ന സമയം അവിടെ വരുമാനമൊക്കെ കിട്ടും, അത്യാവശ്യം വരുമാനമൊക്കെ കിട്ടും. പക്ഷെ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതി അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്നുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു വരുമാനമായിരിക്കില്ല അവിടെ കിട്ടുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള ഈ അണ്ടർസ്റ്റാൻഡിംഗ് ഈ ഇംപ്ലിമെന്റേഷൻ ലെവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ബേസിക് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ ഇംപ്ലിമെന്റേഷൻ ലെവലിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ വരും. നമ്മൾ ചിലപ്പോൾ 10 ട്രേഡ് എടുത്താൽ ഈ 10 എണ്ണത്തില് ഒരു 4 ട്രേഡ് പ്രോഫിറ്റിലാവും, 6 എണ്ണം ലോസിലാവും. ഈ ഒരു ലെവലൊക്കെ ആയിരിക്കും ഇംപ്ലിമെന്റേഷൻ ലെവൽ. ഇവിടെയും നമ്മൾ പഠിച്ച് എക്സ്പെർട്ടൈസ് ലെവലിലേക്ക് എത്തുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ ചിന്തിച്ച് നോക്കിയേ, ഫ്യൂച്ചറോ ഓപ്ഷൻസോ ട്രേഡ് ചെയ്യുന്ന നിങ്ങൾ എൻട്രി എടുത്തതിന് ശേഷം നിങ്ങളുടെ P&L പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കാതെ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ പറ്റുന്ന ലെവലാണ് എക്സ്പെർട്ടൈസ് ലെവൽ. നമ്മളുടെ P&L പ്രോഫിറ്റ് ആൻഡ് ലോസ് ലെവൽ നോക്കാതെ എക്സിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലാണ് എക്സ്പെർട്ടൈസ് ലെവൽ. ഈ ലെവലിൽ ഇപ്പൊ നമ്മൾ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ തുടക്കത്തിൽ വളരെ ശ്രദ്ധിച്ച് എവിടെ ഗിയർ മാറ്റണം, ഈ ഒരു വളവിൽ എത്രത്തോളം ഓടിക്കണം, എങ്ങനെ ക്ലച്ച് അപ്ലൈ ചെയ്യണം, ഇതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ എക്സ്പെർട്ടൈസ് ലെവലിൽ എത്തിയ ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അറിയില്ല. അദ്ദേഹം ഇന്നിടത്ത് പോകണം എന്ന് തീരുമാനിച്ച് വണ്ടിയിൽ കയറിയിരുന്നിരുന്നെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ എത്തുന്നത് പോലെ ആയിരിക്കും തോന്നുന്നത്. കാരണം അദ്ദേഹം ഡ്രൈവ് ചെയ്യുന്നതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും അദ്ദേഹം ശ്രദ്ധിക്കില്ല. ഇടയ്ക്ക് ഒരു ഫോൺ കോളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ പോയിട്ടായിരിക്കും അദ്ദേഹം ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നത്. പലപ്പോഴും എത്തുന്നത് അവിടെ എത്തുമ്പോൾ മാത്രമേ അറിയുള്ളൂ. അതിനിടയ്ക്ക് വരുന്ന തടസ്സങ്ങളോ ബ്ലോക്കുകളോ മറ്റു കാര്യങ്ങളൊന്നും മൈൻഡ് പോലും ചെയ്യില്ല. അതൊക്കെ ഒരു ഡെയിലി എന്താ പറയുക, നമ്മൾ നിത്യതൊഴിൽ അഭ്യാസം എന്നൊക്കെ പറഞ്ഞ പോലെ ദിവസം ചെയ്യുന്ന രീതിയായിട്ടാണ് അറിയുള്ളൂ. അത് ആ ലെവലിലേക്ക് നമ്മളും വളരും. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ട്രേഡ് ചെയ്യുന്ന രീതിയിലല്ലാതെ ഒരു ഇമോഷൻസും ഇല്ലാതെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഡിസിപ്ലിനോട് കൂടി ട്രേഡ് എടുക്കാനും എക്സിറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പഠിക്കുന്ന ഒരു ലെവലാണ്, അല്ലെങ്കിൽ എത്തിയ ഒരു ലെവലാണ് എക്സ്പെർട്ടൈസ് ലെവൽ. ഈ ലെവലിൽ എത്തുമ്പോൾ നിങ്ങൾ 5000 രൂപ ഉപയോഗിച്ചിട്ട് ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് 2 ദിവസം കൊണ്ട് 10000 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഒരു ദിവസം കൊണ്ട് മാർക്കറ്റിന്റെ ഓപ്പർച്യൂണിറ്റി തന്നാൽ ഒരു ദിവസം കൊണ്ട് 5000 രൂപയ്ക്ക് 5000 രൂപ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് അത് അനുഭവിച്ചറിയാൻ കഴിയും. കാരണം വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി തന്നോ അത് നമ്മൾ യൂസ് ചെയ്തിരിക്കും. തന്നില്ലേ അന്നത്തെ ദിവസം നമ്മൾ ട്രേഡ് ചെയ്യില്ല. ചില ദിവസങ്ങളിലൊക്കെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി തന്നില്ലെങ്കിൽ ഒരു ട്രേഡ് പോലും എടുക്കില്ല എന്നുള്ളതാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ എക്സ്പെർട്ടൈസ് ലെവലിലേക്ക് വളർത്തുക എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാന കാര്യം സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിനെ മനസ്സിലാക്കി ട്രേഡ് ചെയ്യുന്നതാണ് പ്രധാന കാര്യം. മാർക്കറ്റിനെ ലോകത്തിലെ ഏത് മാർക്കറ്റിനും 5 ടൈപ്പ് മൂവ്മെന്റ് പാറ്റേണിലൂടെ പോയിട്ടുള്ളൂ. 5 ടൈപ്പ് മൂവ്മെന്റ് പാറ്റേണിലൂടെ പോയിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 5 ടൈപ്പ് മൂവ്മെന്റ് പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ടൈപ്പ് മൂവ്മെന്റ് പാറ്റേൺ വളരെ അഗ്രസീവ് ആയിട്ട് മുകളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് മൂവ്മെന്റ് തരുന്ന ഒരു മാർക്കറ്റാണ്. ഈ മാർക്കറ്റ് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഈ മാർക്കറ്റ് നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം, പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു മാർക്കറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. പക്ഷേ ഇവിടെ നമ്മളുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് അവസാനം എത്തുന്നതാണ്. തുടക്കത്തിലേ നമ്മളിതൊന്നും തിരിച്ചറിയില്ല. അയ്യോ ഇത്രയും നല്ല രീതിയിൽ മുകളിലേക്ക് പോയല്ലോ, ഇനിയിപ്പോ എടുത്താൽ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങുന്നുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ഇത് ടൈപ്പ് 1 മൂവ്മെന്റ് പാറ്റേൺ. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ടൈപ്പ് 2 മാർക്കറ്റ്, ഇതും ബുള്ളിഷ് മൂവ്മെന്റ് ആണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇത്രയും ഫാസ്റ്റ് ആയിട്ടല്ല മുകളിലേക്ക് പോകുന്നത്. ഈ മാർക്കറ്റിന്റെ പ്രത്യേകത, ടൈപ്പ് 1 മാർക്കറ്റിന്റെ പ്രത്യേകത, ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ തുടക്കത്തിൽ തന്നെ, ഈ മാർക്കറ്റിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് തിരിച്ചറിയുകയും ചെയ്യും എപ്പോഴാണോ ട്രെൻഡ് റിവേഴ്സ് ആവുന്നത്. ഇവിടെയൊക്കെ നമുക്ക് കാണാം മാർക്കറ്റ് റിവേഴ്സ് ആവുന്നത്. പക്ഷെ ഇതൊന്നും ട്രെൻഡ് റിവേഴ്സിലല്ല. ഇതൊക്കെ ഓരോ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്ന ഏരിയ ആണ്. ട്രെൻഡ് റിവേഴ്സിൽ കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഡയറക്ഷൻ അപ്പം ദീർഘകാലം നിലനിൽക്കാൻ നമുക്ക് പറ്റും. അങ്ങനെയാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ഞങ്ങൾ നല്ല ഓപ്പർച്യൂണിറ്റി ഒക്കെ ഒരു 6 മാസം കൊണ്ട് 200-300% ഗ്രോത്ത് ചെയ്തിരിക്കുന്ന കമ്പനികളൊക്കെ
കണ്ടെത്തി സെലക്ട് ചെയ്യുന്ന ഈ ടൈപ്പ് 1 മൂവ്മെന്റ് പാറ്റേണുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തിയിട്ടാണ്. അതുപോലെ തന്നെ ടൈപ്പ് ഇതിന്റെ പ്രത്യേകത ബുള്ളിഷ് മൂവ്മെന്റ് തന്നെയാണ്. പക്ഷെ ഒന്ന് നോക്കി, ഈ മാർക്കറ്റിൽ നമ്മൾ അപ്രോച്ച് ചെയ്ത, നമ്മൾ ട്രേഡ് ചെയ്ത മെത്തേഡോ സ്ട്രാറ്റജിയോ രീതികളോ ഒന്നും ഈ മാർക്കറ്റിൽ വർക്ക് ചെയ്യില്ല. കാരണം ഈ മാർക്കറ്റ് അത്ര സ്പീഡിലല്ല മുകളിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ കറക്ഷൻ അതോ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നത് വളരെ ദൂരത്തേക്ക് സമയത്തേക്കാണ്. അപ്പൊ ഈ മാർക്കറ്റിലെ മൈൻഡ് സെറ്റോ മെത്തേഡോ സ്ട്രാറ്റജി ഒന്നും ഈ മാർക്കറ്റിൽ നമുക്ക് പ്രോഫിറ്റ് കൊണ്ട് തരില്ല എന്നുള്ളത് തിരിച്ചറിയാം. അതുപോലെ തന്നെയാണ് ടൈപ്പ് 3 മാർക്കറ്റ്. ഇങ്ങനെ 5 മാർക്കറ്റ് ആണുള്ളത്. ടൈപ്പ് 3 മാർക്കറ്റ് ലോകത്തിന് ഏത് ഇൻഡെക്സും ഏത് സ്റ്റോക്കും ഈ 5 ടൈപ്പിലൂടെ പോകുള്ളൂ. ഇതൊരു സൈഡ് വേസ് മാർക്കറ്റ് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സൈഡ് വേസ് മാർക്കറ്റിൽ നമ്മൾ ഒരിക്കലും ലോങ് ടൈമോ ഷോർട്ട് ടൈമോ ട്രേഡ് ചെയ്യില്ല, ഇൻട്രാഡേ മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ ഈ സൈഡ് വേസ് മാർക്കറ്റ് എങ്ങനെ കണ്ടെത്താൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ടൈപ്പ് 4 ടൈപ്പ് 5 ഇങ്ങനെ മാർക്കറ്റിന്റെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിക്കൊപ്പം നമുക്ക് ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രോഫിറ്റിലേക്ക് നിലനിർത്താൻ സാധിക്കും. അതായത് അനാവശ്യമായിട്ടുള്ള എൻട്രികൾ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാം. അനാവശ്യമായിട്ടുള്ള എൻട്രി, ഇപ്പൊ നമ്മൾ ചില സമയത്തൊക്കെ സ്റ്റോക്ക് എൻട്രി എടുത്തിട്ട് അത് ഇത് ഞാൻ എൻട്രി എടുത്തപ്പോൾ പലരും പറയുന്നത് ഒരു സ്റ്റോക്ക് ഞാൻ എൻട്രി എടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മാർക്കറ്റ് റിവേഴ്സ് ആവാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞാൻ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇത് നല്ല രീതിയിൽ കയറി പോകാൻ വേണ്ടിയിട്ട്. ഈ കാര്യങ്ങളൊക്കെ ഒഴിവാകും ഈ മാർക്കറ്റിലെ മൂവ്മെന്റ് പാറ്റേൺ മനസ്സിലാക്കിയ. കാരണം ഈ മൂവ്മെന്റ് പാറ്റേൺ ടൈപ്പ് 2 നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റോ അതുപോലെ തന്നെ ഒരു പരിധിക്ക് അപ്പുറം ഹോൾഡ് ചെയ്യുന്ന ട്രേഡിങ്ങുകളോ ഇതിനകത്ത് ചെയ്യില്ല. കാരണം എന്താ, ഇതൊരു പരിധി കഴിഞ്ഞാൽ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങുന്ന, കുറെ ദൂരത്തേക്ക് മാർക്കറ്റ് താഴത്തേക്ക് വരും നമുക്കറിയാം. ടൈപ്പ് 1 നമ്മൾ അഗ്രസീവ് ആയിട്ട് ലോങ് പൊസിഷൻ, അതായത് മുകളിലേക്കുള്ള ട്രേഡുകൾ എടുത്ത് നിൽക്കും. കാരണം എന്താ, ഇത് താഴേക്ക് വന്നാലും ചെറിയൊരു സമയം ചെറിയൊരു ദൂരം മാത്രമേ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയും. പക്ഷെ ഒരു ടൈപ്പ് 3 മാർക്കറ്റ്, ഒരു റേഞ്ച് മാർക്കറ്റിനകത്ത് നിന്നുകൊണ്ട് ഒരിക്കലും നമ്മളത് ചെയ്യില്ല. റേഞ്ച് മാർക്കറ്റ് നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യില്ല. ഇത് ചെയ്താൽ നമ്മുടെ ക്യാപിറ്റൽ അവിടെ ലോക്ക് ആയി കിടക്കുള്ളൂ, അതിനപ്പുറത്തേക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. അങ്ങനെ ഓരോ മാർക്കറ്റിനെ മനസ്സിലാക്കിക്കൊണ്ടും നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ ടൈപ്പ് ഓഫ് മൂവ്മെന്റ് പാറ്റേൺ പഠിക്കാനുള്ളത്. ഈ ടൈപ്പ് ഓഫ് മൂവ്മെന്റ് പാറ്റേൺ എങ്ങനെയാണ് രൂപപ്പെടുന്നത്, ഇതെങ്ങനെ തുടക്കത്തിലെ തിരിച്ചറിയാമെന്നും അതനുസരിച്ച് എങ്ങനെ നമ്മളുടെ ഓരോ സ്റ്റോക്കിനോടുള്ള സമീപനം മാറണമെന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ ഭാവി നിശ്ചയിക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. നമ്മളൊക്കെ വിചാരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം, നമ്മുടെ കയ്യിൽ കാശുള്ളിടത്തോളം കാലം നിൽക്കാം. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പലരും പറയും റിസ്ക് റിവാർഡ് റേഷ്യോ മറ്റു കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റ്, അതായത് റിവാർഡ് എന്നുള്ള വാക്ക് പോലും ഇവിടെ ഉപയോഗിക്കുന്നില്ല. റിസ്ക്കും ക്യാപിറ്റൽ നമുക്കറിയാം മൂലധനം. സ്റ്റോക്ക് മാർക്കറ്റിലായിട്ട് ട്രേഡിങ്ങിനോ ഇൻവെസ്റ്റ്മെന്റിനോ നമ്മൾ ഉപയോഗിക്കുന്ന പണത്തിനെയാണ് ക്യാപിറ്റൽ അഥവാ മൂലധനം എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും ഒരുപോലെ അല്ല. കാരണം നേരത്തെ ചോദിച്ചു ടിപ്പ് തരാറുണ്ടോ, റെക്കമെൻഡേഷൻസ് തരാറുണ്ടോ, അതുപോലെ തന്നെ സിഗ്നൽ തരാറുണ്ടോ, അക്കൗണ്ട് ഹാൻഡ്ലിംഗ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി, ടിപ്പ് എടുത്ത് ട്രേഡ് ചെയ്ത ഇഷ്ടം പോലെ ആളുകളുണ്ടാവും. അവരാരും ലോങ് ടൈമിലേക്ക് നിലനിന്ന് ഇതുവരെ കണ്ടിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം? ആ ടിപ്പ് എടുത്തതിന്റെ മോശമാണോ? ഒന്നുമല്ല. ഈ ഒരു അതായത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻഡെക്സ് ആവട്ടെ സ്റ്റോക്ക് ആവട്ടെ ഓരോ നിമിഷവും ഏതെങ്കിലും സൈഡിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ മൂവ്മെന്റിൽ എനിക്കുള്ള ഓപ്പർച്യൂണിറ്റി ഏതാണെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഏക സാധനമാണ് ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റ്. ഇതനുസരിച്ചാണ് നമ്മുടെ എൻട്രി ഓപ്പർച്യൂണിറ്റി വരുന്നത്. അതായത് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യല്ല ചെയ്യുന്നത്. മാർക്കറ്റ് മൂവ്മെന്റും നമ്മൾ പഠിക്കുന്നു, അതോടൊപ്പം തന്നെ എന്റെ ക്യാപിറ്റൽ എങ്ങനെ മാനേജ് ചെയ്യണം, എന്റെ റിസ്ക് എത്രയാണ്, ഈ റിസ്ക് മാനേജ്മെന്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മൂവ്മെന്റ് ആണോ ഇത് എന്ന് പഠിക്കുന്നിടത്താണ് ഈ എൻട്രി എനിക്കുള്ളതാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതും ഡീപ്പായിട്ട് നമ്മുടെ ഒരു ക്ലാസ് ഉണ്ട്. അതായത് എന്റെ റിസ്ക് മാനേജ്മെന്റ് എത്രത്തോളം ഉള്ളതാണ്, ആ റിസ്ക് മാനേജ്മെന്റിൽ ഉള്ളതാണോ ഈ ഒരു മൂവ്മെന്റ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഈ ട്രേഡ് എനിക്കുള്ളതാണോ നോക്കുന്നത്. ഈ ഒരു പ്രശ്നമാണ്. അതായത് ക്യാപിറ്റൽ മാനേജ്മെന്റും റിസ്ക് മാനേജ്മെന്റും പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് അനുയോജ്യമായിട്ടുള്ള ട്രേഡ് അല്ലാത്തത് കൊണ്ടാണ് ഈ ടിപ്പ് എടുത്തിട്ട് ഇന്നേ വരെ ആരും രക്ഷപ്പെടാത്തതിന്റെ പ്രധാന കാരണം. അതായത് ക്യാപിറ്റൽ എല്ലാവർക്കും ഒരുപോലെയല്ല. എല്ലാവരും ഒരുപോലത്തെ ക്യാപിറ്റലായിട്ടല്ല സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്നത്. ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള ക്യാപിറ്റൽ. ചിലർ 2000 രൂപ വെച്ചിട്ട് ഇറങ്ങുന്നുണ്ട്, ചിലർ 20 കോടി വെച്ചിട്ട് ഇറങ്ങുന്നവരുണ്ട്, 200 കോടി. നമുക്കറിയാം വലിയ വലിയ നോർത്ത് ഇന്ത്യൻ ട്രേഡേഴ്സ് ഒക്കെ ചിലപ്പോൾ ആയിരക്കണക്കിന് കോടി ഉപയോഗിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളുടെ ക്യാപിറ്റൽ എത്രത്തോളം ഉണ്ട്, അതനുസരിച്ച് ഓരോ ട്രേഡിലും നമുക്ക് എത്രത്തോളം റിസ്ക് എടുക്കാൻ പറ്റും, ഈ രണ്ട് കാര്യമാണ് നമ്മളുടെ ഭാവി നിശ്ചയിക്കുന്നത്. ഇതനുസരിച്ചുള്ള ട്രേഡ് ആണോ ഞാൻ എടുക്കുന്നത്, ഇതനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണോ ഞാൻ ചെയ്യുന്നത്, ആണെങ്കിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഉള്ളിടത്തോളം കാലം നമുക്ക് നിലനിൽക്കാൻ കഴിയും. ഇതല്ല എങ്കിൽ നമ്മൾ ആഗ്രഹിച്ചാലും ഈ മേഖലയിൽ നിലനിന്ന് പോകാൻ പറ്റില്ല. ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവരൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നത് ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് നിങ്ങളുടെ 20 ട്രേഡുകൾ അടുപ്പിച്ച് സ്റ്റോപ്പ് ലോസ് ഹിറ്റായാൽ, നിങ്ങളുടെ 20 ട്രേഡുകൾ അടുപ്പിച്ച് സ്റ്റോപ്പ് ലോസ് ഹിറ്റായാൽ ഇപ്പോഴത്തെ ക്യാപിറ്റലിന്റെ അവസ്ഥ എന്തായിരിക്കും ചിന്തിച്ചു നോക്കുക.
നമ്മൾ ഫോളോ ചെയ്യുന്ന ഈ ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ 20 ട്രേഡ് അടുപ്പിച്ച് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാൽ പോലും നമ്മുടെ ക്യാപിറ്റലിന്റെ പകുതി പോലും ലോസ് ആവില്ല എന്നാണ് ഈ നമ്മൾ ഫോളോ ചെയ്യുന്ന ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റിന്റെ ഒരു പവർഫുൾ. മറ്റൊരു പവർഫുൾ ആയിട്ടുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റ് മാത്രം ഫോളോ ചെയ്യുന്ന ഒരറിവുമില്ലാത്തൊരു വ്യക്തിയാണെന്ന് ഇരിക്കുന്നത്. ഒരറിവുമില്ല. ആകെ അറിയുന്നത് ഇപ്പൊ ഇവിടെ ഈ അടുത്തൊരു സ്ക്രീനിൽ കാണിച്ചു തരാം. ആകെ അറിയുന്നത് 2 പച്ച ക്യാൻഡിൽ കണ്ടാൽ ഞാൻ ഒരു ട്രേഡ് എടുക്കുന്ന ഒരാളാണെന്ന് സങ്കല്പിക്കും. 2 പച്ച ക്യാൻഡിൽ കണ്ടാൽ ഞാനിപ്പോ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയെടുക്കും. എന്നിട്ട് ജസ്റ്റ് ഒരു കാര്യം പറയുന്നു. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ എനിക്കറിയാവുന്ന ഒരേ ഒരു ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പച്ച ക്യാൻഡിൽ അടുപ്പിച്ച് കണ്ടാൽ ഞാൻ അവിടെ ഒരു ട്രേഡ് എടുക്കും. അതിന്റെ മുകളിലേക്ക് പോയാൽ ഒരു ട്രേഡ് എടുക്കും. ഒറ്റ റെഡ് ക്യാൻഡിൽ കണ്ടാൽ ഞാൻ അവിടെ എക്സിറ്റ് ആവും. ഇതേ എനിക്കറിയും. 2 പച്ച ക്യാൻഡിൽ അടുപ്പിച്ച് കണ്ടാൽ ഞാൻ അവിടെ ട്രേഡ് എടുക്കും. ഒരു റെഡ് ക്യാൻഡിൽ കണ്ടാൽ എക്സിറ്റ് ആവും. 2 പച്ച ക്യാൻഡിൽ കണ്ടാൽ അവിടെ ട്രേഡ് എടുക്കും. ഒരു റെഡ് ക്യാൻഡിൽ കണ്ടാൽ അവിടെ എക്സിറ്റ് ചെയ്യും. 2 പച്ച ക്യാൻഡിൽ കണ്ടാൽ എൻട്രി എടുക്കും. ഒരു റെഡ് ക്യാൻഡിൽ കണ്ടാൽ എക്സിറ്റ് ചെയ്യും. ഇത്രേ എനിക്ക് അറിയുള്ളൂ എങ്കിൽ പോലും ഈ ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളുടെ അക്കൗണ്ട് മന്ത്ലി പ്രോഫിറ്റിലായിരിക്കും. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റ് ആണ് ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവാൻ ഒത്തിരി സ്ട്രാറ്റജികളും മെത്തേഡുകളും അല്ല, ചില തിരിച്ചറിവുകളും ചില അറിവുകളും ചില കാഴ്ചപ്പാടുകളിലും മാറ്റം വന്നാൽ മാത്രം മതി നമുക്ക് ഓരോരുത്തർക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിലര് ചെറിയൊരു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൂടുതൽ ഡിസ്കസ് ചെയ്യാനുള്ള ഞങ്ങളുടെ ആശയങ്ങളോ ഞങ്ങളുടെ ആഗ്രഹങ്ങളോ ഞങ്ങളുടെ ആവശ്യങ്ങളോ ഒന്നും ഡിസ്കസ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ബാക്കി എല്ലാ ഡീറ്റെയിൽസുകളും നമുക്ക് 27-ാം തീയതി മുതൽ ഒരു മാസത്തേക്കുള്ള ക്ലാസ്സുകളിലൂടെ നമുക്ക് പഠിച്ചെടുക്കാം. ഇനി നമുക്ക് ഇൻട്രാക്ഷൻ, നമുക്ക് സ്വയം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചില ആശയ സംവേദനകൾ നടത്താം. തോമസ് സാർ ലൈനിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഒരിക്കൽ കൂടെ ഒന്നുകൂടെ അത് കാരണം പല കാര്യങ്ങളും ആവർത്തിക്കേണ്ടതുണ്ട്. പലരും വീണ്ടും വൈകി വന്നവരുണ്ടാകാം. അപ്പൊ 27-ാം തീയതി നേരിട്ട് നടക്കുന്ന ഫുൾ ഡേ ക്ലാസ്സിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാകും. അതിനുശേഷം നിങ്ങൾക്ക് വൈദഗ്ധ്യം വരുന്നതിന് വേണ്ടി 3 മാസക്കാല ഓൺലൈൻ ഫോളോ ക്ലാസ് ഉണ്ടാവും. 3 മാസക്കാലം വൈകുന്നേരം മാർക്കറ്റ് ദിവസങ്ങളിൽ വൈകുന്നേരം 7:30 മുതൽ 9:30 വരെ ഓൺലൈൻ സൂം ലൈവ് ഫോളോ ക്ലാസും ആ 3 മാസക്കാലം ആഴ്ചയിൽ 2 ദിവസം വീതം ലൈവ് സെഷൻസും ഉണ്ടാകും. പക്ഷെ 27-ാം തീയതി നടക്കുന്ന കാര്യങ്ങൾ ക്ലാസ്സിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാകും. നേരത്തെ പറഞ്ഞതല്ലേ, വെറും 10,000 രൂപ ക്യാപിറ്റൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയും. വെറും 10,000 രൂപ ക്യാപിറ്റൽ കൊണ്ട് പോലും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായ രാകേഷ് ജുൻജുൻവാല നേടിയ അത്രയും സാമ്പത്തികം നേടാനുള്ള സീക്രട്ട് നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ മനസ്സിലാകും. നിങ്ങൾക്ക് തന്നെ അതൊന്ന് ബോധ്യമാകും. അത് ആ ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ. നിങ്ങൾക്കത് ബോധ്യമായില്ല എങ്കിൽ വൈകുന്നേരം ക്ലാസ് കഴിയുമ്പോൾ തന്നെ മുഴുവൻ ഫീസും തിരികെ നൽകുന്നതാണെന്ന ഫീസ് തീരെ നടപ്പാക്കാൻ കഴിയുന്നതെന്നും ആവർത്തിച്ച് പറയുന്നു. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ആശങ്കകൾ ഉണ്ടാവും. കാരണം ഒരുപാട് ക്ലാസ്സുകൾ, ഒരുപാട് പരസ്യങ്ങൾ, ഇതിൽ ഏത് ജെനുവിൻ. അപ്പൊ ആ ജെനുവിനിറ്റി ഫീൽ ചെയ്യിക്കാൻ വേണ്ടി കൂടെ തന്നെയാണെന്ന് കൂട്ടിക്കോളൂ. കാരണം ആ ഒരു ഡീൽ, ആ ഒരു ഫീസ് തീരെ നടപ്പാക്കണമെങ്കിൽ അത് നടപ്പാക്കുന്നവർക്ക് ഞങ്ങൾ രണ്ടുപേരെ നേരിട്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അവനവന്റെ സാമാന്യ ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് യാതൊരു തട്ടിപ്പുമില്ല, ഇത് വ്യക്തമാണ്, ജെനുവിൻ ആണ്, നിങ്ങൾക്ക് മനസ്സിലാവും. അതിനെ നിങ്ങൾ അങ്ങനെ നടത്തിക്കൊണ്ട് ക്ലാസ് നടത്തിക്കൊണ്ട് പോകാൻ കേരളത്തിൽ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് മറ്റാരും അത് നടപ്പാക്കാൻ കഴിയാത്തത്. വെറുതെ അവകാശവാദം ഉന്നയിക്കാൻ ആർക്കും കഴിയും. ഇവിടെ അത് അവകാശവാദം മാത്രമല്ല, അത് നിങ്ങൾക്കത് ആ ക്ലാസ്സിൽ ബോധ്യമായില്ല എങ്കിൽ വൈകുന്നേരം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഫുൾ ഫീസും തിരികെ നൽകുന്നതാണ് എന്ന ഡീൽ മുന്നോട്ട് വയ്ക്കുന്നത്, എന്ന ഫീസ് ഡീൽ നടപ്പാക്കുന്നത് കേരളത്തിലെ SMT അക്കാദമി മാത്രമേ ഉള്ളൂ. സന്തോഷ് മാധവൻ നയിക്കുന്ന ക്ലാസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ കാര്യങ്ങൾ വ്യക്തമാകും. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇനി നിങ്ങളുടെ ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കുക. കാരണം ഇങ്ങനെ പറയണമെങ്കിൽ, ഈ ഒരു ഡീൽ മുന്നോട്ട് വെക്കണമെങ്കിൽ, ഈ ഒരു ഫീസ് ഡീൽ നടപ്പാക്കണമെങ്കിൽ അത് വൃത്തിയായി വ്യക്തമായി അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണെന്നും 119ഓളം ബാച്ചുകൾ ആ രീതിയിൽ നടപ്പാക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് സക്സസ് ഉറപ്പാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണെന്നും. അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ സാർ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾ ആ നേരിട്ട് പങ്കെടുക്കുന്ന ക്ലാസിന്റെ പിറ്റേന്ന് മുതലുള്ള ഫോളോ അപ്പ് ക്ലാസ്സുകളിൽ ഇതിനു മുൻപ് കഴിഞ്ഞ 3 മാസക്കാലത്തെ ഫോളോ അപ്പിൽ പങ്കെടുത്ത് വിജയിച്ചുകൊണ്ടിരിക്കുന്നവരെ കണ്ടുമുട്ടാനും കഴിയും കേട്ടോ. അങ്ങനെ വളരെ നേരേപോ മൂല്യാധിഷ്ഠിത ഫീസ് രീതി. അപ്പൊ ഇനി നിങ്ങളുടെ സാമാന്യ ബുദ്ധി, നമ്മുടെ സ്വന്തം മനസാക്ഷി ഉണ്ടല്ലോ നമുക്ക്. ഇതിപ്പോ ഞങ്ങൾ പറയുന്നത് കേൾക്കുമ്പോഴും നമ്മുടെ എല്ലാ മുൻവിധികളും മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. ഇനി അവനവനാണ് ശക്തമായ തീരുമാനമെടുക്കേണ്ടത്. നമ്മുടെ തീരുമാനം നാം നടപ്പാക്കാനുള്ള ആർജവം നമുക്ക് ഉണ്ടാക്കണം. അവിടെ ഒരു എന്താ പറയുക, ഒരു പ്രാരംഭ ശൂരത്വം മാത്രമാകരുത്. ആറിയ പഴങ്കഞ്ഞി പോലെ ആവരുത്. നമ്മൾ ചിന്തിക്കുക, ഇതിപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യമാണല്ലോ, ഈ ഒരു ഫീസ് രീതി നടപ്പാക്കണമെങ്കിൽ തന്നെ അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ, ഈ ചാൻസ് മിസ് ചെയ്യരുത് എന്ന് കരുതി നാളെ നീള വയ്ക്കാതെ ഉടൻ തന്നെ, കാരണം ശുഭസ്യ ശീഘ്രം എന്നാണ്, നാളെ വെച്ചാൽ നീള അയാളൊരു കാര്യങ്ങൾ പോസ്റ്റ്പോൺ ചെയ്യുന്നവരും, അത് ഞാൻ നിങ്ങൾ ഒരിക്കലും അത് ഈ പറയുന്ന കാര്യം സത്യമാണെന്ന് നോക്കുക. എല്ലാ ജീവിത വിജയ ക്ലാസ്സുകളിൽ
നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. നാളെ നീളെ നീട്ടി വെക്കുന്നവർ വിജയിക്കാനുള്ളവരല്ല. അപ്പൊ നിങ്ങളും നീട്ടി വെക്കാതെ ഇപ്പൊ തന്നെ തീരുമാനം എടുക്കുക, ധീരമായി തീരുമാനം എടുക്കുക, ബുദ്ധി ഉപയോഗിച്ച് ധീരമായി തീരുമാനം എടുക്കുക. 1000 രൂപ മാത്രം അഡ്വാൻസ് ഇപ്പൊ തന്നെ ഇന്ന് തന്നെ അടച്ചോളൂ. ഇന്ന് തന്നെ 1000 രൂപ അഡ്വാൻസ് അടച്ച് ഈ ബാച്ചിലേക്കുള്ള 27-ാം തീയതി ഞായറാഴ്ചയിലേക്കുള്ള സീറ്റ് ബുക്ക് ചെയ്തോളൂ. ബാക്കി ഫീസ് 27-ാം തീയതി ശനിയാഴ്ച, 27-ാം തീയതി ശനിയാഴ്ച നാക്ക് വിഷയമാണ്. 27-ാം തീയതി ശനിയാഴ്ച നടക്കുന്ന ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ തന്നെ 1000 പലരും അഡ്മിഷൻ അടച്ചു കഴിഞ്ഞു സാർ മനസ്സിലാക്കുന്നത്. 96 സാർ ആ നമ്പർ ഒന്ന് ഡിസ്പ്ലേ ചെയ്തോണേ. 96056 ഇത് ഡിസ്കഷൻ കഴിഞ്ഞിട്ടാണ് മതിയാവും. 96056330333 എന്ന നമ്പറിലേക്ക് അഡ്വാൻസ് അടച്ച സീറ്റ് ബുക്ക് ചെയ്തോളൂ. ബാക്കി ഫീസ് ശനിയാഴ്ച രാവിലെ നേരിട്ട് ക്ലാസ്സിൽ നേരിട്ട് വരുമ്പോൾ രാവിലെ ഫീസ് അടച്ചാൽ മതി. പിന്നെ നമ്മൾ സാർ പറഞ്ഞ പോലെ ഡിസ്കഷൻസോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കിടക്കുന്ന ഡിസ്കഷൻസോ അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയുന്നു. കാരണം ഞങ്ങളുടെയൊക്കെ ലൈഫ് മാറ്റിമറിച്ച ഒരു പ്രധാന സംഭവമാണ്. അതായത് ചിന്തിച്ചു നോക്കുക, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഞങ്ങളുടെയൊക്കെ ലൈഫ് മാറ്റിമറിച്ച പ്രധാന സാധനങ്ങളൊന്നും നമ്മളുടെ ഭാവി തീരുമാനിക്കുന്നത് വർത്തമാനകാലത്തെ നമ്മുടെ തീരുമാനങ്ങളാണ്. നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത് ഇപ്പോഴത്തെ നമ്മുടെ തീരുമാനങ്ങളാണ്. അവസ്ഥയല്ല, സാഹചര്യമല്ല. ഈ അവസ്ഥ സാഹചര്യം ഒന്നും മാറിയിട്ട് ഒരിക്കലും നമുക്ക് ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട്, ഭാവിയെ പറ്റി ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവസ്ഥയോ സാഹചര്യങ്ങളോ അല്ല നമ്മളുടെ ഭാവി നിശ്ചയിക്കുന്നത്. നമ്മളുടെ ഇപ്പോഴെടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മളുടെ ഭാവി നിശ്ചയിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ലൈഫ് ചേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു വാക്കുകളിൽ ഒന്നാണ്. അവസ്ഥയോ സാഹചര്യങ്ങളോ അല്ല നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത്. നമ്മൾ ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ, ഇപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത്. അത് ഒന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കിയാൽ അത് സത്യമാണെന്നും അതുകൊണ്ട് എങ്ങനെ യൂസ് ചെയ്യണമെന്നും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന ഡിസ്പ്ലേയിൽ കാണുന്ന ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഗൂഗിൾ പേ നമ്പർ ഉണ്ട്, HDFC അക്കാദമി, SMT അക്കാദമിയുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ട്. ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അത് 1000 രൂപ അഡ്വാൻസ് അടച്ചാണ് സീറ്റ് ബുക്ക് ചെയ്യും. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിലും ഒക്കെ ആവാം. എല്ലാവരും വിജയിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ 27-ാം തീയതി ശനിയാഴ്ച നേരിട്ട് കാണാൻ ഇടയാകട്ടെ എന്നും ആശിക്കുന്നു. അപ്പൊ എല്ലാം സീരിയസ് ആയിട്ട് എടുക്കുക, എല്ലാം സീരിയസ് ആയിട്ട് എടുക്കുക. സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാകും. അപ്പൊ ആ സീക്രട്ട് നിങ്ങൾക്ക് എന്നാ ക്ലാസ്സിൽ ബോധ്യമാകും. അപ്പൊ അത് എല്ലാവർക്കും അത് അറിയാൻ കഴിയട്ടെ. എല്ലാവരും അതായത് 10% ആളുകൾ വിജയിക്കുള്ളൂ. പക്ഷെ ആ 10% ആളുകൾ എത്താൻ നിങ്ങൾക്ക് കഴിയും. അവിടെ നിങ്ങളുടെ സാമാന്യ ബുദ്ധി ഉപയോഗിക്കുക. സാർ പറഞ്ഞ പോലെ ചോദിച്ചോളൂ സാർ. ഈ ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ് ഒരു 1 ഡേ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓഫ്ലൈൻ ക്ലാസ് 1 ഡേ മാത്രമേ ഉള്ളൂ. 27-ാം തീയതിയാണ് അടുത്ത ക്ലാസ്. ശരി, ഓക്കെ. അതിനുശേഷം പിന്നെ അതിനുശേഷം വരുന്നൊക്കെ ഓൺലൈൻ ക്ലാസ് ആണോ? ഓൺലൈൻ ആണ്. പിന്നെ അതിന്റെ പിറ്റേന്ന് മുതൽ 3 മാസക്കാലം വൈകുന്നേരങ്ങളിൽ, മാർക്കറ്റ് ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ 7:30 മുതൽ 9:30 വരെ ഓൺലൈൻ സൂം ലൈവ് ആണ്. അതിനുശേഷം ലൈഫ് ലോങ് സപ്പോർട്ട് ഉണ്ട് കേട്ടോ. ലൈഫ് ലോങ് നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട് ഞങ്ങളുടെ ഭാഗത്ത്. ടൈമിംഗ് എങ്ങനെയാണ്? ഈവനിങ് 7 o'clock തൊട്ട് 9 o'clock വരെ. 7:30 to 9:30. അത് ഇൻ കേസ് അത് ഏതെങ്കിലും ദിവസം കയറാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും അത് നിങ്ങൾക്ക് ഒരു ആപ്പ് അന്ന് ഓപ്പൺ ചെയ്ത് തരുന്നത്. ആ ആപ്പിൽ അത് അന്ന് വൈകുന്നേരത്തെ സെഷൻ പിറ്റേന്ന് വൈകുന്നേരം വരെ ആ ഈവനിങ് ഫോളോ അപ്പ് ക്ലാസ്സും അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടും. അത് അപ്ലോഡ് ഇത് അല്ലാതെ വേറെ ഈ മെറ്റീരിയൽസ് ആയിട്ടുള്ള വേറെ ഇതൊന്നും ഇല്ല അല്ലെ നമുക്ക് ഇതിന്റെ? ആ ആപ്പിനകത്ത് ഈ വീഡിയോ ക്ലാസ്സുകൾ, നമ്മുടെ ക്ലാസ്സുകൾ 15 മണിക്കൂറോളമുള്ള വീഡിയോ ക്ലാസ്സുകൾ ആ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ 3 മാസക്കാലത്തിനിടയ്ക്ക് എത്ര പ്രാവശ്യം വേണേലും നിങ്ങൾക്ക് അത് കാണാം, മനസ്സിലാക്കാം. എന്ത് സംശയം ഉണ്ടെങ്കിലും ഗ്രൂപ്പിലൂടെ, പേഴ്സണലായിട്ടോ വാട്സാപ്പിലൂടെ ഒക്കെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം കേട്ടോ. നമുക്ക് ഇതിൽ ഇപ്പൊ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നപ്പോ ഇതൊരു നമ്മൾ ഒരു ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത ശേഷം ഒരു 3 months അല്ലേ പിന്നീട് ഓൺലൈൻ ക്ലാസ് ഉള്ളത്? ഐ മീൻ അത് കഴിഞ്ഞ ശേഷമാണോ നമ്മൾ ഈ ട്രേഡിങ്ങിന് ഇതാക്കുന്നത്? അതോ എനിക്ക് മേ ബി നമ്മളതിനോട് അറിയാവുന്നവർക്ക് തുടക്കം മുതലേ ചോദിക്കാം. ആദ്യത്തെ 2 ആഴ്ചയൊക്കെ ട്രേഡ് എടുക്കാതെ ഒന്ന് വാച്ച് ചെയ്യാൻ പറയുമെന്ന് മാത്രം. നമ്മുടെ ശൈലിയൊക്കെ ഒന്ന് മനസ്സിലാക്കി വരാനുള്ള ഒരു ടൈം അത്രേ ഉള്ളൂ. ലൈവ് സെഷൻസിൽ നമ്മൾ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റികൾ കണ്ടെത്താൻ പഠിക്കല്ലോ. ആ സമയത്തൊക്കെ ട്രേഡ് ചെയ്ത് ശീലമുള്ളവർക്കൊക്കെ ട്രേഡ് ചെയ്ത് തുടങ്ങാൻ അതിനകത്ത് ചെയ്യുന്നത് ചെറിയ ക്യാപിറ്റൽ ഉപയോഗിക്കാം. നമ്മൾ സ്കിൽഡ് ആവുന്നവരെ ചെറിയ ക്യാപിറ്റൽ ഉപയോഗിക്കുന്നത് മാത്രമേ. ആസ് എ ബിഗിനർ എന്നുള്ളതൊക്കെ ബിക്കോസ് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചാനലിലൂടെ പോയിട്ടില്ല. ബിക്കോസ് അവിടുന്ന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിന് ശേഷം നമുക്ക് മേ ബി എനിക്ക് താങ്കളുടെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് കൂടെ ചോദിക്കുകയാണ്, നമ്മൾ അറ്റൻഡ് ചെയ്ത ശേഷം നമുക്ക് ഒരു
ഒരു 2 വീക്സ് കഴിഞ്ഞ വെച്ചാൽ നമുക്കത് ചെറിയ രീതിയിൽ ട്രേഡിംഗ് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നത്. സാധിക്കും. കാരണം ട്രേഡിംഗ് ചെയ്യാൻ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 മാസത്തെ ഫോളോ ക്ലാസ്സിനകത്ത് ട്രേഡിംഗ് അറിയാത്തവർക്കുള്ള കാര്യമാണ്. ഒന്നാമത്തെ കാര്യം ബേസിക് അറിഞ്ഞിരിക്കണം. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, എന്താണ് ഫ്യൂച്ചർ, എന്താണ് ഓപ്ഷൻസ്, എങ്ങനെയാണ് അതിനകത്ത് വാങ്ങേണ്ടത്, വിൽക്കേണ്ടത്, ഇത്തരം ബേസിക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം, അതായത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് എന്ന പ്ലാറ്റ്ഫോം ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇത് മാത്രമേ ഉള്ളൂ. ഇതിന് 2 ധാരാളമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഒരു ബിഗിനർക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതുള്ളൂ. ബാക്കി നേരത്തെ തുടക്കത്തിൽ നമ്മൾ ഒത്തിരി എമൗണ്ട് ഇട്ട് ചെയ്യാതെ ചെറിയ എമൗണ്ട് വെച്ച് മാത്രം ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. സർ, നമ്മൾ ഗവൺമെന്റ് എംപ്ലോയി ആണ്. അപ്പം നമുക്ക് ട്രേഡ് എടുക്കാൻ എൻട്രി എക്സിറ്റും ഇപ്പൊ അത്രയും സമയം നമുക്ക് നോക്കിയിരിക്കാൻ സാധിക്കത്തില്ല. അതപ്പോ ഇങ്ങനെ നേരത്തെ ഓർഡർ ഇട്ട് വെക്കണോ? ബൈ ഓർഡറും സെൽ ഓർഡറും അത് ഏതിലാണ് ചെയ്യുന്നത് എന്നുള്ള ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഏത് സെഗ്മെന്റ്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ആണെങ്കിൽ അങ്ങനെ ഓർഡർ ഇട്ട് വെക്കുന്നത് ഒട്ടും ആശ്വാസകരമല്ല. എന്നാൽ ഇക്വിറ്റിയിലാണ് ചെയ്യുന്നത്. ഓപ്ഷൻ ബൈങ് ആണ്. ഓപ്ഷൻ ബൈങ് ഒരിക്കലും എന്റെ അഭിപ്രായത്തില് നമ്മൾ പ്ലാറ്റ്ഫോമിൽ ഓർഡർ ഇട്ടിട്ട് പോകരുത്. കാരണം അതിനകത്ത് മാർക്കറ്റിന്റെ മൂവ്മെന്റിന്റെ സ്പീഡാണ് അതിന്റെ പ്രീമിയത്തിലെ വേരിയേഷൻ, പ്രീമിയത്തിൽ ചലിപ്പിക്കുന്നത്. മാർക്കറ്റിന്റെ മൂവ്മെന്റിന്റെ സ്പീഡ്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ഡയറക്ഷനിൽ ഉദ്ദേശിച്ച പ്രൈസിൽ ചിലപ്പോൾ എൻട്രി കിട്ടിയില്ല, ഉദ്ദേശിച്ച സ്ഥലത്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇൻട്രാഡേ ഓപ്ഷൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിന്റെ മുമ്പിൽ ക്വാളിറ്റി ടൈം കൊടുക്കാൻ പറ്റുന്ന സമയത്ത് ചെയ്യാവൂ. അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല. ഞാൻ എന്തൊക്കെ മോഹനവാഗ്ദാനങ്ങൾ നൽകിയിട്ടൊന്നും കാര്യമില്ല. പക്ഷേ നമ്മളൊരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി മാർക്കറ്റിനെ സമീപിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻട്രാഡേ ഓപ്ഷൻസ് നമുക്ക് പറ്റുന്ന സമയത്ത് ചെയ്യാവൂ. അല്ലാത്ത സമയത്ത് നമുക്ക് ഇക്വിറ്റിയിലോ അതല്ലെങ്കിൽ ഈ സ്വിംഗ് ട്രേഡിംഗ് ഓപ്ഷൻ ചെയ്യാം. നമ്മൾ നല്ല നല്ല സ്റ്റോക്കുകളിലോ അതുപോലെ തന്നെ ഇൻഡെക്സിൽ തന്നെ നല്ല ഒരു ഡയറക്ഷനിലേക്കുള്ള മൂവ്മെന്റ് കിട്ടുമ്പോൾ നമുക്കൊരു ദിവസമൊക്കെ ഒന്ന് കുറച്ച് ദിവസം ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി ഇഷ്ടം പോലെ കിട്ടും. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങൾ പോലും നമുക്ക് സ്റ്റോക്ക് ഓപ്ഷൻസിലൊക്കെ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. കാരണം നമ്മുടെ ആ ഓപ്ഷൻസിൽ ഉപയോഗിക്കുന്ന ക്യാപിറ്റലൊക്കെ 2 ദിവസം കൊണ്ടൊക്കെ ഡബിൾ ആയ ചരിത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സ്വിംഗ് ട്രേഡിങ്ങിനൊക്കെ ഉപയോഗിച്ചിട്ട്. അത്രയും ഓപ്പർച്യൂണിറ്റി ഇഷ്ടം പോലെ. ഓക്കെ, താങ്ക് യു സർ. ഇതിലെ 27 കഴിഞ്ഞാൽ പിന്നെ വേറെ ഏത് ദിവസത്തിലാ ഉള്ളത്? 27 എത്താൻ കഴിയില്ല. ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ടേ പിറ്റേ ദിവസമല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഒന്ന് ആ നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അത് കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് അത് കഴിയുമ്പോൾ തന്നെ അറിയിച്ചേക്കാം കേട്ടോ. പേരും സ്ഥലപ്പേരും കൂടെ ഒന്ന് അറിയിക്കാം. എന്നിട്ട് പറയാ എന്നോട് 27 ആളാണ് ഇവിടുന്ന് മെസ്സേജ് അയക്കുന്നത്, 27 കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് അറിയിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ നമ്പർ സേവ് ചെയ്യും, ഓഫീസിന് നമ്പർ സേവ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് 26-ാം തീയതിയിലെ ക്ലാസ് 27 കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് അവിടെ അറിയിച്ചോളാം. ക്ലാസ് കഴിഞ്ഞിട്ട് അറിയിച്ചോളാം കേട്ടോ. ഓക്കെ സാർ. അല്ല സാറേ, അതിനുണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുണ്ടല്ലോ. അതിനും നമുക്ക് ആ ബേസിക് ക്ലാസ്സിൽ സൗകര്യമുണ്ട്. ഞാൻ പറഞ്ഞില്ല, രാവിലെ 7 മണി മുതൽ 8 മണി വരെയുള്ള ബേസിക് ക്ലാസ്സിന്റെ ടൈം ഉണ്ട്. ആ ബേസിക് ക്ലാസ് എടുക്കുന്നത് തന്നെ നമുക്ക് ഒരു കോഴിക്കോടുള്ള റഷീസ് എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ്. അദ്ദേഹം ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തു. ഓക്കെ, നമ്മുടെ ഡോക്യുമെന്റ്സ് അയച്ച് ആവശ്യപ്പെടുന്ന ഡോക്യുമെന്റ്സ് അയച്ചു കൊടുത്താൽ മതി. അത് ഓപ്പൺ ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടുകളും ചെയ്തു. ശരി. അപ്പോ എല്ലാവർക്കും നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടോ? അതിനായിട്ട് പരിശ്രമിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഉറപ്പായിട്ടും നേടാൻ പറ്റും. കാരണം ഇത് എന്താ പറയുക, സിസ്റ്റമാറ്റിക് ആയിട്ട് ഡിസിപ്ലിനോട് കൂടി മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. കാരണം ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഇമോഷനാണ്. അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ടെക്നിക്കലും മെത്തേഡുകളൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ നിന്നും ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വരുമാനം, അത് എത്ര ചെറുതുമാവട്ടെ എത്ര വലുതുമാവട്ടെ, അതിന് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ആ സ്റ്റോക്ക് മാർക്കറ്റിന് നിങ്ങൾക്ക് ആവശ്യമുള്ള വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. അതിന് നിങ്ങളെ പര്യാപ്തരാക്കുന്ന, സ്വയം പര്യാപ്തരാക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഈ 3 മാസക്കാലം കോഴ്സ്. അപ്പോ ലൈഫിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്ന് പങ്കെടുക്കുക. നിങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിംഗ് ലൈഫ് മാത്രമല്ല, നിങ്ങളുടെ ലൈഫ് പോലും ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയേണ്ടത്. കാരണം ഈവനിങ് ഫോളോ ക്ലാസ്സുകളിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല അവിടെ ഡിസ്കഷൻ നടക്കുക. മറ്റ് പല കാര്യങ്ങളും ഒരാളുടെ ലൈഫിലേക്ക് വലിയ രീതിയിൽ യൂസ്ഫുൾ ആവുന്ന മറ്റ് പല കാര്യങ്ങളും ആ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കഷൻ നടക്കുന്നുണ്ടാവും. അപ്പോ സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമല്ല, ലൈഫിൽ തന്നെ പലരുടെയും ഫാമിലി ലൈഫ് പോലും നമ്മളുടെ ആ ഒരു ക്ലാസ്സുകളിലൂടെയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്കും വലിയൊരു കമ്മ്യൂണിറ്റിയിലേക്ക്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്കാണ് നിങ്ങൾ ചെന്ന് കയറുന്നത്. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ നെഗറ്റീവ് സംസാരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ആ സ്ഥലത്ത് നിന്നാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പോസിറ്റീവായിട്ട് മാത്രം സംസാരിക്കുകയും അതിനോടുകൂടി തന്നെ പോസിറ്റീവ് റിസൾട്ടുകൾ അനുഭവിച്ചറിയുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയിലേക്കാണ് വരാൻ പോകുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് വന്ന് പങ്കെടുത്തോളൂ. നിങ്ങളുടെ പണം നഷ്ടപ്പെടില്ല എന്നുള്ള 100% ഉറപ്പ്. അതുപോലെ തന്നെ ലൈഫ് ചേഞ്ച് ആവുമെന്നുള്ളത്, ആത്മാർത്ഥമായിട്ട് നിന്നാൽ ലൈഫ് ചേഞ്ച് ആവുമെന്നുള്ളത് 100%. ഓക്കെ.
അപ്പൊ അങ്ങനെ ആവട്ടെ. സാറിന്റെ Yes. മനോഭാവത്തോടെ എല്ലാവർക്കും എല്ലാ വിജയാശംസകളും. ഞങ്ങളുടെ വാഗ്ദാനങ്ങൾ, ഈ ക്ലാസ്സിൽ പറഞ്ഞ ഓരോ വാക്കുകളോടും ഓരോ വാഗ്ദാനങ്ങളും ഞങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്. സന്തോഷ് മാധവൻ സാറിനും എനിക്കും ഞങ്ങൾ പറഞ്ഞ ഓരോ വാഗ്ദാനങ്ങൾക്കും വാക്കുകൾക്കും പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം പാലിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ആ ക്ലാസ്സിൽ നിങ്ങൾക്കത് ബോധ്യമായില്ല എങ്കിൽ വൈകുന്നേരം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഫുൾ ഫീസും തിരികെ നൽകുന്നതാണ് ഫീസ്. ഇത് നടപ്പാക്കുന്നത് ആ ഒരു സിസ്റ്റം നടപ്പാക്കുന്ന കേരളത്തിലെ ഒരേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ധൈര്യമായിട്ട് വന്നോളൂ. 27-ാം തീയതി സാധിക്കപ്പെടാം. 27-ാം തീയതി നമുക്ക് നേരിൽ കാണാം. അപ്പൊ നേരിൽ കണ്ടുമുട്ടാം. എല്ലാവർക്കും എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ടും സ്റ്റോക്ക് മാർക്കറ്റിലൂടെയുള്ള സാമ്പത്തിക വിജയങ്ങളും ആശംസിച്ചുകൊണ്ടും എല്ലാവരുടെയും അനുവാദത്തോടെ ഇനി പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നേരെ വരാം, ചോദ്യം കൂടി ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. Okay. Bye bye. Good night all. ഗുഡ് നൈറ്റ്.